സീരീസ് എയിലെ ആദ്യത്തെ 6 ക്വസ്റ്റ്യൻ പാസേജ് ആയിരുന്നു. സോ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് 7. ഓക്കെ, 1 മിനിറ്റ് എടുത്തിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക, വാട്ട് യു വിൽ ബി ഡൂയിങ്. ഹൗ മെനി സീറോസ് ആർ ദെയർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫോളോയിങ് പ്രോഡക്റ്റ്. കുറേ നമ്പർ തന്നിട്ടുണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, അതിന് അവസാനം എത്ര സീറോ ആണ്. സോ എങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് എടുത്ത് ചിന്തിക്കുക. ഇതധികം ചിന്തിക്കേണ്ടതൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ഒരു സീറോ വരണമെങ്കിൽ ഒരു 5 × 2 അതാണ് 5 × 2 10, അതാണ് ഒരു സീറോ. അങ്ങനെ എത്ര 5 × 2 ഇതിലുണ്ടെന്ന് നോക്കിയാൽ മതി. സോ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്താൽ മതി, ഓരോ നമ്പറിനെ. ഓക്കെ, അപ്പോൾ അതിനകത്ത് എത്ര 5 ഉണ്ട്, എത്ര 2 ഉണ്ട്, ലീസ്റ്റ് നമ്പർ ഏതാണ്, 5 ആണോ 2 ആണ്, ലീസ്റ്റ് നമ്പർ ഏതാണ്, 2 ആയിരിക്കും. കുറേ 5 ഉണ്ട്, 5ൻ്റെ മൾട്ടിപ്പിൾ ആണ് 2 ആയിരിക്കും ലീസ്റ്റ്. അപ്പോൾ എത്ര 2ൻ്റെ പവർ ഉണ്ട് അതായിരിക്കും നമ്പർ ഓഫ് സീറോസ്. ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പം 1 എടുക്കുന്നില്ല, ഞാൻ 5 × 10നെ ഞാൻ 5 × 2 എന്ന് എഴുതി, 15നെ 5 × 3 എന്ന് എഴുതി, 20 അഗെയിൻ 5 × 2 × 2 എഴുതി, 25നെ 5 × 5 എഴുതി, 30 5 × 3 × ഇതെല്ലാം മൾട്ടിപ്ലൈ, കണ്ടിന്യൂസ് മൾട്ടിപ്ലൈ ആണ്. 30 എഴുതി, 35 5 × 7, ദെൻ 14 5 × 2 × 2 × 2, പിന്നെ എന്താണ് 45 5 × 3 × 3, 50 5 × 5 × 2, then 55 5 × 11 × 60 5 × 2 × 25 2 × 3. ഓക്കെ, ഇത് എഴുതി. അപ്പോൾ നമ്മളൊന്ന് നമുക്ക് ഓട്ടോമാറ്റിക് കണ്ടാൽ അറിയാം, മോർ നമ്പർ ഓഫ് 5s ആർ ദെയർ. സോ ഇറ്റ്സ് ലൈക്ക് 5⁻14 × 2 1 2 3 4 5 6 7 8 9 10 10. ഓക്കെ, 2⁻10. ദെൻ ബാക്കി എന്താ നമ്മൾ നോക്കണ്ട. അപ്പം 10 വേണം അല്ലേ, 5 × 2 വേണം. അപ്പോൾ 2 എണ്ണം ഉണ്ട്, 10 എണ്ണം ഉണ്ട്. സോ ഇറ്റ് വിൽ ഹാവ് 10 zeros. ഓക്കെ, ആൻസർ 10 A ആണ്. ക്ലിയർ ആണോ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ മൈക്ക് ഓണാക്കി ചോദിക്കാം. ഓക്കെ ആണെന്ന് തോന്നുന്നു. പ്ലീസ് റെസ്പോണ്ട്. ഓക്കെ, ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇങ്ങോട്ടൊന്ന് റെസ്പോണ്ട് ചെയ്യണേ, ഫ്ലോ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ സ്റ്റുഡൻസ്, ഇതിപ്പോ നമ്മൾ ഏത് നമ്പർ തന്നു കഴിഞ്ഞാലും ഒന്നുകൂടെ പറഞ്ഞേ. ഏത് നമ്പർ തന്നു കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെ ഫാക്ടറൈസ് ചെയ്തിട്ട് അതിനകത്ത് ഏത് നമ്പർ തന്നു, ഇപ്പൊ എത്ര വലുത്, ഇനിയിപ്പോ ഇതുപോലത്തെ ഒരു മോഡൽ തന്നു കഴിഞ്ഞാലും സെയിം അത് എത്ര നമ്പർ ഓഫ് സീറോസ് ആണെന്ന് ചോദിക്കുകയാണെങ്കിലാണ് 5 × 2. ഓക്കെ, സീറോസ് ആണ് ഇപ്പം. ഓക്കെ, അത് അത്രേ ഉള്ളൂ. ഇപ്പം എത്ര നമ്പർ ഓഫ് 5s ആണെന്ന് ചോദിക്കുകയായിരുന്നെങ്കിൽ എത്ര നമ്പർ ഓഫ് 5s അതിനുണ്ട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ 5 എടുക്കാം, ആസ് പെർ ദ ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ 0 കേസിൽ 5 × 2 ആണല്ലോ ഒരു 10 വരുന്നത്. ഓക്കെ, അടുത്തത്. ഓക്കെ, അടുത്ത് നിങ്ങളൊന്ന് നോക്കുക. അത് ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് x,y,z ബി എ 3-digit നമ്പർ where x plus y plus z is not a multiple of 3. Then x, y, z, y, zx, zxy is not divisible by. First നിങ്ങളൊന്ന് ചിന്തിക്കുക, then I will explain. ക്വസ്റ്റ്യൻ വായിച്ച് നല്ലതായിട്ട് മനസ്സിലാക്കുക, എന്തെങ്കിലുമൊക്കെ ഐഡിയ വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഓക്കെ, ഇത് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ CSAT പേപ്പർ 2 ഏതൊരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആയിക്കോട്ടെ, അപ്പോൾ ഇങ്ങനെ XYZ ഒക്കെ തരികയാണെങ്കിൽ നമുക്കറിയാം 80 ക്വസ്റ്റ്യൻസും 2 hours ആണ്. 80 ക്വസ്റ്റ്യൻസ് 2 hours ആണ്. അപ്പം എക്സാമിനർ അറിയാം ഈ XYZ സോൾവ് ചെയ്യാനൊന്നും അറിയത്തില്ല, അതല്ല ചെയ്യേണ്ടത്. സോൾവ് ചെയ്ത് ചെയ്യാനാണെങ്കിൽ നമ്മൾ പണ്ട് മാത്സ് പഠിക്കുന്ന 5 minutes എടുത്ത് അത്ര സമയമൊന്നും ഇല്ല. സോ XYZ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേരിയബിൾസിൽ തരികയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ യു പുട്ട് സം വാല്യൂ ദെയർ. ഓക്കെ, അതായിരിക്കും ഏറ്റവും എളുപ്പം. നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാം തന്നെ ഇഫ് ദർ ഈസ് സം XY ABC ഉണ്ടെങ്കിൽ നമ്മൾ വാല്യൂ ഇട്ട് ചെയ്യും. സോ അതാണ് ബേസിക് റൂൾ. CSAT നമ്മൾ ചെയ്യുമ്പോൾ ബേസിക് റൂൾ പേപ്പർ 2. ഞാൻ CSAT എന്ന് പറയുന്നത് ഈ പേപ്പർ 2-നെയാണ് കേട്ടോ. ഓക്കെ, മറ്റേ ജനറൽ സ്റ്റഡീസ് പേപ്പർ എന്നാണ്, പേപ്പർ 1 പറയുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് XYZ ഇതെന്ന് പറഞ്ഞാൽ 3 ഡിജിറ്റ് ആണ് അല്ലേ, 3 ഡിജിറ്റ്സ് ആണ്. 3 ഡിജിറ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ 565 അതുപോലൊരു നമ്പർ അല്ലേ. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ വി ടേക്ക് ദ ലീസ്റ്റ് തേർഡ് ഡിജിറ്റ് നമ്പർ. ഓക്കെ, ഈസി ആയിട്ടുള്ള നമ്പർ, നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നമ്പർ എടുക്കാം. ഇഫ് യു ടേക്ക് XYZ ആസ് 1 2 and 3 ബട്ട് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3, സോ ഞാൻ അതിന് 1 2 4 എന്ന് പറഞ്ഞെടുക്കുന്നു. 1 2 4 ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞാൽ x + y + z ഇസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. 1 + 2 + 3 ആകുമ്പോൾ 6 വരും. ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 3. സോ ഐ ജസ്റ്റ് took 1 2 and 4. Okay, so the sum of digits is 7 and it's not a multiple of 3 also.
So we are assuming x, y, z is equal to 1, 2, 4. ബാക്കി എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? y, z, x. അപ്പോൾ എന്താവും? 2, 4, 1 ആവും. അടുത്ത z, x, y എന്ന് പറഞ്ഞാൽ 4, 1, 2 ആവും. Here also you need to add these numbers. Okay. You just add these numbers, you will get, see, 4 plus 1 plus 2. 3 കേസിലും അത് തന്നെയാണ്. You get 7, 7 and 7. So, ഇത് x plus y plus z plus y x by z plus y zx plus zxy is equal to 7, 7, 7 കിട്ടി. അതിനെ ഞാൻ ഒന്ന് ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ it is 7 into 1, 1, 1. അല്ലേ? That is equal to 7 into 3 into 37. ഞാൻ ഫാക്ടറൈസ് ചെയ്ത് എഴുതി. Now look at the options. Okay. ഒന്ന് 3, yeah, 3 is there. It is not divisible by 3 is there. So a Allah, 37 is there. Allah, what is x plus y plus z? X plus y plus z നമുക്കറിയാം 7 ആണല്ലേ. ഈ മൂന്നെണ്ണം കൂടെ ആഡ് ചെയ്താൽ 7 കിട്ടും. അപ്പോൾ അതുമല്ല. സോ ഇവിടെ ഇല്ലാത്തത് അല്ലേ, ഇല്ലാത്തത് 9 ആണ്. ഒരിക്കലും 9 വരത്തില്ല. അങ്ങനെ നിങ്ങൾ ഏത് ഇപ്പം 1, 2, 5 ഇട്ടാൽ വേറായിരിക്കും. 8, 8, 8 എന്ന് വരും. ഓക്കെ, സോ ഇറ്റ് ഈസ് 8 into 111. ദാറ്റ് ഈസ് 8 into 3 into 37. അതായത് 8, അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു 3 into 37. എല്ലാ ഫോർമാറ്റും അങ്ങനെ ആയിരിക്കും. Whichever number you take, the answer will be like x plus y plus z into 3 into 37 അങ്ങനെ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ പറയുന്നതിന്റെ കൂട്ടത്തിലൊന്ന് എഴുതി പോയാൽ എളുപ്പമാക്കാം നമുക്ക്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 9th question ഒന്ന് വായിച്ചോളൂ. ഇറ്റ്സ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഭയങ്കര എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ വരുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഒന്ന് രണ്ട് മെത്തേഡ് ചെയ്യാം. ഇപ്പം ഇഫ് ഐ ആം ടേക്കിംഗ് ദ എക്സാം, ആ സമയത്താണ് ഞാൻ എന്താ നോക്കുന്നത്, ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ് അല്ലേ. അപ്പം നോക്കിയാൽ മതി, ഒരു നമ്പറിൽ നിന്ന് ഒരു വലിയ സംഖ്യ കുറച്ചിരിക്കുന്നത്. പി എന്നൊരു 2000 സംതിങ് കുറച്ചിട്ടുണ്ട്, അടുത്ത് ക്യൂന്ന് 2000 സംതിങ് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ പിയും ക്യൂവും ഒന്ന് കമ്പയർ ചെയ്താൽ തന്നെ നമുക്കറിയാം പിന്ന് സംതിങ് റെഡ്യൂസ് ചെയ്യുവാണ്, ബട്ട് ക്യൂവിന്റെ സംതിങ് കൂട്ടുക, ദെൻ ദേ ആർ ഈക്വൽ. അതിലും വലിയ രണ്ട് സംഖ്യ അല്ലേ. ആറിൽ നിന്ന് 2018 കുറച്ചു, എസിൻ്റെ കൂടെ 2019 ആഡ് ചെയ്തു, അപ്പോഴും ഈക്വൽ ആണ്. സോ എങ്ങനെയാലും ഈ രണ്ട് നമ്പറിനേക്കാളും ഇതിലൂടെ വലിയ ക്വാണ്ടിറ്റീസ് ആയിരിക്കും നമ്മൾ ഇവിടെ നോക്കുന്നത്. കാരണം ലാർജസ്റ്റ് നാച്ചുറൽ നമ്പർ ആണ് ചോദിക്കുന്നത് ഈ കൂട്ടത്തിൽ. ഇഫ് r minus 2018 ഈസ് ഈക്വൽ ടു എസ് പ്ലസ് 2019, ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ ഈസി ആയിട്ട് നമുക്ക് പറയാം ആൻസർ ആറാന്നല്ലേ, നോക്കിയിട്ട് ഈസി ആയിട്ട് പറയാം. ദിസ് ഇസ് വൺ വേ. ഓക്കെ, അല്ല നിങ്ങൾക്ക് ഇപ്പോൾ 2-3 സ്റ്റെപ്പ് എഴുതി ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് അനദർ വേ. സിമ്പിൾ. You just put this sum as എല്ലാം ഈ നമ്പറെല്ലാം ഈക്വലാ, assume this as is equal to 0. Okay, so you will get ഓരോന്നും equal to 0 ആണ്. So you get p is equal to 2016, q is equal to minus 2017, r it is equal to 2018, then pqr s ആണ്, s is equal to minus 2019. ഇതൊന്ന് കമ്പയർ ചെയ്താൽ ഇതിലാണ് ഏറ്റവും വലുത്, 6 തന്നെയാണ് ഏറ്റവും വലുത്. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് നോക്കിക്കോളൂ. 10th question നോക്കിക്കോളൂ. പറഞ്ഞേക്കുന്നത് ഹൗ മെനി 5-digit പ്രൈം നമ്പേഴ്സ്. ഐ ഹോപ്പ് യു നോ ഓൾ പ്രൈം നമ്പർ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ യൂസിങ് ഓൾ ദ ഡിജിറ്റ്സ് 1, 2, 3, 5 വിത്തൗട്ട് റിപ്പറ്റീഷൻ ഓഫ് ദ ഡിജിറ്റ്സ്. ഓക്കെ, ഓക്കെ, ഒന്ന് ചിന്തിക്കുക. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു ട്രിക്ക് ഉണ്ട്, ആ ട്രിക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റിയ സിമ്പിൾ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ദ നമ്പർ ഇസ് എ 5-digit നമ്പർ. ഓക്കെ, 1, 2, 3, 4, 5 5 അത് തിരിച്ചും മറിച്ചും പല കോമ്പിനേഷനിലിടാം അല്ലെ, എത്ര എണ്ണം വേണേലും വരാം. 5 factorial മേ ബി ഐ വിൽ കോൾ ഇറ്റ്. പക്ഷെ ഒരു കാര്യം നോക്കുക, നമ്മൾ യൂഷ്വലി ഇത് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിന്റെ 1ഉം ആ നമ്പറും മാത്രമേ അതിന്റെ ഫാക്ടർ ആയിട്ട് വരുള്ളൂ. ഓക്കെ, ബട്ട് ഇഫ് യു ഈ നമ്പർ കാണുമ്പോൾ തന്നെ എനിക്ക് നോക്കുമ്പം ഇത് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 15 കിട്ടും അല്ലേ. 1 + 2 + 3 9, ഇതൊന്നും കൂടെ 6, ഇതൊന്നും കൂടെ 9, 15 കിട്ടും. 15 ഈസ് ഡിവിസിബിൾ ബൈ 3. അതായത്
നമ്മളൊരു നമ്പറിനെ 3യുടെ ഫാക്ടർ ആണോ നോക്കുന്നത്, അങ്ങനെ ഡിജിറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യും. ഇഫ് ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. സോ എല്ലാ കേസിലും ഈ 5 നമ്പർ വേണം വിത്തൗട്ട് റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഏതൊരു കോമ്പിനേഷൻ എടുത്താലും ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. ആൻഡ് ഒരു നമ്പറും പ്രൈം നമ്പേഴ്സ് ആയിരിക്കത്തില്ല. So our answer is 0. None of these are prime numbers. So how many prime numbers? Nothing. ഒന്നും നമുക്ക് കിട്ടത്തില്ല. Is it clear? ക്ലിയർ അല്ലേ? സർ, ഇപ്പൊ സപ്പോസ് നമുക്കത് ഏത് സംഭവം തന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത്? ആഡ് ചെയ്ത് ഡിവിസിബിലിറ്റി നോക്കിയിട്ടാണോ പറയേണ്ടത്? നമ്മൾ പ്രൈം നമ്പർ ആണോ നോക്കാൻ ഒന്നും കൂടെ എല്ലാം കൂടെ നമ്പർ എല്ലാം കൂടെ ആഡ് ചെയ്യും. അല്ല, ഒരു ഈവൻ നമ്പർ ആണ് നോക്കാം. ഇപ്പം ഇതിൽ ഇപ്പം ഒരു ഈവൻ നമ്പർ ആണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് 2ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാം അവസാനിക്കുന്നത്, ഈവൻ നമ്പർ ആണോ. അപ്പൊ അതിൽ വേറെ കുറെ ഓഡ് നമ്പർ അവസാനിക്കുന്നതാണ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആദ്യം ഞാൻ 2ന്റെ ഡിവിസിബിൾ നോക്കി. 1 ഓൾറെഡി ഉണ്ട്, 1 എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കണ്ട. ഓക്കെ, 2 നോക്കി. 2 എങ്ങനെയാലും വരും അല്ലെ, 2ന്റെ മൾട്ടിപ്പിൾസ് എങ്ങനെയാലും വരും. അത് പ്രൈം നമ്പർ ആയിരിക്കത്തില്ല. 2 ക്യാൻസൽ ചെയ്തു. പിന്നെ ഞാൻ നോക്കുന്നത് 3യുടെ ആണ്. 3യുടെ നോക്കുന്നത് എങ്ങനെയാണ്, എല്ലാം കൂടെ ആഡ് ചെയ്താണ് നോക്കുന്നത്. 3യുടെയും കൂടെ ഇൻ ദാറ്റ് സെൻസ് എല്ലാം 3യുടെ മൾട്ടിപ്പിൾ ആണ്. സോ നൺ ഓഫ് ദം വിൽ ബി പ്രൈം നമ്പേഴ്സ്. ഓക്കെ, നമ്മൾ 1 2 3 എന്ന് മുന്നോട്ട് പോകും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾ എഴുതുക പോലും ചെയ്യരുത്. വിത്തിൻ വായിക്കുക 1 2 3 4 5 യെസ്, എങ്ങനെ ആഡ് ചെയ്താലും 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ് നമുക്കറിയാം. ജസ്റ്റ് 0 ക്ലിക്ക് ചെയ്ത് പോവുക. അതുപോലെ ഈ 2 ക്വസ്റ്റ്യൻ ഒക്കെ, ഈ 2 ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് 1 മിനിറ്റ് താഴെ എടുക്കുള്ളൂ റിയൽ ടൈം ചെയ്യുമ്പോൾ. മൈറ്റ് ബി ഈ ഒരു ക്വസ്റ്റ്യന് സമയം കൂടുതൽ എടുക്കാം. അപ്പം എല്ലാ ക്വസ്റ്റ്യനും 1 മിനിറ്റ് എടുക്കണമെന്നല്ല. ചില ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2 മിനിറ്റ് എടുക്കാം, ചിലത് 3 മിനിറ്റ് എടുക്കാം. ബട്ട് ചിലതിനൊക്കെ 1 മിനിറ്റ് താഴെ എടുക്കും. ആ ബാലൻസ് ചെയ്ത് പോവാണ് ശരിക്കും, അങ്ങനെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഐ തിങ്ക് 11th. ഓക്കെ, ഇത് ഓരോ സിമ്പിൾ ആണ്. സം സിമ്പിൾ, ലെറ്റ് ഇറ്റ് ബി എക്സ്. ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു. എക്സ് പ്ലസ് 1x, അതായത് ഒരു നമ്പർ. ഇപ്പം ക്യാൻ ടേക്ക് ദ വാല്യൂ 2 3 4 ഏതും എടുക്കാം. സോ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലാണ്. സംതിങ് പ്ലസ് 1 സംതിങ് പ്ലസ് 5 സംതിങ് പ്ലസ് സംതിങ് പ്ലസ് സംതിങ് 1 ഈസ് 100. അതിനെ ഞാൻ എളുപ്പത്തിന് വേണ്ടി എക്സ് എന്ന് എടുക്കുന്നു. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് എക്സ് 1x 5x xx x1. ഇത് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് x1 ആണ് കിട്ടുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? എന്താണ് ഈ നമ്പർ, ഈ ഡിജിറ്റ് ഏതാണെന്ന് അവർ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഈസിയസ്റ്റ് വേ നമ്മൾ ഇതിന്റെ യൂണിറ്റ് പ്ലേസ് ഒന്ന് സം ചെയ്ത് നോക്കാം. യൂണിറ്റ് പ്ലേസ് സം ചെയ്യുമ്പോൾ നമുക്ക് x ആണ് കിട്ടുന്നത് അല്ലേ. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ദാറ്റ് ഈസ് x പ്ലസ് x പ്ലസ് x പ്ലസ് 1, ദാറ്റ് ഈസ് 4x പ്ലസ് 1 ഈസ് ഈക്വൽ ടു x എന്ന് കിട്ടി. ഇത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അതാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി എളുപ്പമാണ്. നമ്മൾ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു മേക്ക് യൂസ് ഓഫ് ഓപ്ഷൻസ്. നമ്മൾ എക്സ് വൈ ഒക്കെ ഇട്ടാണെങ്കിൽ വി നീഡ് ടു പുട്ട് ഇൻ സം വാല്യൂസ്. അപ്പോൾ ഈസി ആയിട്ട് എവിടെ നമുക്ക് വാല്യൂ എടുക്കാം, ഓപ്ഷനിൽ നിന്ന് എടുക്കാം. സോ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ 2 ഇട്ടാണ്. 2 ഇടുമ്പോൾ എന്താണ്, 4 × 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇവിടെ എക്സിന് ഞാൻ 2 ഇട്ട് കൊടുത്തു, ബട്ട് യു ഗോട്ട് 9. അപ്പോൾ അതല്ല, ഞാൻ അടുത്ത വാല്യൂ ഇട്ട് കൊടുക്കാൻ പോകുന്നത് 2 അല്ല, ഞാൻ 3 ഇട്ട് കൊടുക്കും. അപ്പം 4 × 3 4x + x 4x + 1 x ആണെന്ന് നോക്കുകയാണ്. 4 × 3 + 1 എത്രയാണ്, 12 + 1 13. യെസ്, ഇതങ്ങ് അടുത്ത ക്യാരി ഓവർ ചെയ്യും. ഈ x 3 ആണ് അല്ലേ. യു ഗെറ്റ് 13, ബട്ട് നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് മാത്രം മതി. യു പുട്ട് ഇൻ ദ വാല്യൂ ആസ് 3 ആൻഡ് യു ഗോട്ട് ദ വാല്യൂ ആസ് 3. യെസ്, ഇറ്റ് ഈസ് കറക്റ്റ്. 3 ആണ് അതിന്റെ വാല്യൂ. മുന്നോട്ട് പോകണ്ട, ഒരു ആൻസർ അല്ലേ കറക്റ്റ് ഉള്ളൂ. കൂടുതൽ മുന്നോട്ട് ചെയ്യണ്ട. ക്ലിയർ ആയോ? ഓക്കെ, ബാക്കി ആൾക്കാർ എനിക്ക് ഒരാൾ മാത്രമേ റിപ്ലൈ ചെയ്യുന്നുള്ളൂ. ബാക്കി ഐ എം അസ്യൂമിങ് ദാറ്റ് എവരിബഡി ഈസ് ഓക്കെ വിത്ത് ദിസ് മെത്തേഡ്സ്. ഓക്കെ, സി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണ്ടേ, നമ്മൾ ഇതുവരെ ഒരു ക്വസ്റ്റ്യനും ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല യൂസ് ചെയ്തിട്ടില്ല. എല്ലാം കോമൺ സെൻസ് വെച്ചാണ് ചെയ്യുന്നത്. UPSC കൂടിപ്പോയാൽ ഒരു 10% ഓഫ് ക്വസ്റ്റ്യൻ മാത്രമേ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ഫോർമുല ഇട്ട് ചെയ്യാൻ ചോദിക്കുള്ളൂ. അതർവൈസ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആർ ബേസ്ഡ് ഓൺ യുവർ കോമൺ സെൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11th ചെയ്തല്ലേ. ഓക്കെ, നെക്സ്റ്റ് 12th. ഓക്കെ, ഒന്ന് ചിന്തിക്കുക. ദിസ് ഈസ് ബേസ്ഡ് ഓൺ എ വെരി 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 കോമൺ പ്രിൻസിപ്പിൾ ഇൻ മാത്തമാറ്റിക്സ്. ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്. ഐ വിൽ ഗിവ് യു 30 seconds. If you have 2 straight sticks, നിങ്ങൾക്ക് 2 sticks ഉണ്ട് with length 7.5 feet and 3.25 feet എങ്കിൽ ആ രണ്ടും ഉപയോഗിച്ച് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം ലെങ്ത് എന്താണ് ചോദിച്ചേക്കുന്നത്? ഇവിടെ ഏത് കൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്?
മിനിമം ലെങ്ത് രണ്ട് നമ്പർ തന്നിട്ട് അതിന്റെ മിനിമം ഒരു കോമൺ ഫാക്ടർ ചോദിക്കാൻ നിങ്ങൾ LCM അല്ല HCF ആണ്. HCF ആണ്. HCF അത്രേ ഉള്ളൂ. അപ്പം HCF ഓഫ് എന്താണ്, യു നീഡ് ടു ഫൈൻഡ് ദ HCF ഓഫ് 7.25 ആൻഡ് 3.25. നിങ്ങൾ ഇതിലൂടെ ഇത് ഈസി ആക്കാൻ വേണ്ടി ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു 100 കൊണ്ട്. അപ്പം HCF ഓഫ് 725 ആൻഡ് 325 ഈസിയാണ്. 25 ആണ് അല്ലേ? 25 കണ്ടെത്താൻ അറിയാം, അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം. 725നെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യുമ്പം 5 ഓക്കെ 5 ക്യൂബ് ഇൻറ്റു 725 ആണ് 7.5 ആണ് സർ. ഓ സോറി 7.5 ആണ് അല്ലേ? ഓക്കെ താങ്ക് യു ഞാനൊന്ന് വെച്ചേക്കാം. ഓക്കെ 7.5 അപ്പം 7.5 അപ്പോൾ HCF ഓഫ് 750. ഓക്കെ, അപ്പം 750 ഫാക്ടറൈസ് ചെയ്താൽ 750 ഈസ് ഈക്വൽ ടു 5 into 10 to 5 cube into 2 into 3 കിട്ടും. And if you factorize 325 you will get 325 into 13. Okay, 5 square into 13 കിട്ടും. അപ്പോൾ ഇതിന്റെ കോമൺ ഫാക്ടർ എന്താണ്? 5 സ്ക്വയർ അല്ലേ? ഇത് കോമൺ ആയിട്ട് 5ന്റെ ടേംസ് ആണ് ഉള്ളത്. അപ്പം ഇതിൽ ലീസ്റ്റ് ഏതാണ്? 5 സ്ക്വയർ ഈസ് ഈക്വൽ 25. അപ്പം ഇതിന്റെ HCF 25 ആണ്. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ 100 കൊണ്ട്. അപ്പോൾ എന്താണ് 0.25. So that's the least or minimum length you can measure using this. Is it clear? Clear അല്ലേ? Yes sir. Okay, അടുത്തത്. Yes sir. Okay, അടുത്തത് ചെയ്യാം. അടുത്തത് ഒന്നുമില്ല, it's one of the simplest questions again. A simple mathematical operation in each of the number, ഒരു number sequence തന്നേക്കാണ്. 14, 18, 20, 24, 30, 32 അങ്ങനെ പോകും. ഇത് എന്തോ ഒരു കുഞ്ഞ് മാത്തമാറ്റിക്കൽ ഒരു എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്താൽ ദ റിസൾട്ട്സ് ഈസ് എ സീക്വൻസ് വിത്ത്, ഓക്കെ, ഒരു പ്രൈം നമ്പറിന്റെ സീക്വൻസ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്കിൽ അടുത്ത നമ്പർ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഒന്ന് ചിന്തിക്കുക, ഏത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആയിരിക്കും? ഒന്ന് ചിന്തിച്ചേ. എന്ത് ചെയ്യണം? നിങ്ങൾ ഒരാൾക്ക് മൈക്രോൺ എന്ന് പറയാൻ വേണമെങ്കിൽ സാർ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാല് 18 14 കൊണ്ട് മൈനസ് ചെയ്തപ്പോ നമുക്ക് 4 കിട്ടും. നെക്സ്റ്റ് 20 18 കൊടുക്കുമ്പോൾ 2 കിട്ടും. അപ്പൊ ആ ഒരു ഫ്ലോ ആണ് ഇവിടെ വരെ പോകുന്നത്. പിന്നെ നമുക്ക് ആ 6ന്റെ സീരീസ് ആ കിട്ടുന്നത്. അങ്ങനൊന്നുമില്ല. ഇവിടെ എന്താ, നമുക്ക് പ്രൈം നമ്പർ അല്ല വേണ്ടത്. അത്രയും മതി. അതായത് ഓരോ ഈച്ച് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഓരോ നമ്പറിലും എന്തോ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു എന്താണ് ഒരു പ്രൈം നമ്പർ കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് 14 അടുത്തുള്ള പ്രൈം നമ്പർ ഏതാണ്? ഏറ്റവും അടുത്തുള്ള 13 ആണ്. ദെൻ എന്താണ് 14 -1 ചെയ്തപ്പോഴാണ് കിട്ടിയത്. അതുപോലെ 18 അടുത്തുള്ള പ്രൈം നമ്പർ ഏതാണ്? ഇഫ് യു തിങ്ക് യു വിൽ ഗെറ്റ് 17 ആൻഡ് 19 രണ്ടും കിട്ടും. 17 19 കിട്ടും. ബട്ട് 17 അടുത്ത് ഇവിടെ -1 ആണ്. ഇവിടെ എല്ലാവരും കോമൺ ഓപ്പറേഷൻ. 20 അടുത്തുള്ള ഏതാണ്? 19, ഇവിടെ -1 ആണ്. സോ ദാറ്റ്സ് ദ സിമ്പിൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. ഓരോ നമ്പറിൽ നിന്ന് -1 കൊടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ പ്രൈം നമ്പേഴ്സ്. സോ ഇവരെന്താ ചെയ്തത്? പ്രൈം നമ്പർ എടുത്തിട്ട് അതിനൂടെ 1 ആഡ് ചെയ്തു. അപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ 32 കഴിഞ്ഞിട്ട് 32ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അടുത്ത പ്രൈം നമ്പർ ഏതായിരിക്കും? 31 ആയിരിക്കും. 31 കഴിഞ്ഞുള്ള അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 37. നമ്മളിവിടെ എല്ലാം -1 ചെയ്തു 37. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്തേക്കുന്നത്? ഒരു സീരീസ് എടുത്തിട്ട് -1 ചെയ്തപ്പോഴാണ് ഈ 37 കിട്ടിയത്. അപ്പൊ ആ സീരീസിലോട്ട് തിരിച്ചു പോകണമെങ്കിൽ എന്താ ചെയ്യണം? +1 ആഡ് ചെയ്യണം. അപ്പൊ 37 + 1 എത്രയാണ്? 38. ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? ഇപ്പം ഇതുവരെയുള്ള ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാം HCF മാത്രമേ നിങ്ങൾക്ക് HCF എന്നുള്ള ഒരു കാര്യം യൂസ് ചെയ്യേണ്ടി വന്നുള്ളൂ. ബാക്കി എല്ലാം കോമൺ സെൻസ് ആണ്. HCF നമ്മുടെ കോമൺ സെൻസിൽ വരേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ശരിക്കും HCF. ഇതും ക്ലിയർ ആണല്ലോ? ഓക്കെ, പ്രത്യേകം പറഞ്ഞിട്ട് ഒരു സിമ്പിൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, UPSC അങ്ങനെ ഒത്തിരി നിങ്ങളെ കറക്കുന്ന ക്വസ്റ്റ്യൻ, ഒരു 10% ക്വസ്റ്റ്യൻ ആണ് ഒരു ടഫ് ലെവൽ എന്ന് പറയുന്നത്. 80 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു കാര്യം 18 ടഫ് ആക്കത്തില്ല. ഒന്നാമത്തെ കാര്യം. ഇതിന്റെ 40 ടഫ് ആക്കിയാലും പ്രശ്നമില്ല. യു ഓൺലി നീഡ് 33% ടു പാസ് അല്ലേ? CSAT പേപ്പർ 2 അങ്ങനെ ആണല്ലോ. യു സെലക്ട് ദോസ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഈസ് ഓക്കെ ഫോർ യു. അത് ആദ്യം അങ്ങ് ചെയ്യാം. ഓക്കെ, ദെൻ യു ട്രൈ ടു ഡു ദ ഹാർഡ് ക്വസ്റ്റ്യൻസ്. ദാറ്റ്സ് ഇറ്റ്. അടുത്തത് ഒരു ഒന്ന് ഇമാജിൻ ചെയ്താൽ ഈസി ആയിട്ട് ചെയ്യാം. എന്താണ്? 1 page is torn from a booklet whose pages are numbered in the usual manner starting 1 2 3 അങ്ങനെ പേജുകളാണ്. ഒരു പേജിൽ 1 2 ആയിരിക്കും, അടുത്ത പേജിൽ 3 4 ആയിരിക്കും അല്ലേ? അങ്ങനെ പോകും.
അപ്പം ഒരു പേജ് അങ്ങ് കീറി കളഞ്ഞെന്ന് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളതിന്റെ എല്ലാം കൂടെ സമ്മ് 195 കിട്ടി എന്ന് പറഞ്ഞു. എങ്കിൽ ആ കീറി കളഞ്ഞ പേജിൽ 2 നമ്പർ കാണല്ലോ, അത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഒന്ന് ചിന്തിച്ചോളൂ. ഒന്ന് ചിന്തിക്കുക. എന്തെങ്കിലും ഒരു ഐഡിയ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ പറയാം. ഇത് നിങ്ങൾക്ക് ബ്ലണ്ടർ ഇവിടെ പറയാം, പ്രശ്നമൊന്നുമില്ല. വി ആർ ഓൾ സ്റ്റുഡൻസ് അല്ലേ, ബ്ലണ്ടർ ഒന്നും പറയുന്ന പ്രശ്നമില്ല. പറഞ്ഞു. ഇവിടെ ഇപ്പം നമ്മളെ ഈ സം ഓഫ് n നമ്പേഴ്സ് പോലെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താൽ കിട്ടുമോ? അതാണ് സമ്മേഷൻ, സം അപ് ടു m നമ്പർ. ആ ഫോർമുല മാത്രം യൂസ് ചെയ്താൽ മതി. സോ നമ്മൾ സമ്മേഷൻ എന്ന് പറയും, സമ്മേഷൻ സിഗ്മ n is equal to എന്താ പറയുന്നത്, n into n plus 1/2. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർമുല യൂസ് ചെയ്താലും ചെയ്ത് കാണിക്കാം. n into n plus 1/2 അതാണ് നമ്മുടെ ഫോർമുല. അപ്പം നമുക്കൊരു ഐഡിയ വേണം. ഓക്കെ, നമുക്ക് ഒരു കാര്യം അറിയാം. സം ഓഫ് ഫസ്റ്റ് 10 നമ്പേഴ്സ് എത്രയാണ്? ഫസ്റ്റ് 55. എല്ലാവർക്കും അറിയാവുന്ന ഒരു വാല്യൂ ആണ് അല്ലേ. സം ഓഫ് ഫസ്റ്റ് 10 നമ്പേഴ്സ് ഇതാണ്. അപ്പോൾ സം ഓഫ് 11 to 20 നമുക്കറിയാം. 11 മുതൽ 20 വരെയാണെങ്കിൽ ഈ 155 ആണ്. അതങ്ങനെ എനിക്ക് കിട്ടുന്നത്. ഇതിനകത്ത് 1 മുതൽ 10 വരെ ഉള്ളല്ലോ ആ 55, പിന്നെ എല്ലാത്തിനും കൂടെ ഓരോ 10 ആഡ് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ 100 ആഡ് ചെയ്ത് പോകും. അങ്ങനെയാണ് ഈ 155 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 155ഉം 55 കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ, ആഡ് ചെയ്ത് നോക്കിയേ. അതായത് 1 to 20, ഫസ്റ്റ് 20 നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ 1 to 10 നമ്പേഴ്സിന്റെ സം ആയ 55ഉം 11 to 20 നമ്പേഴ്സ് ആയ 151 ആഡ് ചെയ്യുമ്പോൾ 210 കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഒരു ക്ലൂ കിട്ടി. 195 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു പേജ് കീറി കളഞ്ഞപ്പോൾ 125. അപ്പം ആ കീറി കളഞ്ഞ ആ പേജിലെ അക്കങ്ങളുടെ സം എത്ര ആയിരിക്കും? 15 ആണ്. 210 minus 195, 15. 15 കിട്ടാനുള്ള അടുത്തടുത്തുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് വരേണ്ട ഓപ്ഷൻ നോക്കിയാൽ മതി. 7, 8. 7 plus 8 15 അല്ലേ. ഈസി. ഇൻ അനദർ വേ, ഇത് ഞാൻ കമ്പൈൻ ചെയ്താണ്. ആ ഐഡിയ എനിക്കുണ്ടായിരുന്നുണ്ട്. ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് ഐഡിയ, നിങ്ങളൊന്ന് ഈ ഇക്വേഷനിൽ 1-2 വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ എന്നിൽ 10 കൊടുത്താൽ 55 കിട്ടും. യു ഗിവ് 15, യു വിൽ ഗെറ്റ് അനദർ വാല്യൂ. സിഗ്മ 19 കൊടുക്കുമ്പം യു വിൽ ഗെറ്റ് ലൈക്ക് 19 into 20/2, 190. അപ്പോൾ സം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 90. നമുക്ക് അങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ സിഗ്മ 20 കൊടുത്താൽ 20 into 21/2, അത് 210 കിട്ടും. ആ 210 നിങ്ങൾ ഇറ്റ്സ് ഓൾ അബൌട്ട് അറൈവിങ് അറ്റ് ദ 210, അത്രേ ഉള്ളൂ. ദെൻ യു തിങ്ക് ഈസി ആയോ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ഞാൻ ഇത്തിരി സ്പീഡിൽ പോകും. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3 hour കൊണ്ട് തീർക്കണം ഇത്. ഓക്കെ, അതാണ് എൻ്റെ പ്ലാൻ. അടുത്തത് ഓക്കെ, ഒന്നുമില്ല. നിങ്ങൾ എങ്ങനെ ചെയ്യും? അതായത് ഒരു സീരീസ് തന്നേക്കാണ്. അതിനകത്ത് കുറച്ച് മിസ്സിങ്, ഒരു പ്രത്യേക രീതിയിൽ ABCD അറേഞ്ച് ചെയ്തിട്ട് ഇടയ്ക്ക് എന്തൊക്കെയോ മിസ്സിങ് ആണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. എന്തായിരിക്കും ഇങ്ങ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഒരേ ഒരു കാര്യം, ഈസിയസ്റ്റ് വേ. ഇതിനെ ഡിവൈഡ് ചെയ്തൂടെ? 1 2 3 4 5 ഇങ്ങനെ 1 2 3 4 5 അങ്ങനോ? ഫസ്റ്റത്തെ 5 numbers 1 part. ഓക്കെ ഡിവൈഡ് ചെയ്തു. ദെൻ ഹൗ ഡിഡ് യു അറൈവ് അറ്റ് 5, ദ നമ്പർ 5? എങ്ങനെ അറൈവ് ചെയ്തു? എങ്ങനെ 5 എന്നുള്ള നമ്പറിൽ അറൈവ് ചെയ്തു? അത് ലോജിക്കാണ്. അതാണ് ആദ്യം കണ്ടത്. നമ്മൾ എങ്ങനെ 5ൽ അറേഞ്ച് ചെയ്തു? ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഒന്നുമില്ല. ഇതൊരു സീരീസ് ആണ് അല്ലേ. ഒരു ലോജിക്കും ഇല്ലാതെ എന്തേലും എത്ര ABCD നമുക്ക് ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം അല്ലേ. ബട്ട് ദ ഈസിയസ്റ്റ് വേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ യു പുട്ട് ദ ഓപ്ഷൻസ് 1 by 1 ഇൻ ടു ദ ബ്ലാങ്ക്. വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഞാനാണെങ്കിൽ യൂഷ്വലി നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും പെൻസിലും കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാം. യു ക്യാൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് പെൻസിൽ, എന്നിട്ട് റബ്ബ് ചെയ്തിട്ട് പിന്നെ ചെയ്താൽ മതി. ഓക്കെ, സോ ഞാനായിരുന്നു ഇത്രയും ചെയ്യുള്ളൂ. AB dash B dash അവിടെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഓക്കെ, ഐ വിൽ പുട്ട് ഇറ്റ് ദേർ. അതാണ് എളുപ്പം. ഓക്കെ, ഓപ്ഷൻസ് ഞാൻ ആദ്യം എവിടെ ഇട്ട് കൊടുക്കാം. അപ്പം A B C D നോക്കുമ്പം AB BB CB AB ഇവിടെ വരെ ഒരു കണ്ടിന്യൂഷൻ കിട്ടി. ദെൻ ഇറ്റ്സ് ലൈക്ക് സോറി, എവിടെയാണ് AB ഇവിടെ ഒരു കണ്ടിന്യൂഷൻ കിട്ടി. ദെൻ BB CB CD പറഞ്ഞ പോവാണ്. ഒരു കണ്ടിന്യൂഷൻ അല്ല, ഒരു പാറ്റേൺ. ഐ കനോട്ട് ഐഡന്റിഫൈ എ പാറ്റേൺ. അപ്പോൾ എനിക്ക് മനസ്സിലായി A ആവാൻ ചാൻസ് ഇല്ല. ദെൻ ഐ പുട്ട് ദ അതർ സെക്കൻഡ് B എന്ന് പറയുന്ന ഓപ്ഷൻ ഇട്ട് കൊടുക്കാം. ബിയിൽ എന്താണ്? ABDE, ABDE
ഡി ഇ സെയിം ആണ്. രണ്ട് കേസിൽ എ ബി ആണ്. ഇവിടെ ബി ഇട്ട് കൊടുത്താലും ഒരു പാറ്റേൺ എനിക്ക് കിട്ടുന്നില്ല. എ ബി എ ബി എ ബി 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 സി ബി, ഒരു കണ്ടിന്യൂവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അല്ലേ, വല്ലാത്ത രീതി ഇപ്പോൾ ബി ഡി ഡി സി. പക്ഷെ ഇവിടെയൊക്കെ എനിക്ക് കാണുമ്പോൾ ഇവിടെ എ ബി കിട്ടുന്നുണ്ട്, എ ബി കിട്ടുന്നുണ്ട്, ഇവിടെ ബി സി കിട്ടുന്നുണ്ട്, ഇവിടെ സി ഡി കിട്ടുന്നുണ്ട്, സി ഡി കിട്ടുന്നുണ്ട്. പക്ഷെ ഇറ്റ് ഷുഡ് ബി സംതിങ് ലൈക്ക് എ ബി ബി സി ബി സി സി അല്ലേ, സി ഡി അങ്ങനെ പോകണം, അതായിരിക്കണം കിട്ടേണ്ടത്. സോ അതുമല്ല, ഞാനപ്പോൾ സി ഇട്ട് നോക്കുന്നു. സി എന്താണ്? എ സി സി ഇ, എ സി സി ഇ. അപ്പോൾ എനിക്ക് കിട്ടുന്നത് എ ബി എ ബി എ ബി സി ബി സി ബി സി ഡി സി ഡി സി ഡി ഒരു ഇത് കിട്ടി, ഇ ഡി ഇ ഡി. അപ്പം എ ബി എ ബി എ ബി, പിന്നെ എനിക്ക് കിട്ടി ബി സി ബി സി, പിന്നെ സി ഡി സി ഡി സി ഡി, പിന്നെ ഇ ഡി ഇ ഡി. അപ്പോൾ അടുത്തെന്തായിരിക്കും? അങ്ങനെ പോകും അല്ലേ, ഡി ഇ ഡി അല്ല ഓക്കെ. ആ ഒരു ഇതിൽ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയല്ലോ. ഇതേ ചെയ്യാൻ പറ്റും, വേറെ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ആൻസറിലോട്ട് എത്താൻ പറ്റത്തില്ല. സോ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഒരു പാറ്റേൺ ഫോം ചെയ്യാം. അപ്പോൾ ആൻസർ ഇസ് സി. വേറെ ഒരു മെത്തേഡും ഇല്ല. അതർവൈസ് യു ഷുഡ് ബി വെരി ഷാർപ്പ് ടു ഐഡന്റിഫൈ ദിസ്. ഓക്കെ ആണോ? സോറി, ഇതപ്പം നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ലാസ്റ്റ് എടുത്താൽ പോരെ, കാരണം ഇത് ഇട്ടിട്ട് കൊടുക്കേണ്ടി വരില്ലേ കുറെ. അതാണ് യെസ് ഞാൻ പറയാം നിങ്ങൾക്ക് അതാ ടൈം, നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് പോലെ ഇരിക്കും. നിങ്ങൾ ഇതൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഇത്തിരി ടൈം മാനേജ്മെന്റ് പോലെ ഇരിക്കും, ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, ബട്ട് ഇഫ് യു നോ ഇത് ഈ മെത്തേഡേ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ലാസ്റ്റിലാണെങ്കിലും ഇപ്പൊ ചെയ്താൽ ഒരുപോലെ അല്ലേ, അങ്ങനെ ചിന്തിക്കേ. ലാസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ചെയ്യാൻ പറ്റുള്ളൂ, ബട്ട് എനിവേ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഫ്ലോയിൽ ചെയ്ത് പോവാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത 15th 16th അല്ലേ? ഓക്കെ, 16th. See, the question is A3BC ഒരു 4 A3BC ആണെങ്കിലും DE2F ആണെങ്കിലും ഒരു 4 ഡിജിറ്റ് നമ്പർ ആണെന്ന് പറഞ്ഞത്. ദാറ്റ്സ് 1 2 3 4 പോലെ ഇവിടെ 1 3 2 4 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു നമ്പർ ആയിരിക്കും. ഇതല്ല, ജസ്റ്റ് റെപ്രസെന്റിങ് ദാറ്റ്, അങ്ങനെ ഒരു നമ്പറാണ്. ഓക്കെ, and with each letter A, B, C, D, E, F, each letter represents a different digit greater than 3. If the sum of the numbers is 15902, then what is the difference between the values of A and B? നിങ്ങൾക്കിപ്പം ഇതാണ് A3BC DE2F. ഇതിൻ്റെ സമ്മ് 15902 ആണെന്ന് തന്നിട്ടുണ്ട്. Then they told like ഓരോ A, B, C, D, E, F ഇത്രയുണ്ട്. ഇതിന്റെ വാല്യൂ എല്ലാം 3നേക്കാളും വലുതാണ്. സോ the values will be 4 5 6 7 8 9. ഇതായിരിക്കും വാല്യൂസ്. ഓക്കെ, 4 5 6 7 8 9. അതെ, 3നേക്കാളും വലുതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് റെപ്രസെന്റ് എല്ലാം ഡിഫറെന്റ്. അപ്പം ഓരോന്നും കറസ്പോണ്ട് ചെയ്യും. പക്ഷെ ഇത് തന്നെ ആണോന്നില്ല. ഇത് നിങ്ങളൊന്ന് മാച്ച് ദ ഫോളോയിങ് പോലെ ചെയ്താൽ മതി. സോ നിങ്ങൾ എങ്ങനെ ചെയ്യും? എനി സജഷൻസ്? എന്ത് ചെയ്യും? അവസാനത്തെ നമ്പർ കൂട്ടി 2 വരുന്ന പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. യെസ്, അത് വെരി ഗുഡ്. അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് C+F 2 വരണം. അപ്പൊ ഇതിലെ ഏതൊക്കെ രണ്ട് നമ്പർ ആഡ് ചെയ്ത് നമുക്ക് 2 കിട്ടും? ഒരു ഓപ്ഷൻ 7ഉം 5ഉം, അടുത്ത ഓപ്ഷൻ 8ഉം 4ഉം. ഓക്കെ, അപ്പൊ ഞാൻ 7ഉം 5ഉം CF ഇടുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നോട്ട് ക്യാരി ഓവർ ചെയ്ത് പോകുന്ന നോക്കാം. C+F 7ഉം 5 ഇട്ടു, യു ഗോട്ട് 2. യു ഗോട്ട് ദ ക്യാരി ഓവർ 1 വന്നു. 1 + B + 2 അല്ലെ, 1 + B + 2. ഇവിടെ 0 ആണ്, അതിനർത്ഥം ഇറ്റ് ഷുഡ് ബി 10. സോ B + 3 = 10, B = 7 എന്ന് കിട്ടി. അത് ശരിയാവത്തില്ല അല്ലേ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. യു ടുക്ക് 7 and 5, അപ്പം ബിക്ക് 7 കിട്ടി. സോ 7 5 അല്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 8 4 എന്നുള്ള വാല്യൂ എടുക്കുന്നു. ഓക്കെ, ഞാൻ ഇനിയും 8 4 ഇടാൻ പോകണം. അപ്പം നമുക്ക് ഉറപ്പിച്ചു, അതായത് സിയും എഫും 8ഉം 4ഉം അല്ലെങ്കിൽ 4ഉം 8ഉം ആവും. അപ്പം ഞാൻ അവിടെ 8ഉം 4ഉം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സെയിം 1 + B + 2 = 10, B = 7. സോ ബി ഏകദേശം 7 ആണെന്ന് കിട്ടി. ഓക്കെ, B 7 ആണെന്ന് കിട്ടി. ദെൻ ഇവിടെ ഒരു ക്യാരി ഓവർ ഉണ്ട്. അവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത്? 1 + 3 + E = 9 എന്ന് കിട്ടി. അപ്പം E = 9 - 4 5. യെസ്, E 5 ആണെന്ന് കിട്ടി. നമുക്ക് എന്തോ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂസ് ഓഫ് A ആൻഡ് D ആണ്. സോ A ക്യാൻ ബി 6,
ഡി ക്യാൻ ബി 9 ഓർ 6 9 വരാം, അല്ലെങ്കിൽ 9 6 വരാം. എന്തായിക്കോട്ടെ, എന്ത് പറഞ്ഞേക്കുന്നത്, ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂസ് ചോദിച്ചേക്കുന്നത്. സോ 9 - 6 എന്താണ്, ഓർ 6 - 9 മോഡുലസ് ഇട്ടാൽ മതി അല്ലേ. ഡിഫറൻസ് ചോദിച്ചേക്കുന്നത് എത്രയാണ്, 3. സിമ്പിൾ. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ആദ്യം ഈ ഐഡിയയിലോട്ട് എത്തുന്നതിലാണ് ഒരു ട്രിക്ക്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ, ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. ഓക്കെ, ശരി. കാരണം നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിലേ മുന്നോട്ട് പോയി കാര്യമുള്ളൂ. ഓക്കെ, അടുത്ത് നോക്കാം. ഓക്കെ, അടുത്തത് ഇറ്റ്സ് ലൈക്ക് ഇത് നിങ്ങളുടെ ഒരു എന്താ പറയുന്നത്, ഇറ്റ്സ് നോട്ട് അബൌട്ട് മാത്സ്. നിങ്ങളുടെ ഒരു ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിലെ ഡാറ്റ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. നിങ്ങളത് ചിന്തിച്ചിട്ട് ആൻസറിലോട്ട് പോവാം. എൻ്റെ ക്ലൂ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കി, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ വായിക്കുക. എന്നിട്ട് അതുമായിട്ട് ഈ 2 തന്നിരിക്കുന്ന S1 S2 സ്റ്റേറ്റ്മെന്റ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് S1 S2 ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഇതിന് ഡാറ്റ സഫിഷ്യൻസി എന്നാണ് പറയുന്നത്. അപ്പം ഇതൊരു ലോജിക്കൽ തിങ്കിങ് ആണ്. നിങ്ങൾ ആദ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കല്ല. Then I will do. Read the question first, then the statements. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ആദ്യം ചോദിക്കുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ 100 ഫിഗേഴ്സിൽ കൂടുതലുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഗ്രേറ്റർ ദാൻ 100 ഫിഗേഴ്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ദ ആൻസർ ക്യാൻ ബി യെസ്, നോ ഓർ വി ക്യാനോട്ട് ഡിറ്റർമൈൻ. ഈ 3 ആൻസറും വരാം. അപ്പം നമ്മൾ നോക്കേണ്ടത് S1 സ്റ്റേറ്റ്മെന്റ് എടുത്തു. എന്താ പറയുന്നത്, there are not more than 2 figures on any page of 51 page notebook. There are not more than 2 figures. അപ്പം ഒന്നിൽ 0 വരാം, അല്ലെങ്കിൽ 1 വരാം, 2 വരാം. ഈ 3 വാല്യൂസ് ആണ് നമുക്ക് S1 നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം മിനിമം വാല്യൂ എത്ര ആയിരിക്കും, 0 ആയിരിക്കും മിനിമം വാല്യൂ. മാക്സിമം വാല്യൂ എത്ര ആയിരിക്കും, 51 × 102 ആണ്. അപ്പം there are more than 100 figures in that book. നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നീ 0 ആവാം, അല്ലെങ്കിൽ 51 ആവാം. 0 മുതൽ 102 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആവും. വി കനോട്ട് ഡെഫിനറ്റ്ലി സേ ആൻ ആൻസർ അല്ലേ, S1 യൂസ് ചെയ്ത്. Now think of S2. Take S2. There is at least 1 figure on every page. ആ ഒരു ഫിഗറിലാണെങ്കിൽ ഒന്നീ 1 അല്ലെ 2, ഈ 2 വാല്യൂ കിട്ടും. അപ്പോഴും എന്താണ്, മിനിമം ഫിഗർ വാല്യൂ എത്ര ആയിരിക്കും, 51. മാക്സിമം എത്ര ആയിരിക്കും, 102. അപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല there are more than 100 ഫിഗേഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. അപ്പം ഓപ്ഷൻസ് നോക്കാം. ഇവിടെ പറഞ്ഞത് ബോത്ത് S1, ഫസ്റ്റ് ഓപ്ഷൻ, ബോത്ത് S1 and S2 ആർ സഫിഷ്യന്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. അല്ല, ഈ 2 സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് എടുത്താൽ നമുക്ക് ഒരു കാര്യമില്ല അല്ലേ. ബട്ട് നെയ്തർ S1, ഓക്കെ, എലോൺ എടുത്താൽ ഒരു കാര്യമില്ല, രണ്ടും കൂടെ ഒരുമിച്ച് എടുത്താലും യു വോണ്ട് ഗെറ്റ് എ ഡെഫിനറ്റ് ആൻസർ. സോ എ അല്ല. ബി എന്ന് പറഞ്ഞാൽ S1 എലോൺ ഈസ് സഫിഷ്യന്റ്. ഒരിക്കലും അല്ല, S1 എലോൺ എടുത്തിട്ട് നമുക്ക് ആൻസർ കിട്ടിയില്ല. ഒന്നീ 0 മുതൽ 102 വരെ ഏതൊരു നമ്പർ വേണമെങ്കിൽ വരും. അല്ല, S1 and S2 together are not sufficient to answer the question. അതെ, ഈ 2 എണ്ണം കൂടെ ഒരുമിച്ച് എടുത്താലും ഈക്വലായിട്ട് ഓരോന്ന് എടുത്താലും നമുക്ക് ആൻസറോട്ട് കിട്ടത്തില്ല. സോ സി ആണ്. ഡി കൂടെ വായിക്കാം. S2 alone is sufficient അല്ല, S2 alone sufficient അല്ല. we will get an answer between 51 and 102. സോ ഒരു ഡെഫിനറ്റ് ആൻസർ കിട്ടണം. ഓക്കെ, ഡാറ്റ സഫിഷ്യന്റ് അല്ല നമുക്ക് കിട്ടാനുള്ളത്. സോ ആൻസർ ഈസ് സി. S1 and S2 together are not sufficient to answer the question. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ചിന്തിക്കണമെന്ന്. നമുക്കൊരു 3-4 കൂടെ ചെയ്യും ഈ ടൈപ്പ്. ഈ തവണ നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണും. ഐഡിയ കിട്ടുക എങ്ങനെ ചിന്തിക്കണമെന്ന്. Okay, S1 S2 will be S1 and S2 separately will be a set of numbers. ആ ഫുൾ സെറ്റ് നിങ്ങൾ ഇങ്ങനെ മിനിമം മുതൽ മാക്സിമം വരെ കൺസിഡർ ചെയ്യാം. എന്നിട്ട് ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. കാരണം ചിന്തിക്കാൻ തന്നെ കുറച്ച് സമയം പോകും. അപ്പോൾ ക്വസ്റ്റ്യൻ ടഫ് ആകത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാർ ഇവിടെ ഇപ്പം ലാംഗ്വേജ് മോർ ദാൻ 2 എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നമ്മൾ നോട്ട് മോർ ദാൻ 2 എന്ന് പറഞ്ഞത് 2-ൽ നിന്നു നമ്മള്. പക്ഷെ അത് എക്സാക്ട് എന്താ 2-ൽ കുറവാണെന്ന് തന്നെ പറഞ്ഞിട്ട് നമ്മൾ 2 കൺസിഡർ ചെയ്യണോ? ഇപ്പൊ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാണെങ്കിൽ 2 കൺസിഡർ ചെയ്യണ്ട. നോട്ട് മോർ ദാൻ 2 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ 0-ഉം 1-ഉം മാത്രം. 0-ഉം 1-ഉം മാത്രം. 0-1 ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ. നോട്ട് മോർ ദാൻ 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് 2. ഓക്കെ സർ, ശരി. അടുത്ത് നോക്കാം. അടുത്തത് ഇതിനൊരു ചെറിയ ടെക്നിക്ക് അറിയണം. വെയ്റ്റഡ് ആവറേജ്
വെയ്റ്റഡ് ആവറേജ് എന്ന് പറഞ്ഞ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ഫോർമുല അല്ലെങ്കിൽ ആ മെത്തേഡ് അറിയാമെങ്കിൽ മാത്രം വെയ്റ്റഡ് ആവറേജ് എന്ന് പറയും, അല്ലെങ്കിൽ അലിഗേഷൻ എന്ന് പറയും. ഇത് അറിയാമെങ്കിൽ മാത്രം നമുക്കത് ചെയ്യാൻ പറ്റുള്ള ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞു ഇതൊരു ക്വസ്റ്റ്യൻ സോൾവിങ് ആണ്, നിങ്ങളെ തിയറി ഞാൻ പഠിപ്പിക്കുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിക്കുക എന്നിട്ട് പറയുക. അലിഗേഷനിലെ വെയ്റ്റഡ് ആവറേജ് ആണ് നമ്മൾ ഇതിൻ്റെ പോർഷൻ. ശരിക്കും ആ പോർഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞുതരാം. ഒരു ക്ലാസ്സിൽ കുറേ ഗേൾസും കുറേ ബോയ്സും ഉണ്ട്. അവരുടെ ഇംഗ്ലീഷിലെ ഓരോരുത്തരുടെ ഗേൾസിൻ്റെ ആവറേജ് മാർക്ക് 9 ആണ്, ബോയ്സിൻ്റെ ആവറേജ് മാർക്ക് 8 ആണ്, ഓവറോൾ ആവറേജ് മാർക്ക് 8.8 ആണ്. അതുപോലെ ഹിന്ദിയുടെ ആവറേജ് മാർക്സ് ഗേൾസിൻ്റെ 8 ആണ്, ബോയ്സിൻ്റെ 7 ആണ്. എങ്കിൽ എക്സിൻ്റെ വാല്യൂ, അതായത് ഇവരുടെ ഓവറോൾ ആവറേജ് ഇൻ ഹിന്ദിയാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ചെയ്യും, അല്ലെ എന്തായിരിക്കും നിങ്ങളുടെ ഒരു ഐഡിയ ഒന്ന് ഡിസ്കസ് ചെയ്യും. ചുമ്മാ നിങ്ങൾ പറഞ്ഞോളൂ. ഇനി ഐഡിയ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ അതിൽ? വെയ്റ്റഡ് ആവറേജ് എന്നൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്, അത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മേ ബി യു ഡോണ്ട് നോ ദാറ്റ്. അത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് പറയാം, ഒരു സിമ്പിൾ ഒരു ക്ലൂ തരാം. ഗേൾസിൻ്റെ ആവറേജ് 9 ആണ്, ബോയ്സിൻ്റെ ആവറേജ് 8 ആണ്, ഓവറോൾ ആവറേജ് 8.8 ആണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, ഗേൾസിൻ്റെ നമ്പർ ബോയ്സിനേക്കാളും കൂടുതലാണ്. ക്ലിയർ ആണോ ആ ഒരു കാര്യം? ഗേൾസിൻ്റെ നമ്പർ ബോയ്സിനേക്കാളും എപ്പോഴും കൂടുതലായിരിക്കും. ക്ലിയർ ആണോ? ഗേൾസിൻ്റെ ആവറേജ് 9. ഓക്കെ, ആ ഒരു ഐഡിയ മാത്രം മതി നമുക്ക്. എന്നാൽ ഈ ഇതൊന്ന് അലിഗേഷൻ പറഞ്ഞാൽ, ഈ അലിഗേഷൻ നമുക്ക് 2 ക്വാണ്ടിറ്റി തരാമെന്ന് നോക്കാം. ഇവിടെ 2 ക്വാണ്ടിറ്റി പറഞ്ഞിരിക്കുന്നത് ഗേൾസിൻ്റെ നമ്പറും, അല്ല ഗേൾസിൻ്റെ ആവറേജ് മാർക്സും ബോയ്സിൻ്റെ ആവറേജ് മാർക്കുമാണ്. അപ്പം 1 9 1 8 ആണ്. അപ്പം ഈ അലിഗേഷനോട് പറയുന്നത് അതിൻ്റെ ആവറേജ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ മിഡ് പോയിന്റിൽ എഴുതുക. എന്നിട്ട് ഇതിൻ്റെ നമ്പർ ക്വാണ്ടിറ്റി ആ റേഷ്യോ കാണുന്നതിന് നിങ്ങൾ ഇതിന് ഡയഗണലായിട്ട് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഗേൾസിൻ്റെ നമ്പർ 9 8.8 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0.2. 8 8.8 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾ അതിൻ്റെ മോഡുലസ് എടുത്താൽ മതി, വാല്യൂ മതി നമുക്ക്. വി ഓൾറെഡി നീഡ് ദ വാല്യൂ, യു ഗെറ്റ് 0.8. അതിന് റൗണ്ട് ഫിഗർ ആക്കുവാണെങ്കിൽ 8 2 എന്ന് കിട്ടും, ഓർ 4:1. ഒരു ക്വാണ്ടിറ്റിയുടെ ആവറേജ് തന്നിട്ടുണ്ട് എങ്കിൽ, ആവറേജ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഈച്ച് അവരുടെ ഓരോ നമ്പറും തന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ നമ്പർ എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള അലിഗേഷൻ റൂളാണ് ഇത്. മാക്സിമം വാല്യൂ എഴുതുക, മിനിമം വാല്യൂ ആയിരിക്കും, നടുക്ക ആവറേജ് ആയിരിക്കും, അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് ഇങ്ങനെ ഇടുക. അതിനെ നിങ്ങളൊരു ഫ്രാക്ഷനിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ 4/1 4:1 ആയിരിക്കും അതിൻ്റെ നമ്പർ. സോ നമ്പർ ഓഫ് ഗേൾസ് ടു ബോയ്സ് ഈസ് ഈക്വൽ ടു 4/1. അപ്പം ഇത് നമുക്ക് ഈസി ആക്കാം, കാര്യങ്ങൾ ഈസി ആക്കാം. ഓക്കെ, കാര്യങ്ങൾ ഈസി ആക്കാം. ജസ്റ്റ് അസ്യൂം ആ ക്ലാസ്സിൽ 4 ഗേൾസും 1 ബോയും ഉള്ളൂ എന്നാണ് അസ്യൂം ചെയ്യുക. സിമ്പിളായി നമുക്ക് എന്താ വേണ്ടത്? ഹിന്ദിയുടെ ആവറേജ് മാർക്കാണ് വേണ്ടത് അല്ലേ, ഹിന്ദിയുടെ ആവറേജ് മാർക്കാണ് വേണ്ടത്. അപ്പം 4 ഗേൾസും 1 ബോയും ഉണ്ടെങ്കിൽ നമുക്ക് ഹിന്ദിയുടെ ആവറേജ് മാർക്ക് എങ്ങനെ എടുക്കാം? 8 × 4 + 7 × 1/4 + 1 അല്ലേ, സിമ്പിൾ അല്ലേ. അപ്പോൾ എത്രയാണ്? 32 + 7/5, ദാറ്റ് ഈസ് 39/5. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 7.8. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഇത്രയേ ഉള്ളൂ ആ അലിഗേഷൻ റൂള്. നിങ്ങൾ അറിയാത്തവർ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഹൗ ടു സോൾവ് അലിഗേഷൻ സോൾവ്. ഇത് തന്നെ, ഈ ഒരു മെത്തേഡേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണ്? ആ മെത്തേഡ് ക്ലിയർ ആണെങ്കിൽ ബാക്കി എളുപ്പമാണ്. നിങ്ങൾ നേരത്തെ ചെയ്തിട്ടില്ല അലിഗേഷൻ? എവിടെയെങ്കിലും ഒക്കെ പഠിച്ചു കാണുമല്ലോ. സർ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരും. നമ്മൾ ആദ്യം റേഷ്യോ കണ്ടിട്ട് ആ റേഷ്യോ ശരിക്കും നമ്പർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ട് ഏത് വാല്യൂ ആണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി അല്ലേ? ഏതായാലും മതി, മിനിമം വാല്യൂ എടുക്കുക. ആ റേഷ്യോ മിനിമം ആക്കുക, അതാണ് ഏറ്റവും നല്ലത്. റേഷ്യോ മിനിമം ആക്കിയാൽ കാൽക്കുലേഷൻ എളുപ്പമാവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ സർ, ശരി. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 10% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കുറച്ച് റൂൾസ് അപ്ലൈ ചെയ്യേണ്ടി വരും. ബാക്കിയെല്ലാം ഇതൊക്കെ പോലെ നമുക്ക് കോമൺ സെൻസ് യൂസ് ചെയ്യാം. ഇത് അറിയത്തില്ല, ഇഫ് യു ഡോണ്ട് നോ അലിഗേഷൻ, ലീവ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ അതാ പറയുന്നത്. But if there are some questions that you need to use your common sense, do that question. That's it. ഞാൻ പറഞ്ഞില്ലേ, 80 ക്വസ്റ്റ്യൻ നിങ്ങളുടെ CSAT 80 ക്വസ്റ്റ്യൻ നിങ്ങളൊരു 50 എണ്ണം എയിം ചെയ്താൽ മതി, അതിക്കുള്ളൊന്നും വേണ്ട. 50 എണ്ണം ചെയ്ത് നിങ്ങളുടെ 10 എണ്ണം തെറ്റി 40 എണ്ണം ശരിയാ, സ്റ്റിൽ യു ആർ ഇൻ അല്ലേ. വലിയ പ്രശ്നമൊന്നുമില്ല ഇത്. ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് വെരി ടഫ്, എയിം ഫോർ 40 ക്വസ്റ്റ്യൻസ്, സിമ്പിൾ, സ്റ്റിൽ യു വിൽ പാസ്. ആ 40 എണ്ണം എടുക്കുന്നത് ഉറപ്പായിരിക്കണം, നിങ്ങൾ ചെയ്യുന്ന ആൻസർ കിട്ടുന്ന ഉറപ്പായിരിക്കണം. അത്രേ ഉള്ളൂ. നിങ്ങൾ ഏത് ഏരിയ ആണ് സ്ട്രോങ് അത് കൂടുതൽ ചെയ്യുക, അത്രേ ഉള്ളൂ. അടുത്തത് 19.
ഇത് ബ്ലഡ് റിലേഷൻസ് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്ന് വായിച്ചോളൂ. ഇത്തിരി ടഫാണ്, ഇത്തിരി ടൈം കൺസ്യൂമിങ് ആണ്. ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ വായിച്ച് സ്വയം മനസ്സിലാക്കൂ, എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഞാൻ പറയാം. അതായത് ഒരു ഫാമിലിയുടെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ ഫാമിലി ഹാസ് 2 ജനറേഷൻസ്. 2 ജനറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് മെയിൻ പോയിന്റ് ഒക്കെ എഴുതുക. 2 ജനറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. കൺസിസ്റ്റിംഗ് ഓഫ് 6 മെമ്പേഴ്സ്. 6 മെമ്പേഴ്സ് ഉണ്ട്. ചുമ്മാ ഒന്ന് എഴുതിയിടാം, പെട്ടെന്ന് ഓർത്തിരിക്കാൻ. 6 മെമ്പേഴ്സ് ആണ് PQRSTU അത് പറഞ്ഞു. ആൻഡ് ഹാസ് 3 മെയിൽസ് ആൻഡ് 3 ഫീമെയിൽസ്. അപ്പോൾ നമുക്ക് മെയിൽസിനെ 3 മെയിൽസിനെ ഞാൻ എപ്പോഴും മുകളിലൊരു വര കൊടുത്ത് റെപ്രസെൻറ്റ് ചെയ്യും. ആ 3 ഫീമെയിൽസിനെ ഞാൻ ഒരു വട്ടം കൊടുത്ത് റെപ്രസെൻറ്റ് ചെയ്യും. മെയിൽ ഫീമെയിലുള്ള റെപ്രസെൻറ്റേഷൻ ആണ് എളുപ്പം. P മെയിൽ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുക്കും, Q ഫീമെയിൽ ആണെങ്കിൽ ഇതാ ഇങ്ങനെ കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ആവശ്യമില്ല, നമുക്ക് അറിയത്തില്ല P Q എന്താണെന്നൊന്നും അറിയില്ല. മുന്നോട്ട് പോകുന്നു. There are 2 married couples and 2 unmarried siblings. അപ്പം കപ്പിൾസ്, മാരീഡ് കപ്പിൾസ്, സപ്പോസ് A and B ആർ മാരീഡ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുക്കും. അതിൽ A മെയിലും B ഫീമെയിൽ ആയിരിക്കും. ഇഫ് യു ഡോണ്ട് നോ വിച്ച് വൺ ഈസ് മെയിൽ ആൻഡ് ഫീമെയിൽ, ഐ വിൽ റെപ്രസെൻറ്റ് ലൈക്ക് AB. ഞാൻ മോളിൽ വരയും കൊടുത്തിട്ടില്ല, ഒരു വട്ടവും ഒന്നും ചുറ്റും കൊടുത്തിട്ടില്ല. ബട്ട് ഐ ജസ്റ്റ് നോ ദറ്റ് A and B ആർ മാരീഡ്. നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഫോർ ദ സേക്ക് ഓഫ് റെപ്രസെൻറ്റേഷൻ. അപ്പം യു ഹാവ് 2 മാരീഡ് കപ്പിൾസ്, അത്രയും കിട്ടി. ആൻഡ് 2 അൺമാരീഡ് സിബ്ലിങ്സ്. 2 മാരീഡ് കപ്പിൾസ് വരുമ്പോൾ തന്നെ 4 പേരായി. പിന്നെ 2 അൺമാരീഡ് സിബ്ലിങ്സ്. അപ്പം ഒരു സെക്കൻഡ്, ആ സിബ്ലിങ്സ് എങ്ങനെയായാലും സെക്കൻഡ് ജനറേഷൻ ആയിരിക്കും അല്ലേ. 2 ജനറേഷനാണെന്ന് പറഞ്ഞു. ഒരു ജനറേഷൻ, അതിൻ്റെ താഴോട്ട് ജനറേഷൻ. ഇവിടെ ആരൊക്കെ മാരി ചെയ്തു, ഇവിടെ വേറെ 2 പേര് കിട്ടി. ആ ഒരു രീതിയിൽ അങ്ങനെ ഇമാജിൻ ചെയ്യാം. ദിസ് നീഡ് സം കൈൻഡ് ഓഫ് ഇമാജിനേഷൻ. ഓക്കെ, ബാക്കി ഇവരെന്താ പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ ക്ലൂ. ഫസ്റ്റ് ക്ലൂ ഈസ് യു ഈസ് പീസ് ഡോട്ടർ. അപ്പം പിയുടെ ഡോട്ടറാണ് യു എന്ന് നമുക്കത് കിട്ടി. പിക്കൊരു ഡോട്ടർ ഉണ്ട്, യു ഡോട്ടറാണ്. സോ ഇറ്റ്സ് എ ഫീമെയിൽ അല്ലേ. അടുത്ത പറഞ്ഞിരിക്കുന്നതാണ് ക്യു ഈസ് ആർസ് മദർ ഇൻ ലോ. ആറിൻ്റെ മദർ ഇൻ ലോ. സോ ആറുണ്ട്, ആറ് മെയിലാണോ ഫീമെയിലാണോ നമുക്ക് അറിയത്തില്ല. ആറിന് ഒരു ഹസ്ബൻഡോ വൈഫോ ഉണ്ടല്ലേ, ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് കാണും. അവർക്കൊരു മദർ ഉണ്ട്, അതാണ് ക്യൂ അല്ലേ. അത് മദർ ഇൻ ലോ ആയതുകൊണ്ട് ഇത് ഫീമെയിലാണ്. അപ്പം നമുക്ക് ഇവിടെ ഇപ്പം തന്ന ഓപ്ഷനിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് ഇതുവരെ തന്നതിൽ? പിയുടെ ഡോട്ടറാണ് യു, നമുക്കത് പറയാം. മെയിൽ ഫീമെയിൽ നമ്മുടെ മാർക്ക് ചെയ്ത് പോകണം. ക്യൂ ആണെങ്കിൽ എന്താണ്? ക്യൂ ഒരു ഫീമെയിലാണ്. ആറ് നമുക്കിപ്പോഴും എന്താണെന്ന് അറിയത്തില്ല. ബാക്കി PRST എന്താ നമുക്ക് ഇതുവരെ അറിയത്തില്ല. T ഈസ് ആൻ അൺമാരീഡ് മെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ T അൺമാരീഡ് മെയിലാണ്. S ഈസ് ഓൾസോ എ മെയിൽ. എസും ഒരു മെയിലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള ഏതൊക്കെയാണ്? Pയും Rഉമാണ് നമുക്ക് കിട്ടാനുള്ളത്. അപ്പോൾ നമുക്ക് ഇത്ര നിങ്ങളുടെ തലേ വേണം. ഓക്കെ, ഈ ഒരു ഇങ്ങനത്തെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങളെ ചെക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ തലയിൽ ഒരേ സമയം പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്? R ഓൾറെഡി മാരീഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. R ഓൾറെഡി മാരീഡ് ആണ്. ആറിൻ്റെ മദറിലോ ആണ് ക്യൂ. സോ R ഓൾറെഡി മാരീഡ് ആണ്. അത് സെക്കൻഡ് ജനറേഷൻ ആണ്. അപ്പോൾ ഞാൻ ഇത്രയൂടെ ഒന്ന് അലൈൻ ചെയ്ത് എഴുതാം. ഇത് നിങ്ങളുടെ മനസ്സിൽ വേണം. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതൊന്നും കൂടെ ഒന്ന് അലൈൻ ചെയ്ത് എഴുതുമ്പം സംഭവിക്കാൻ പോകുന്ന നോക്കാം. 2 ജനറേഷൻ ഞാൻ അലൈൻ ചെയ്ത് എഴുതാണ്. P ഐ ഹാവ്, Pൻ്റെ ഡോട്ടർ യു ഉണ്ട്. Q ഐ ഹാവ്, ഇത് ഫസ്റ്റ് ജനറേഷൻ. 2 ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ, ഇത് സെക്കൻഡ് ജനറേഷൻ. ക്യൂവിന് ഒരു സണ്ണോ ഡോക്ടറോ ആരോ ഉണ്ട് അല്ലേ, ആരോ ഉണ്ട്. ദാറ്റ് ഈസ് മാരീഡ് ടു R. അപ്പോൾ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 2 മാരീഡ് കപ്പിൾസ്. അപ്പം ഈ കേസിൽ 2 മാരീഡ് കപ്പിൾസ് ആരൊക്കെയായിരിക്കും? വേറെ ഒരെണ്ണം ആറിൻ്റെ ഹസ്ബൻഡോ വൈഫ് ആയിരിക്കും. ദെൻ അതർ മാരീഡ് കപ്പിൾസ് ആരൊക്കെയായിരിക്കും? ആരായിരിക്കും? P-യും Q-വും. അതെ, P-യും Q. അപ്പം ഈ കേസിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, Q ഫീമെയിൽ ആണ്. മെയിൽ ഫീമെയിൽ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നോർമൽ മാരേജ് ആണ് പറയുന്നത്. സോ P-യും Q-വും ഹസ്ബൻഡും വൈഫാണെങ്കിൽ Q ഓൾറെഡി ഫീമെയിൽ ആണ്. P ഷുഡ് ബി മെയിൽ. P മെയിൽ ആണ്. ഇൻ ദാറ്റ് കേസ് ഓൾറെഡി പറഞ്ഞു 3 മെയിലും 3 ഫീമെയിലും ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 3 മെയിൽസ് 3 ഫീമെയിൽ. ഓൾറെഡി നമുക്ക് PST അല്ലേ, PST മെയിൽ എന്ന് കിട്ടി. സോ R മസ്റ്റ് ബി ഫീമെയിൽ. R മസ്റ്റ് ബി ഫീമെയിൽ. അപ്പോൾ നമുക്ക് 3 ഫീമെയിലും 3 എന്ത് കിട്ടി?
മെയിലും കിട്ടി. സോ 6 ഫീമെയിലാണ്. സോ 6 ആരെയായിരിക്കും മാരി ചെയ്യുന്നത്? ഇവിടെ ടി അൺമാരീഡ് മെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ടി ഈസ് ആൻ അൺമാരീഡ് മെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എസ് എന്തായിരിക്കും? മെയിലായിരിക്കും. എസ്. അപ്പോൾ ക്യൂവിൻ്റെ സൺ ആണ് എസ്, എസിൻ്റെ വൈഫാണ് ആർ. പിന്നെ ടി ആണ് ആഡ് ചെയ്യേണ്ടത്. ടി സിബ്ലിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടി ഇതിൽ ഏതെങ്കിലും ഒരു കേസിൽ ഇവരുടെ ആരുടെ ഒന്നീ എസിൻ്റെ സിബ്ലിംഗ് ആവാം അല്ലേ, ഒന്നീ എസിൻ്റെ സിബ്ലിംഗ് ആവാം ടി, അല്ലെങ്കിൽ ഇതൊരു ജനറേഷൻ ആണല്ലോ. പിയുടെയും ക്യൂയുടെയും മക്കളാണ് യു എസും, അപ്പം ഒരാളും കൂടെ വരും, അത് ടി ആണ്. സോ ഇതാണ് ആ ഫാമിലി ട്രീ. പി ക്യു ഒരു അച്ഛനും അമ്മയും, അവർക്ക് 3 മക്കളുണ്ട്, ടി യു എസ്, അതിൽ എസ് മാരി ചെയ്തിരിക്കുന്നതാണ് ആർ. ഇത് അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ് നമ്മൾ ഓപ്ഷൻ നോക്കിയാൽ മതി. ആർ ഈസ് യു ഹസ്ബൻഡ് അല്ല, യു അൺമാരീഡ് ആണ്, അപ്പോൾ അതല്ല. ആർ ഈസ് എസ് വൈഫ്, യെസ് ശരിയാണ്, ആർ ഈസ് എസ് വൈഫ്, ആർ ഫീമെയിൽ ആണ്, എസിൻ്റെ വൈഫാണ്, യെസ്, ബി ആണ് കറക്റ്റ്. ഇങ്ങനെ ഇത് ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങൾ ബ്ലഡ് റിലേഷൻസ് ചെയ്യാൻ ഓക്കെ ആയിരിക്കണം. ഒന്ന്, അത് ബ്ലഡ് റിലേഷൻ ഈസി ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. 2, ഇത്രയും ഫാക്ടേഴ്സ് ഇതിന് ഇറ്റ് വിൽ ടേക്ക് ലൈക്ക് 2.5 മിനിറ്റ്സ്. ഇത് എങ്ങനെയാലും അത്ര എടുക്കും. 2, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് പ്രോസസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഈ 2 ഇത്തിരി ടഫ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണോ അത് സോൾവ് ചെയ്യുന്നത്? ഓക്കെ അല്ലേ? എങ്ങനെ ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടിയല്ലോ. ബ്ലഡ് റിലേഷൻസ് നിങ്ങൾ ചെയ്തിട്ടില്ലേ? നോർമൽ ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻസ് ഇല്ലേ? ഓക്കെ, നിങ്ങൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമതൊന്നും കൂടെ പ്രാക്ടീസ് ചെയ്യുക. നെറ്റിൽ സെർച്ച് ചെയ്ത് ബ്ലഡ് റിലേഷൻസ് സെർച്ച് ചെയ്താൽ നിങ്ങളുടെ എന്തെങ്കിലും ബുക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിപ്പിച്ച നോട്ട് ഉണ്ടെങ്കിൽ ബ്ലഡ് റിലേഷൻസ് ഒരു ചാപ്റ്റർ ഉണ്ട്. യു ക്യാൻ എക്സ്പെക്ട് 1 or 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, എല്ലാ ആപ്റ്റിറ്റ്യൂഡ് എക്സാംസും ചോദിക്കുന്നതാണ് ബ്ലഡ് റിലേഷൻസ്. യു ഡു ഒരു പസിലായിട്ട് ചെയ്താൽ മതി. ഒരു അക്കാഡമിക് രീതി ചിന്തിക്കേണ്ട. തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ പസിൽ. നിങ്ങൾ പസിലൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളതല്ലേ, അതുപോലെ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ 20. ഓക്കെ, if in a particular year 12th January is a Sunday, then which of the following is correct? കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് ഏതാണ്? സിമ്പിൾ ആണ്, ഒന്ന് ചിന്തിക്കുക. ജസ്റ്റ് തിങ്ക്, then I will tell you. ഓക്കെ, ടേക്ക് 1 minute. ഏത് രീതി ചിന്തിക്കാം? നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്ത് പറയാം. ആർക്കും ഇവിടെ നമ്മളിവിടെ 10-15 പേരുണ്ട്. അങ്ങനെ ഐ തിങ്ക് മേ ബി മോർ ദാൻ 50. You can think of a method. എന്ത് ചെയ്യും? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാ ആർക്കും ഒരു ഐഡിയ ഇല്ല അല്ലേ? ഓക്കെ, 12th January എന്ന് പറയുമ്പോൾ 5th January എന്തായാലും ഇതായിരിക്കുമല്ലോ. എന്തായിരിക്കും 5th January? എന്തായിരിക്കും? സെയിം ഡേ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എത്ര സൺഡേസ് ഉണ്ടെന്നോ, അങ്ങനെ ഇപ്പൊ 31 days ആണല്ലോ ഉണ്ടാവുക. ഓക്കെ, അപ്പം മനസ്സിലായി. അങ്ങനെ വെച്ച് മുന്നോട്ട് പോകാം. കറക്റ്റ് ആണ്, ആ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാം. പക്ഷേ നമുക്ക് ഇതിലൂടെ ഈസി ആക്കാൻ ഈസി ആക്കാൻ നമ്മളത് എപ്പോഴും പെട്ടെന്ന് ചെയ്യല്ലേ ചെയ്യണ്ടേ. അപ്പം ഈ എന്താണ് ഇത് ഈസി ആക്കാൻ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. യു അസ്യൂം 12th January വരെ ഇവര് 1st January തന്നെ അസ്യൂം ചെയ്തോളൂ. 1st January ഇവർ തന്നെ അസ്യൂം ചെയ്യും. അപ്പം ഈ എന്താണ് ഈ 5th July എന്താവും? 4th July അല്ലേ? കാര്യം മനസ്സിലായോ? 12th July എന്താവും? 1st July. നിങ്ങൾ അങ്ങനെ അസ്യൂം ചെയ്യാം. 12th January 1st January ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്താൽ മാത്രം മതി. അപ്പോൾ എല്ലാ മാസത്തിനും നമ്മൾ 12 ദിവസം കുറയ്ക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് തിങ്ക് ചെയ്യാൻ എളുപ്പമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ജൂലൈ ഈ 2 കേസസ്, ഒന്ന് 15 July എന്നുള്ളത് 4th July ആയിരിക്കും, അതുപോലെ 12th July എന്നുള്ള 1st July ആയിരിക്കും. അങ്ങനെ അസ്യൂം ചെയ്യാം, കാരണം എളുപ്പമാവും കാര്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. ജാനുവരിയിൽ 31 ദിവസമുണ്ട്. ഫെബ്രുവരിയിൽ നമുക്ക് 2 കേസുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ഇഫ് ദ ഇയർ ഈസ് എ ലീപ്പ് ഇയർ, ഇഫ് ദ ഇയർ ഈസ് നോട്ട് എ ലീപ്പ് ഇയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് അസ്യൂം ചെയ്യുകയാണ് ലീപ്പ് ഇയർ ആണെന്ന് അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് ഞാൻ എടുക്കുകയാണ്. ഫെബ്രുവരി 29 days, യു ഹാവ് മാർച്ച് 31 ദിവസമുണ്ട്, ഏപ്രിൽ 30, മെയ് 31, മെയ് ജൂൺ 30. അപ്പോൾ അടുത്ത ദിവസം ഏതാ വരാൻ പോകുന്നത്? ജൂലൈ അല്ലേ? അടുത്ത ജൂലൈ 1st ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐഡിയ എനിക്ക് ഓൾറെഡി മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അപ്പോൾ 1st July കിട്ടാൻ എളുപ്പമാണ്. 1st July അല്ലെ 4th July കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഇനി ആഡ് ചെയ്യണം. ഈ നമ്പറിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 911 2
182 കിട്ടും. ഓക്കെ, നമ്മൾ ഈ നോക്കേണ്ട ഈ 182 നമ്മൾ ആദ്യം നോക്കേണ്ടത് യു ജസ്റ്റ് ഡിവൈഡ് 182 by 7, അതായത് 7 ദിവസമാണ് ഓരോ വീക്കും. അപ്പോൾ 182 by 7 ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് 26 കിട്ടും. സോ ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഒരു വർഷം 12 മാസമുണ്ട്, 6 അതായത് 52 വീക്സ് ആണ്, ആ കാര്യം അറിയാം. 6 മാസം 180 ഡേയ്സ്, ആ ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ എന്താ നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ ഇനി വേറൊരു കാര്യം നോക്കേണ്ടത്, ഫസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1st January, നമ്മൾ 12th വരെ ഓൾറെഡി 1st January ആക്കി. ആ 1st January സൺഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. 1st January സൺഡേ ആയിരിക്കും എങ്കിൽ 8th January സൺഡേ ആയിരിക്കും, 15th January സൺഡേ ആയിരിക്കും, 22nd 29 അങ്ങോട്ട് ഓരോ വീക്കും സൺഡേ ആയിട്ട് പോകും. അങ്ങനെ ഒരു 26 വീക്സ് കഴിഞ്ഞ് ആ 182nd ഡേ എന്തുമായിരിക്കും? 182nd ഡേ കഴിഞ്ഞ് അടുത്ത വരുന്ന 183rd ഡേ എന്തുമായിരിക്കും? 183rd ഡേ എന്തായിരിക്കും? സൺഡേ അല്ലേ. 1, 8, 15 അങ്ങനെ പോവാണെങ്കിൽ 182 കഴിയുമ്പോൾ ഒരു വീക്ക് കഴിഞ്ഞു അല്ലേ, 26 വീക്സ് ഫിനിഷ് ചെയ്തു. ദെൻ അടുത്ത ദിവസം 183rd ഡേ അത് സൺഡേ ആയിരിക്കും. ഈ 183rd ഡേ എന്താണ് ഇവിടെ? നമുക്ക് ജൂലൈ 1st ആണ്. ജൂൺ 30 കഴിഞ്ഞിട്ടുള്ള ജൂലൈ 1st ആണ്. അപ്പോൾ ഇവിടെ ജൂലൈ 1st സൺഡേ ആയിരിക്കും ലീപ്പ് ഇയറിൽ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്ത് എന്താണ്, ജൂലൈ 12th ഒക്കെ ജൂലൈ 1st ആക്കി. അപ്പം ഇനി തിരിച്ച് ഓക്കെ ഇവിടെ നമ്മൾ നോക്കിയാൽ മതി. ആദ്യം 4th ജൂലൈ സൺഡേ ആണ്, അല്ല ഇത് ജൂലൈ 1st നമുക്ക് സൺഡേ ആണ് കിട്ടിയത്. അപ്പോൾ 4th ജൂലൈ 3 ദിവസം മുന്നോട്ട് പോയിട്ട് വെനസ്ഡേ ആയിരിക്കും. അപ്പോൾ ഇതല്ല, ഇഫ് ദ ഇയർ ഈസ് എ ലീപ്പ് ഇയർ. 15 ജൂലൈ ഈസ് എ സൺഡേ ഇഫ് ദർ ഈസ് നോട്ട് എ ലീപ്പ് ഇയർ. നമ്മൾ ആദ്യം ലീപ്പ് ഇയറിന്റെ കേസ് എടുത്ത്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, 12th ജൂലൈ നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തു 12th എന്നുള്ളത് 1st ആണ്. അപ്പോൾ 1st ജൂലൈ ഈസ് എ സൺഡേ ഇഫ് ദ ഇയർ ഈസ് എ ലീപ്പ് ഇയർ. യെസ്, അതാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. സോ ആൻസർ സി ആണ്. ദിസ് ഈസ് ദ ഷോർട്ടസ്റ്റ് മെത്തേഡ് യു ക്യാൻ ഡു ഇറ്റ്. വേറൊരു രീതിയില്ല. ബാക്കി ഏത് മെത്തേഡ് നിങ്ങൾ അപ്ലൈ ചെയ്താലും ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 5 minutes. ഇത് ചെയ്താൽ മനസ്സിലായോ? വീക്ക്, മന്ത്, ലീപ്പ് ഇയർ, ഈ 3 കാര്യങ്ങൾ അറിയാമെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം. സോ അത് ആക്ച്വലി നമ്മൾ ഏത് ഡേറ്റ്, ഇപ്പോൾ സപ്പോസ് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് എന്തെങ്കിലും ഒരു ഡേറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു ഡേറ്റ് തന്നിരിക്കാം, അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ 1ലേക്ക് കൺവേർട്ട് ആക്കിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റിയിട്ട് ചെയ്യുക. ഇനിയും അതൊരു മെത്തേഡ്. ഇനി നിങ്ങൾക്ക് വേറെ രീതിയിലും ചോദിക്കാം. ഒരു പർട്ടിക്കുലർ ഡേ തന്നിട്ട്, ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഇത്ര എളുപ്പമായിട്ടാണ്. ഓക്കെ, ഈ മെത്തേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്. അല്ലാതെ ചില നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യണമെങ്കിൽ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ കിട്ടും. മേ ബി യു ക്യാൻ യൂസ് ദാറ്റ് ഓൾസോ. ഓക്കെ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്. കാരണം ഇക്വേഷൻ ഓർത്തിരിക്കാൻ എനിക്ക് പാടാം, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യും. ഓക്കെ, കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ ലീപ്പ് ഇയർ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ലീപ്പ് ഇയറിന്റെ ഓപ്ഷൻ തന്നെ അങ്ങ് എടുത്തു. കാരണം ഈ ലീപ്പ് ഇയർ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6 months ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ 26 വീക്സ് ഫിനിഷ് ആവും. അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. പിന്നെ ബാക്കി ചിന്തിക്കാൻ എളുപ്പമായിരിക്കും. ഈ എക്സാമിനർ അവരത് നോക്കുമല്ലോ, നിങ്ങളുടെ ഇത് മേ ലുക്ക് ടഫ്, പക്ഷെ ചെയ്തു വരുമ്പോൾ ആ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഈസി ആക്കാൻ അവർ നോക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഒരു ബ്രേക്ക് എടുത്തോ. പറഞ്ഞു. ഇതിപ്പോ മന്ത് വെച്ച് പറഞ്ഞോണ്ടല്ലോ, ഇപ്പൊ ഇയറും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? ഇയറും കൂടെ വരുമ്പോൾ നമ്മൾ ഒരു കാൽക്കുലേഷൻ ചെയ്യണം. ലൈക്ക് നമുക്ക് ഒരു വർഷം ഇപ്പം ലീപ്പ് ഇയർ ഉള്ളത് എടുക്കുക. നിങ്ങൾ ഓരോ മാസത്തെ നിങ്ങൾ ഡിവൈഡ് ചെയ്തൊരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ ജനുവരിയിൽ നിങ്ങൾക്ക് 28 കഴിഞ്ഞ്, ജനുവരി എത്ര 28 കഴിഞ്ഞ് 3 odd days ഉണ്ട്. ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഫെബ്രുവരി ഇതാകുമ്പോൾ ഒരു ഓഡ് ഡേ. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത് നമുക്ക് ഒരു നമ്പർ കിട്ടും. ആ നമ്പർ അടുത്ത ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് പോകാം. അങ്ങനെ ആഡ് ചെയ്യാം. അങ്ങനെ ഓരോ വർഷം ഈ ഓഡ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഓഡ് ഡേയ്സ് പിന്നെ ഇപ്പം നിങ്ങൾക്ക് സപ്പോസ് യു ഗെറ്റ് 20 odd days എങ്കിൽ യു ഷുഡ് ഡിവൈഡ് ഇറ്റ് ബൈ 7. അതിൻ്റെ റിമൈൻഡർ എടുക്കുക. യു ഗെറ്റ് 6. ആ 6 odd days ക്യാരി ഫോർവേഡ് ചെയ്യാം മുന്നോട്ട്. അപ്പോൾ ഓഡ് ഡേയ്സ് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന എപ്പോഴും 7ൽ താഴെ ആയിരിക്കും. ഒരു 7 ആകുമ്പോഴത്തേക്കും ഒരു കംപ്ലീറ്റ് വീക്ക് ആയല്ലോ. കൺസെപ്റ്റ് ഓഫ് ഓഡ് ഡേയ്സ് നോക്കുക. ഇയർ വേറൊരു ഇയർ ആണ് ചോദിക്കുന്നെങ്കിൽ നോക്കിയാൽ മതി. കൺസെപ്റ്റ് ഓഫ് ഓഡ് ഡേയ്സ് എന്താണെന്ന് നോക്കിയാൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, ഒരു ബ്രേക്ക് എടുത്തോ, 5 minutes. ഓക്കെ, ഇപ്പോൾ 2:57 ആണ് എൻ്റെ ക്ലോക്കിൽ. 3:02. Okay, 5 minutes break. Where is it? Yeah, but 20 questions ചെയ്തല്ലേ. Almost 1/4 ആയുള്ളൂ. Okay, we need more time. ഇതിലൂടെ സ്പീഡിൽ പോവാം. Maybe it will cross 5 o'clock. Okay, next question. 28th. നേരത്തെ ചെയ്ത ടൈപ്പ് തന്നെയാണ്. നമ്മൾ നേരത്തെ ഡാറ്റ സഫിഷ്യൻസി ഒന്ന് ചെയ്തായിരുന്നു. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ജസ്റ്റ് റീഡ് അണ്ടർസ്റ്റാൻഡ്. ഫസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ. ഇവർ ചോദിച്ചേക്കുന്നത്
4 നമ്പർ PQRS തന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞിട്ടുണ്ട് 2 statements S1 and S2 are given below regarding 4 numbers PQRS. Among the 4 numbers PQR and S, which one is the largest? Then you consider S1 and S2 separately and try to find out whether you can find the answer or not. Okay. You can suggest something. Okay, there idea suggest. Otherwise, I will continue. Any suggestions? നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റും ജസ്റ്റ് ഇപ്പൊ നമ്മൾ R is greater than P എന്നൊക്കെ വെറുതെ സിംബോളിക്കലി എഴുതി വെച്ചൂടെ സൈഡിൽ? അത് മതി, എഴുതി വെക്കാം. നിങ്ങൾക്ക് എന്തും ചെയ്യാമല്ലോ. സിംബോളിക്കലി എഴുതാം, സിംബോളിക്കലി നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം, 2 ലൈൻ യൂസ് ചെയ്ത് വരച്ച് റെപ്രസെന്റ് ചെയ്യാം, എന്തും ചെയ്യാം. ഓക്കെ, അധികം സമയം കളയുന്നില്ല, ഞാൻ മുന്നോട്ട് പോകും. ചോദിച്ചേക്കുന്നത് 4 നമ്പറിൽ ഏതാ വലുതെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് S1 ഇവർ പറഞ്ഞേക്കുന്നത് R is greater than PQ. അപ്പോൾ എനിക്ക് സിംബോളിക്കലായിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു വര വരയ്ക്കാം. ഇത് R ആണ്. ഓക്കെ, ഇത് R ആണ്. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ PQ. PQ എന്തും ആയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. കാരണം ചോദിച്ചിരിക്കുന്നത് എനിക്ക് ഇതിന്റെ ലാർജസ്റ്റ് നമ്പർ മതി. അതാണ് S1 എന്ന് എനിക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി S2 എടുക്കുകയാണ്. S2 എടുത്തു. S2 എന്ന് പറഞ്ഞാൽ S is not the largest എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ എല്ലാവരും ചിന്തിക്കും S is not the largest എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എസിനെ എടുത്തിട്ട് ആറിനേക്കാളും ചെറുതായിട്ട് വരയ്ക്കും. ബട്ട് ദർ ഈസ് ആൾസോ അനദർ പോസിബിലിറ്റി. S can be equal to R. ഈ ഒരു ഓപ്ഷനും ഉണ്ട് അല്ലേ? എസിന് ഈ 2 വാല്യൂ എടുക്കാം. ദാറ്റ് ഈസ്, അല്ലെങ്കിൽ S is not the, S can take the least value, അതും എടുക്കാം. അപ്പോൾ ഇത് ലാർജസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി either R or S അല്ലേ? അതായിരിക്കും. സോ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് കിട്ടുമോ? among the 4 numbers which one is the largest നമുക്ക് കിട്ടുമോ? ഇല്ല. So the answer is like, even if you take S1 and S2 together, you won't arrive at the answer. So S1 and S2 together are sufficient to answer. Sorry, അതല്ല, D ആണ്. S1 and S2 together are not sufficient to answer the question. നിങ്ങൾ പലരും S is not the largest എടുത്ത് ചെയ്തിട്ട് you might assume that R is greater than S and you should have like C option ചിന്തിച്ചാണോ അല്ലേ? അങ്ങനെ ചിന്തിച്ചോ? സർ, ഇവിടെ ഓൾറെഡി എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ S is not the largest one എന്ന്. ഓക്കെ, യെസ് വെരി ഗുഡ്. അത് ഓക്കെ, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. ഗുഡ്, അത്രേ ഉള്ളൂ. S ഒരിക്കലും വരത്തില്ല. ഓക്കെ, അല്ല, S is not the largest one എന്ന് പറഞ്ഞിട്ടുണ്ട്. S is not the largest one. Okay, അപ്പോൾ S can be equal to R. S ആറിനേക്കാളും വലുതാണെന്ന് പറഞ്ഞിട്ടില്ല. S can be equal to R. അതും പോസിബിലിറ്റി അല്ലേ? പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് among 4 numbers which one is the largest. അപ്പൊ നമുക്ക് ഓൾറെഡി S2 ൽ പറഞ്ഞിട്ട് S is not the largest, so S will not be in the picture at all അല്ലേ? അപ്പൊ നമുക്ക് PQR നെ മാത്രം നോക്കിയാൽ പോരെ? അതും ഒരു ഓക്കെ, അതും ശരിയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇൻ കമ്പാരിസൺ ടു അതർ ലൈക്ക് PQRS ൽ നിന്ന് which one is the largest എന്നാ ചോദിക്കുന്നത്. And S2 statement they have already stated it is not the largest. ഓക്കെ, അത് S അല്ല, ഞാൻ പറഞ്ഞു S അല്ല. ഓക്കെ, so you are telling that R is the largest എന്ന് ഉറപ്പിച്ച് പറയുന്നു. Like R is, അപ്പോൾ S1 they have said R is greater than P as well as Q. മനസ്സിലായി. ഓക്കെ, അത് നല്ലൊരു ഐഡിയ ആണ്. സോ ഇത് ഇപ്പൊ UPSCയുടെ യൂഷ്വലി നമുക്കറിയാം ഓപ്ഷൻ വന്നാലും കൺഫ്യൂഷൻ വരാം. സോ ഐ വിൽ സേ CLD ആയിരിക്കും. UPSCയുടെ ഇത് കീ വന്നോ? കഴിഞ്ഞ വർഷത്തെ കീ വന്നിട്ടുണ്ടോ ഇതുവരെ? ഇല്ലല്ലോ, ഇതുവരെ വന്നിട്ടില്ല. വരുമ്പോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. ഐ വിൽ ഗോ വിത്ത് D. ഓക്കെ, മൈ ആൻസർ വിൽ ബി സ്റ്റിൽ D. UPSCയുടെ കീ എന്താ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീ നോക്കണ്ട, ഇങ്ങനെ കൺഫ്യൂഷൻ വരാം. UPSC എന്താ തന്നേക്കുന്നത് നോക്കുക. ഓക്കെ, ഗുഡ് ഐഡിയ, താങ്ക് യു. ഞാൻ ആ രീതി ചിന്തിച്ചില്ല, പറഞ്ഞ് സജസ്റ്റ് ചെയ്യുന്നതിന് നല്ല കാര്യം. ഓക്കെ, അടുത്തതിലോട്ട് പോകാം. ഓക്കെ, നിങ്ങളിങ്ങനെ സജസ്റ്റ് ചെയ്യാം കേട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാം. വെരി ഗുഡ്. അടുത്തത് ഓക്കെ, അടുത്തത് സെയിം ആണ്. S1 S2 സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. ചിന്തിച്ചു നോക്കിയോളൂ. ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുക. ഇഫ് n is a unique natural number between 10 and 20 എങ്കിൽ n എന്താണ്? S1 S2 ഓരോ ഓപ്ഷൻ തന്നിട്ടുണ്ട്. എങ്ങനെ എന്തിക്കാം? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, റൈറ്റ്? ഓക്കെ, ആരും ഒന്നും പറയുന്നില്ല. ഐ വിൽ സോൾവ് ഇറ്റ്. എന്താണ് n? if n is a unique natural number, if n is a unique natural number between 10 and 20, അതായത് 11 മുതൽ 19 വരെ വാല്യൂസ് എടുക്കാം. അതാണ് എൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, 11 to 19. ബിറ്റ്വീൻ n, ഓക്കെ, നെവർ മൈൻഡ്. അപ്പൊ എന്താണ് S1 പറഞ്ഞിരിക്കുന്നത് n is a prime number, so the numbers will be 11, 13, 17, 19. 4 എണ്ണം കിട്ടി. എന്നാലും എന്താണ് യുണീക്ക് നാച്ചുറൽ നമ്പർ? ഒരു നമ്പർ നമുക്ക് വേണ്ട അല്ല, യുണീക്ക് ആണ്. യുണീക്ക് നാച്ചുറൽ നമ്പർ ഇല്ല. S1 11 വെച്ച് കിട്ടില്ല. S2
n leaves a remainder of 1 when divided by 4. എന്നാലും പ്രശ്നമാണ്. S2 വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് if you divide 13 by 4 you will get remainder as 1, and even if you divide 17 by 4 you get remainder 1. So ഈ രണ്ട് കേസ് എടുത്താൽ നമുക്ക് ഒരു യുണീക്ക് നാച്ചുറൽ നമ്പർ കിട്ടത്തില്ല. So S1 and S2 even together are not sufficient to answer the question. D. Simple ആണ്. Okay. Clear ആണോ? Hello. Yes, yes. Yes sir. Clear. അപ്പോൾ ഇനി ഈ സ്റ്റേറ്റ്മെന്റ് വന്നാൽ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് കിട്ടും ആദ്യം അത് എഴുതുക. ദെൻ ഓരോ സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചാൽ അത് എഴുതി വെക്കുക. ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആവും കാര്യം. നെക്സ്റ്റ് 30. അഗെയിൻ മോർ ക്വസ്റ്റ്യൻസ് ചെയ്തോളൂ. രണ്ട് നമ്പർ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് ഒന്ന് ചിന്തിക്കുക. യു ക്യാൻ സജസ്റ്റ്. ഓക്കെ, ചെയ്യത് അധികം സമയം കളയുന്നില്ല. രണ്ട് നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. S1 പറഞ്ഞേക്കുന്നു their product is 21, S2 പറഞ്ഞു their sum is 10. അപ്പം if two numbers are there and their product is 21, we have two options. ഒന്ന് 3 into 7, അടുത്തത് 1 into 21. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കൊരു ഡെഫിനറ്റ് നമ്പേഴ്സ്, ടു നമ്പേഴ്സ് ഇല്ല. ഇറ്റ് ക്യാൻ ബി either S1 alone കിട്ടത്തില്ല. Then S2 their sum is 10. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം 7 and 3 എടുത്താൽ അല്ലേ, 7 and 3 എടുത്താൽ their sum is 10. But if you combine S1 and S2 you will definitely get two numbers. So answer is C. S1 and S2 together are sufficient, but neither S1 alone or S2 alone is not sufficient to answer it. അല്ലേ, അതാണ് ഇവിടെ. S2 alone എടുത്താൽ സം 10 ഒത്തിരി നമ്പർ 6, 4 എടുക്കാം അല്ലേ, 7, 3 എടുക്കാം, പല ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ നമുക്ക് S1 ഉള്ളതുകൊണ്ട് ഓൾറെഡി ഈസി ആയിട്ട് നമുക്ക് അതിനോട്ട് എത്താം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കാം. അടുത്തത് ഓക്കെ, ഇത് ഡയറക്ഷൻ സെൻസ് എന്ന് പറഞ്ഞ പോർഷൻ എന്നുള്ളതാണ്. ഡയറക്ഷൻ സെൻസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ജസ്റ്റ് ഫോളോ ദ റൂൾസ് ആൻഡ് ജസ്റ്റ് മൊത്തം ക്വസ്റ്റ്യൻ ആദ്യം മൊത്തം ഒന്ന് വായിക്കുക, എന്നിട്ട് ഒന്ന് വരച്ച് നോക്കാം, നോക്കിക്കേ. അങ്ങനെ ഇത് ആൻസറിലെത്തുന്നത്. എപ്പോഴും ക്വസ്റ്റ്യൻ എല്ലാം ഒന്ന് വായിച്ചിട്ട് ആൻസറിലോട്ട് പോവാം. I'll give you 30 seconds. Just draw it down. Easy ആണ് വരയ്ക്കാനത്. നോർത്ത് വെസ്റ്റ് ആണോ? യെസ്, വെരി ഗുഡ്. നോർത്ത് വെസ്റ്റ് ആണ്. സോ ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. ഞാൻ വായിക്കുകയാണ്. എ മാൻ വാക്സ് ഡൗൺ ദ ബാക്ക് സൈഡ് ഓഫ് ഹിസ് ഹൗസ് straight 25 meters, then turns to the right and walks 50 meters again. Then he turns towards left and again walks 25 meters. If the house faces the east, അതായത് ഒരു വീടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഡയറക്ഷൻ, എനിക്ക് അറിയുന്ന ഡയറക്ഷനൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചു. ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്തിരിക്കും. അപ്പോൾ വീട് ഇങ്ങനെയാണെന്ന് വെച്ചു. വീടിൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ടാണ്. ഓക്കെ, നമുക്ക് വേണ്ട ഡയറക്ഷൻ സൗത്ത് ഉണ്ട്, ഈസ്റ്റിന് ഓപ്പോസിറ്റ് വെസ്റ്റ് ഉണ്ട്, സൗത്തിന് ഓപ്പോസിറ്റ് നോർത്ത് എപ്പോഴും നമ്മൾ മുകളിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ആദ്യം പറയുന്നത് എ മാൻ വാക്സ് ഡൗൺ ദ ബാക്ക് സൈഡ് ഓഫ് ഹിസ് ഹൗസ് സ്ട്രൈറ്റ് 25 meters. വീട്ടിൽ നിന്ന് പുറകിലോട്ട് 25 meter നടന്നു പറഞ്ഞിട്ടുണ്ട്. ദെൻ ഹി ടേൺസ് ടു റൈറ്റ്. പുള്ളി ഇങ്ങോട്ടാണ് പോകുന്നത്. 25 meter എത്തിയിട്ട് അവർ റൈറ്റ്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നവരുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്ന ലെഫ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇയാൾ റൈറ്റ് തിരിഞ്ഞ് 50 meter നടന്നു. അപ്പം ഏകദേശം ഒരു ഇത് 25 ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും 50. Then he turns towards left and walks 25 meter. ഇങ്ങോട്ട് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് 25 meter നടന്നു. He started from this point, right? And now he is at this point. So if the houses face to east, yes, അങ്ങനെ നേരത്തെ what is the direction from the starting point? This is the starting point. ഇപ്പോഴത്തെ ഡയറക്ഷൻ ഏതാണ്? ഇത് അല്ലേ. ഈ ഡയറക്ഷൻ ഏതാ? നോർത്തിൻ്റെയും വെസ്റ്റിൻ്റെയും ഏകദേശം സെൻറ്റർ ആണ്. നമ്മൾ നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഉണ്ടോ? യെസ്, നോർത്ത് വെസ്റ്റ്. സിമ്പിളാണ്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ ജസ്റ്റ് ആ വരയ്ക്കുമ്പം ആ ഡിസ്റ്റൻസ് ഏകദേശം ഒന്ന് കറക്റ്റ് വെച്ച് വരച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തിലോട്ട് പോവാം. അടുത്തത് അഗെയിൻ ഇത് ഇസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയും. നിങ്ങൾ ആദ്യം സ്റ്റേറ്റ്മെന്റ് വായിക്കുക, എന്നിട്ട് കൺക്ലൂഷൻ വായിക്കുക, എന്നിട്ട് ഏതാ ശരി തെറ്റ് ഒന്ന് വായിച്ചോളൂ. ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിച്ചോളൂ. ഇത് വെരി ബേസിക് മാത്തമാറ്റിക്സ് ആണ് അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഓൾ നമ്പേഴ്സ്, ദേ ആർ ടോക്കിംഗ് അബൌട്ട് സം നമ്പേഴ്സ്. Okay, current number set of numbers ആയിരിക്കും പറയുന്നത്. Those all numbers are divisible by 2 and those all numbers are divisible by 3. So you have a set of numbers which are divisible by both 2 and 3. That's statements. So obviously we know if a number is divisible by 2 and 3, ഒരുപോലെ 2 ഉം 3 കൊണ്ട് divisible ആണെങ്കിൽ then it is always be divisible by 6. Okay. So conclusion 1 ശരിയാ. All the numbers are divisible by 6. അത് ശരിയാണ്. All the numbers are divisible by 4 അല്ല. ഇപ്പം
6 എടുക്കുക, 18 എടുക്കുക അല്ലേ. ഇത് ഇറ്റ്സ് നോട്ട് ഡിവിസിബിൾ ബൈ 4. അപ്പം കൺക്ലൂഷൻ 2 തെറ്റാണ്, കൺക്ലൂഷൻ 1 മാത്രം ശരിയാണ്. സോ എന്താണ് വിച്ച് ഓഫ് ദ അബവ് കൺക്ലൂഷൻസ് ലോജിക്കലി ഫോളോ എന്ന് ചോദിച്ചേക്കുന്നത്? ഓൺലി കൺക്ലൂഷൻ 1. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? അടുത്ത പോവാം. സർ ഒരു ഡൗട്ട്. ഈ സ്റ്റേറ്റ്മെന്റ്സ് ആക്ച്വലി ഓൾ നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 2 and 3 ടുഗദർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട്? യെസ്, ഇതൊരു എപ്പോഴും ഒരു സെറ്റിനെയാണ് ചൂസ്. ഈ സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾവേസ് പോയിന്റിംഗ് ടു എ സിംഗിൾ സെറ്റ് ഓഫ് നമ്പേഴ്സ്. ആ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും അതിനെ പോയിന്റ് ചെയ്യുന്നത്. ആ ഓൾ നമ്പേഴ്സ്, ഈ രണ്ടിലും ഓൾ നമ്പേഴ്സ് സെയിം സെറ്റ് ആയിരിക്കും. എപ്പോഴും അങ്ങനെ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ഇവിടെ. യു നീഡ് ടു ഐഡന്റിഫൈ സം കോമൺ സെറ്റ്. അല്ലെങ്കിൽ ഭയങ്കര വേഗമായി പോകും, അല്ലെങ്കിൽ ഒരിക്കലും അല്ലെങ്കിൽ the answer should neither conclusion 1 nor 2. You cannot tell anything. അടുത്തത് again same kind of question. ഇതിന് ഒരു ക്ലൂ തരാം. You can use Venn diagrams for this. Okay, syllogisms എന്ന് പറയും. You can use Venn diagrams. ഒന്ന് വരയ്ക്കുക, ഒന്ന് തിങ്ക് ചെയ്യുക, നോക്കിക്കേ. ഐ ഹോപ്പ് എല്ലാവരും ഒരു വലിയ സ്ക്രീനിലാണ് ഇത് കാണുന്നതെന്ന് വിചാരിക്കുന്നു. അല്ലെ, ഇത്തിരി സൂം ചെയ്ത് തരാം. മൊബൈലിൽ നോക്കുന്നവർക്ക് ഇറ്റ് വിൽ ബി എ ബിറ്റ് ഡിഫിക്കൾട്ട്. കണ്ണ് സ്ട്രെയിൻ ചെയ്യും. ഓക്കെ, നിങ്ങൾ വായിച്ചു മനസ്സിലായി. ഇത് ഇപ്പം ഇവിടെ പറഞ്ഞെങ്കിൽ ഇപ്പൊ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം സില്ലോജിസം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. സില്ലോജിസം എന്ന് പറയും, സില്ലോഗിസം എന്ന് പറയും, രണ്ടും. ഓക്കെ, ഇപ്പം സ്റ്റേറ്റ്മെന്റ് 1 എടുക്കാം. സ്റ്റേറ്റ്മെന്റ് 1 ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ്സ്. അപ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാറ്റ്സിന്റെ ഒരു ഗ്രൂപ്പ് എടുക്കുന്നു. ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ്സ്, എല്ലാ ക്യാറ്റ്സും ഡോഗ്സ് ആണ്. സോ ഡോഗ് എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്തൊരു സെറ്റ് ആയിരിക്കാം ക്യാറ്റ്. അപ്പം ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ്സ് ശരിയാണ്. ഓക്കെ, അടുത്ത് പറഞ്ഞേക്കുന്നത് ഓൾ ക്യാറ്റ്സ് ആർ ബ്ലാക്ക്. ക്യാറ്റ്സ് എല്ലാം ബ്ലാക്ക് ആണ് പറഞ്ഞു. അവിടെ 2 കേസ് ഉണ്ട്. ഒന്ന് ഇങ്ങനെ, ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ ബ്ലാക്കിന്റെ ഒരു വലിയ ഗ്രൂപ്പ് എടുത്തു, കേസ് 1 ആണ്. അവിടെ ഓൾ ക്യാറ്റ്സ് ആർ ബ്ലാക്ക് ശരിയാണ്. ഇവിടെ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയാം, ഓൾ ഡോഗ്സ് ആർ ബ്ലാക്ക്. സെക്കൻഡ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാറ്റ്സ് എടുത്തു, ബ്ലാക്ക് ഇതാണ്, ഇവിടെ ശരിയാണ്. ഓൾ ക്യാറ്റ്സ് ആർ ബ്ലാക്സ്, ഇവിടെ ഡോഗ്സ് ആക്കി. തേർഡ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഡോഗ്സ് ആണ്. ഇവിടെ ഇത് 2 ഫോളോ ചെയ്യുന്നുണ്ട്. ഈ 2 കേസസിലും ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ്സും ശരിയാണ്, ഓൾ ക്യാറ്റ്സ് ആർ ബാറ്റ്സും ശരിയാണ്. ഈ 2 കേസ് നിങ്ങൾ സിലോജിസം വെച്ച് ഇത് ചെയ്യുകയാണെങ്കിൽ യു നീഡ് ടു കൺസിഡർ ഓൾ ദ കേസസ്. ഇഫ് 4 സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വിൽ മൾട്ടിപ്പിൾ, 4 ഫിഗർ വരയ്ക്കേണ്ടി വന്നത്. നിങ്ങൾ അത്രയും ചോദിക്കത്തില്ല, നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു കേസൊക്കെ വരുള്ളൂ. ദെൻ കൺക്ലൂഷൻസ് നമുക്ക് നോക്കാം അല്ലേ. ഓൾ ഡോഗ്സ് ആർ ബ്ലാക്ക്. 2 കേസിലും ഇവിടെ നമ്മൾ ആ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 2 കേസും ഫുള്ള് ഈക്വൽ ആയിട്ട് വരണം. 2 കേസ് ഉണ്ട്, ഈ 2 കേസിലും ഈ കൺക്ലൂഷൻസ് വാലിഡ് ആയിരിക്കണം, എങ്കിലും നമുക്ക് ശരി പറയാൻ പറ്റുള്ളൂ. ഓൾ ഡോഗ്സ് ആർ ബ്ലാക്ക്, അത് ഫസ്റ്റ് കേസിൽ മാത്രമേ ഉള്ളൂ, സെക്കൻഡ് കേസിലില്ല. സോ കൺക്ലൂഷൻ 1 ഇല്ല. കൺക്ലൂഷൻ 2 സം ഡോഗ്സ് ആർ നോട്ട് ബ്ലാക്ക്, അത് 2ൽ മാത്രമേ ശരിയുള്ളൂ, ഇവിടെ പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ 2 അല്ല. സോ ഇൻ ദിസ് കേസ് ദ ആൻസർ ഈസ് നെയ്തർ കൺക്ലൂഷൻ 1 നോർ കൺക്ലൂഷൻ 2 ആണ് ആൻസർ. ക്ലിയർ ആണോ? സില്ലോജിസം ഇങ്ങനെ വെൻ ഡയഗ്രം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് എളുപ്പമാവും. ക്ലിയർ അല്ലേ സാർ? അത് നമ്മൾ ഏത് കേസിലും സപ്പോസ് ഒരു കേസിൽ തന്നെ നമുക്കത് കോൺട്രാ ആവും. 2 കേസിൽ ഒരുപോലെ വന്നാലേ ഇവിടെ ശരിയാവുള്ളൂ. സില്ലോജിസം നിങ്ങൾ ചെയ്യുമ്പോൾ 2 കേസ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. മൾട്ടിപ്പിൾ കേസ് യൂഷ്വലി 2-3 കേസസ് ഒക്കെ വരും. ഓക്കെ, എനിക്കൊന്നു ഇത്തവണ UPSC പറഞ്ഞോളൂ. അതായത് നമ്മളിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയാൽ അത് തെറ്റാവോന്ന് ആദ്യം തന്നെ അങ്ങ് ഡിസൈഡ് ചെയ്ത് ഒരു കേസ് അങ്ങ് തെറ്റാവുകയാണെങ്കിൽ അതങ്ങ് ഒഴിവാക്കിയാൽ പോരെ? ഒഴിവാക്കിയാൽ മതി, ഏതെങ്കിലും ഒരു കേസ് തെറ്റാവുന്നത് ഒഴിവാക്കി. ഓക്കെ, സിലോജിസം അങ്ങനെ ചെയ്യാം. അതിപ്പം കുറെ മെത്തേഡ്സ് ഉണ്ട്. ഈസിയസ്റ്റ് മെത്തേഡ് ആണ് ഈ വെൻ ഡയഗ്രം വെച്ച് ചെയ്യുന്നത്. ഓക്കെ, UPSC ഒരിക്കലും വേറെ ഇത്തിലൂടെ സിലോജിസം ആക്ച്വലി ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഇറ്റ് സെൽഫ്. ഓക്കെ, അതിൽ PhD എടുക്കുന്ന ആൾക്കാരൊക്കെ ആ രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, സിലോജിസം ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ച് ഒക്കെയാന്ന് പറയുന്നുണ്ട്. അത്രയൊന്നും വേണ്ട, ഇത് മാത്രം വെച്ചിട്ട് എന്താ പറയുന്നത്, വെൻ ഡയഗ്രം വെച്ച് സോൾവ് ചെയ്യാൻ അത്ര ആ ഒരു ഡിഫിക്കൽട്ട് ലെവലേ ചോദിക്കുള്ളൂ. അടുത്തത് 34. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റുമെങ്കിൽ ഇത് ആൻസർ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് ലുക്ക് ആൻഡ് ആൻസർ. പറയൂ, ആൻസർ പറയും. ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ഫോളോഡ് ബൈ ദ ഓഡ് നമ്പർ ഇൻ ദ ബുക്സ്? അതായത് 2 ഓഡ് നമ്പേഴ്സ് അടുപ്പിച്ച് വരണം. അങ്ങനെ എത്ര പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചേക്കുന്നത്? എത്ര ഉണ്ട്? ജസ്റ്റ് കൗണ്ട്.
എത്ര പറയും? കൗണ്ട് ചെയ്തില്ല ഇത്ര നേരമായിട്ട്. ഒന്നുമില്ല, ഐ എം ജസ്റ്റ് കൗണ്ടിങ്. കോഡ് നമ്പറിൻ്റെ പേഴ്സ് എടുത്താൽ മതി അല്ലേ? 517339573115863852. ഇവിടെ ഒന്നുമില്ല, താഴത്തെ റോയിൽ ഒന്നും തന്നെ ഇല്ല. അപ്പൊ എത്ര പറയാൻ പറ്റും? 1 2 3 4 5 6 6. സിമ്പിൾ, ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, മുന്നോട്ട് പോവാം. 35th ക്വസ്റ്റ്യൻ ആണ്. 35th ഒന്ന് വായിച്ച് മറ്റേത് ഓക്കെയാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് നോക്കിക്കോളൂ. എങ്ങനെയായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്? എങ്ങനെ റെപ്രസെന്റ് ചെയ്യും നിങ്ങൾ ഇതിനെ? ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഒരു വലിയ സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് അതിന്റെ രണ്ട് സൈഡിനുമായിട്ട്. യെസ്, അത്രേ ഉള്ളൂ. സിമ്പിൾ, അത്രയും ചെയ്യുന്നത് അത്രേ ഉള്ളൂ. നമുക്ക് അത് തന്നെ ചെയ്യാം. ഒരു വലിയ സ്ട്രേറ്റ് ലൈൻ വരച്ചു. എന്താണ് ആദ്യം പറഞ്ഞേക്കുന്നത്? എ ഈസ് 16th ഫ്രം ലെഫ്റ്റ്. എ 16th ആണെങ്കിൽ ഇങ്ങോട്ട് ഇവിടെ എത്ര എണ്ണം കാണും? 15 ആൾക്കാർ കാണും. ഓക്കെ, അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? എ 16 ഇൻ ദ റോ ഓഫ് ബോയ്സ്, എല്ലാം ബോയ്സ് ആണ്. ഓക്കെ, ആൻഡ് വി ഈസ്, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ ഈസ് 16th ഫ്രം, ഞാൻ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതിലോട്ട് പോകുള്ളൂ. ഓക്കെ, A is 16 from the left end in a row of boys, and V is 18 from the right end. G is 11th from A towards right, okay, and third from V towards A towards right, V towards right. Okay, and the right side. Okay, how many boys? Okay, okay, and വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. A 16 from left എടുത്തു, V is 18th from right. അപ്പോൾ V ഇവിടാണ്, V 18th ആണ്. അപ്പം ഇത്രയും പേര് എത്രയാണ്? 17 ആൾക്കാരുണ്ട്. ഓക്കെ, അടുത്താണ് നോക്കട്ടെ. ജി ഈസ് 11th ഫ്രം എ ടുവേർഡ്സ് ദ റൈറ്റ്. എന്ന് 11th ഫ്രം എ ടുവേർഡ്സ് ദ റൈറ്റ്, ഇങ്ങോട്ടാണ് 11th ആണ് ജി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് നീട്ടി വരച്ചാൻ കാരണം എന്താണ്? ആൻഡ് തേർഡ് ഫ്രം വി ടുവേർഡ്സ് ദ റൈറ്റ്. സോ ജി ഈസ് തേർഡ് ഫ്രം വി. ഇപ്പോൾ 1 2 3 ഇവിടാണ് ജി വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, എ മുതൽ ജി വരെ 11th ഉണ്ട് എങ്കിൽ ഈ ബിറ്റ്വീൻ എത്ര കാണും? 4 പേര് മാറും അല്ലെ? ജി, ഈ ഇടയ്ക്കുള്ള 2 പേരും വിയും കൂടെ അങ്ങ് മാറണം. സോ ബിറ്റ്വീൻ എ ആൻഡ് വി, ഇതാണ് ജി കേട്ടോ, ഇതാണ് ജി. ഇവിടെ 4 പേരുണ്ട്, നോക്കാം, ഇവിടെ 4 പേരുണ്ട്. ദെൻ ബിറ്റ്വീൻ എ ആൻഡ് വി യു ഹാവ് 7 മൈനസ് ദീസ് 4, 11 മൈനസ് ദീസ് 4, 7 പീപ്പിൾ. എങ്കിൽ ടോട്ടൽ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഹൗ മെനി ബോയ്സ് ആർ ദെയർ ഇൻ ദ റോ? അപ്പൊ നമുക്ക് എണ്ണാം. ഇങ്ങോട്ട് എയുടെ ഇപ്പുറത്തോട്ട് എത്ര ഉണ്ട്? 15 അല്ലേ? പ്ലസ് 1, ഇത് നമ്മുടെ എ ആണ്. ബിറ്റ്വീൻ എ ആൻഡ് വി എത്ര ഉണ്ട്? 7 പ്ലസ് 1, അത് നമ്മുടെ വി ആണ്. ദെൻ വി കഴിഞ്ഞ് എത്ര പേരുണ്ട്? 17. ഇത്രേ ഉള്ളൂ. ആഡ് ചെയ്യുക. 15 പ്ലസ് 1 16 പ്ലസ് 7 23 പ്ലസ് 1 24 പ്ലസ് 17 41. യെസ്, ഓപ്ഷൻ ഉണ്ട് 41. ആ ജിയുടെ കൺഫ്യൂഷൻ ആക്കരുത് നിങ്ങൾ, അത് മാത്രമേ ഉള്ളൂ. ജി ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, തേർഡ് ഫ്രം വി ടുവേർഡ്സ് റൈറ്റ് എന്നും 11th ഫ്രം എ ടുവേർഡ്സ് റൈറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. ഓക്കെ, അടുത്തത് 36. Oh, again, these kinds of questions are coming again and again. നിങ്ങളൊന്ന് ചിന്തിക്കുക, ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, then look at the options. ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ്, ഇത്ര ടൈം കൂടുതൽ എടുക്കുമായിരിക്കും. 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് കമ്പൈൻ ചെയ്ത് എല്ലാം ഒന്നേ അലോൺ കിട്ടണം, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ഹു ഈസ് ദ യങ്ങസ്റ്റ്. ഒന്നുമില്ല, നമ്മൾ സ്ട്രൈറ്റ് വേ ആയിട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ, ഹു അമംഗ് ദ ഫോളോയിങ് ABCD ഈസ് ദ യങ്ങസ്റ്റ്? യങ്ങസ്റ്റ് ഏതാണ് ചോദിച്ചത്? നമ്മൾ S1 എടുത്തു. സി ഈസ് യങ്ങർ ദാൻ ഡി ബട്ട് ഓൾഡർ ദാൻ, യങ്ങസ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. സി ഈസ് യങ്ങർ ദാൻ ഡി ബട്ട് ഓൾഡർ ദാൻ എ ആൻഡ് ബി. അപ്പം നമുക്കൊരു കാര്യം ഉറപ്പാണ് ഈ ഒരു കേസിൽ നിന്ന്, സിയും അല്ല ഡിയും അല്ല യങ്ങസ്റ്റ് അല്ലേ? സി ഈസ് യങ്ങർ ദാൻ ഡി. ഓക്കെ, സി ഈസ് യങ്ങർ ദാൻ ഡി, സോ ഡി ഈസ് എൽഡർ ദാൻ, ഓക്കെ, ആൻഡ് ബട്ട് ഓൾഡർ ദാൻ എ ആൻഡ് ബി. അപ്പൊ സിയും ഡിയും അല്ല യങ്ങർ. സോ വി ആർ ഷുവർ ദാറ്റ് എ അല്ലെ ബി, ഇതിൽ ഏതെങ്കിലും ഒരാളാണ് യങ്ങർ. ഡി ഈസ് ദ ഓൾഡസ്റ്റ്. അത് വെച്ച് നമുക്ക് പ്രത്യേകിച്ച് കാര്യം വല്ലതും ഉണ്ടോ? ഡി ഈസ് ദ ഓൾഡസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ട് വലിയ കാര്യം വല്ലതും ഉണ്ടോ? ഇല്ലല്ലേ, വലിയ കാര്യം. ഓൾഡസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്, വലിയ കാര്യമൊന്നും യങ്ങസ്റ്റ് ഉണ്ട്. S3 എന്താ പറഞ്ഞേക്കുന്നത്? എ ഈസ് ഓൾഡർ ദാൻ ബി. യെസ്, നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 എയും ബിയും ആണ് ഉറപ്പിച്ചു.
Then we just need to find out who is elder or youngest among A and B. That's നമുക്ക് statement 3 ന്ന് കിട്ടി. So if we combine S1 and S3, you will get a definite answer. നോക്കാം S1 S3 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? S1 alone അല്ല, S1 and S2 together അല്ല, S2 and S3 together അല്ല. Yes, S1 and S3 together are sufficient to answer the question. Is it clear? Okay അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ഡൗട്ട് ഇല്ലെന്ന് വിശ്വസിക്കുന്നു. Moving forward. Okay, again, simple question. How many integers are there between 1 and 100 which have 4 as a digit but not divisible by 4? എങ്ങനെ ചെയ്യും? What is the easiest way? What is the easiest way? Suggest something. എന്ത് ചെയ്യും? ഒന്നുമില്ല. എന്താ ഈ നമ്പറെല്ലാം ഒന്ന് എഴുതി നോക്കിയാൽ മതി, വേറെ ഒന്നും നടക്കത്തില്ല. അപ്പം എൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 4 വരണം അതിനകത്ത്, അത്രേ ഉള്ളൂ. അപ്പം 4, 14, 24, 34. പിന്നെ വരുന്നത് 40, 41, 42, 43, 44, 45, 46, 47, 48, 49. Then 54, 64, 74, 84, 94. ഇതിൽ ഇവർ ചോദിച്ചേക്കുന്നത് ഏതൊക്കെ നോട്ട് ഡിവിസിബിൾ ബൈ 4 അങ്ങനല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പം ദർ 4 ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ഇനി ഡിവിസിബിൾ ബൈ നോട്ട് ഡിവിസിബിൾ ബൈ 4 കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, 14 is not divisible by 4, 34 is there, 41, 42, 43, 45, 46, 47, 49, 54, 74, 94 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 നമ്പേഴ്സ്. ഓപ്ഷൻ ഉണ്ടോ? യാ, ഇത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ മെത്തേഡ് ഉണ്ടോ? ഹലോ, ഇത്രേ ഉള്ളൂ, ഇതേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്യാം, കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കാം. 38. ഓക്കെ, ദിസ് ഇത് വോളിയം ഓഫ് സിലിണ്ടേഴ്സ് മെൻസുറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഇഫ് യു നോ അറ്റ്ലീസ്റ്റ് വാട്ട് ഈസ് എ വോളിയം ഓഫ് എ എന്താ ക്യൂബാണോ പറഞ്ഞേക്കുന്നത്, മെറ്റാലിക് ക്യൂബ്. ഓക്കെ ഓക്കെ, ഒന്ന് ചിന്തിക്കുക. ഇത്തിരി ടഫാണ്, ഇത്തിരി ടഫ്. ഒന്ന് നിങ്ങൾ ആ പിക്ചർ ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് റിക്വയർ സം ഇമാജിനേഷൻ, ദാറ്റ്സ് ഓൾ. ഇത് റിസൾട്ട്സ് ഉണ്ടെ പറയാം. Okay, let me read. Let X and Y be the volumes. Along with that, M and N be the masses of 2 metallic cubes P and Q. അപ്പോൾ 2 ക്യൂബ് ഉണ്ട്. ഒന്ന് P, പിന്നൊരു ഞാൻ each side of Q is 2 times that of P and mass of Q is 2 times that of P. Mass of Q is, okay, each side of Q is 2. Okay, Q വലിയൊരു ക്യൂബാണ്. ഓക്കെ, അതായത് നമുക്ക് 2 ക്യൂബ് ഉണ്ട്, ഒന്ന് Pയും ക്യൂബും. And each side of Q is 2 times that of P. അപ്പം ഞാൻ പിയുടെ ഒരു സൈഡ് എ എന്ന് എടുത്താൽ ക്യൂവിൻ്റെ ഒരു സൈഡ് 2a ആയിരിക്കും. ഓക്കെ, ആൻഡ് മാസ് ഓഫ് ക്യൂ ഈസ് 2 times that of P. ഓക്കെ, അപ്പോൾ ആദ്യം ഇവർ പറഞ്ഞ പോലെ ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ദ വോളിയൂംസ്. അപ്പോൾ ഇതിൻ്റെ വോളിയം എക്സും ഇതിൻ്റെ വോളിയം നമ്മൾ വൈ എന്ന് എടുത്തു. എലോങ് വിത്ത് ദാറ്റ് എം ആൻഡ് എൻ ബി ദ മാസസ്. എം ആയിരിക്കട്ടെ ഇതിൻ്റെ മാസ്, എൻ ആണ് ഇതിൻ്റെ മാസ്. ഇവിടെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എ ഒരു സൈഡ് എടുത്തു, അപ്പം പിയുടെ സൈഡ് ആണെങ്കിൽ ക്യൂയുടെ സൈഡ് 2a. മാസ് എടുക്കുകയാണെങ്കിൽ മാസ് ക്യൂവിൻ്റെ ഡബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ ഈസ് ഈക്വൽ ടു മാസ് എം ആണെങ്കിൽ എൻ ഈസ് ഈക്വൽ ടു 2m ആണ്. ഈ സൈഡ് ക്യൂ ഈസ് 2 times that of P and mass of Q is 2 times that of P. ഇതിൻ്റെ മാസ് എം ആണെങ്കിൽ ഇതിൻ്റെ മാസ് 2m ആണ്. പിന്നെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നുണ്ട്. യു ഈസ് ഈക്വൽ ടു എം ബൈ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വി ഈസ് ഈക്വൽ ടു എൻ ബൈ വൈ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് നമുക്കൊരു മനസ്സിലാവുന്ന രീതിയിലാക്കണം. ഇത് എക്സ് വൈ എം എൻ നമ്മൾ പിന്നെ അസ്യൂം ചെയ്ത എ എന്നുള്ള വാല്യൂ ആണ്. അതിന് നമുക്ക് ഈസി ആക്കിയിട്ട് എടുക്കണം. അപ്പം എക്സും നമുക്ക് വോളിയമാണ്. അപ്പം വോളിയം ഒന്ന് ചിന്തിച്ച് നോക്കാം. വോളിയം ഓഫ് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇഫ് സൈഡ് ഈസ് എ ദെൻ വോളിയം ഓഫ് ദാറ്റ് ക്യൂബ് ഈസ് എ ക്യൂബ് അല്ലേ, എ ക്യൂബ് ആണ്. സോ ഹിയർ വി ക്യാൻ സേ ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ
എക്സ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് ആണ്. അപ്പോൾ വൈൻ്റെ വോളിയം എന്താണ്? വൈ ഈസ് ഈക്വൽ ടു 2a ദ ഹോൾ ക്യൂബ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 8a ക്യൂബ് ആണ്. ഇനി നമുക്ക് ഇപ്പം ഇവിടെ ഒന്ന് സ്റ്റക്കായി, ഇനി മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകണമെങ്കിൽ നൗ യൂസ് വാട്ട് എവർ റിമൈനിങ്. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്നു യു ഈസ് ഈക്വൽ ടു എം ബൈ എക്സ് എന്ന് എടുത്തേക്കുന്നു. ഓക്കെ, എക്സ് നമുക്ക് ഓൾറെഡി കിട്ടി, എക്സ് ഈസ് ഈക്വൽ ടു എ ക്യൂബ്, സോ എം ബൈ എ ക്യൂബ് കിട്ടി. അടുത്ത വിൽ ടേക്ക് വി ഈസ് ഈക്വൽ ടു എന്താണ്? എൻ ബൈ വൈ, എൻ ഓൾറെഡി നമുക്ക് കിട്ടി, എൻ ഈസ് ഈക്വൽ ടു 2 എന്ന്. ഈ ക്യാൻസൽ ചെയ്യാൻ പോകാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നത് എൻ ബൈ എം, എൻ ഈസ് ഈക്വൽ ടു 2m ബൈ വൈ എന്താണ്? 8a ക്യൂബ്, 8a ക്യൂബ് ആണ് അല്ലേ. ബട്ട് വി ഹാവ് യു ഈസ് ഈക്വൽ ടു എം ബൈ എ ക്യൂബ് എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ അതുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/8 ഇൻറ്റു എം ബൈ എ ക്യൂബ് എന്ന് എടുത്താൽ 2/8 ഇൻറ്റു യു, ദാറ്റ് ഈസ് ഈക്വൽ ടു യു ബൈ 4. ദിസ് ഈസ് ഓക്കെ, ഒന്ന് ലെജിബിൾ ആയിട്ട് എഴുതാം. ദിസ് യു വിൽ ഗെറ്റ് വി ഫൈനലി ആസ് വി ഈസ് ഈക്വൽ ടു യു ബൈ 4 എന്ന് കിട്ടി. ഓപ്ഷൻ നോക്കാം. അപ്പം യു നമുക്ക് ഫ്രാക്ഷൻ മാറ്റാം. യു ഗെറ്റ് യു ഈസ് ഈക്വൽ ടു 4v. ഇതാണ് നമുക്ക് ഫൈനലി കിട്ടുന്നത്. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. യു ഈസ് ഈക്വൽ ടു 4v ഉണ്ട്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. സി ദിസ് കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, ഞാൻ എഗ്രി ചെയ്യാം. ഓക്കെ, കാരണം ഇത് നിങ്ങൾ പലയിടത്തും സ്റ്റക്ക് ആവും. എങ്ങനെ ചെയ്യണമെന്ന് മുന്നോട്ടുള്ള കൺഫ്യൂഷൻ വരും. ഇതൊക്കെ ലാസ്റ്റ് ചെയ്യാൻ വിടാം. ഓക്കെ, ഇഫ് യു ആർ വെരി ഗുഡ് അറ്റ് ദിസ് പോർഷൻ ദെൻ യു ക്യാൻ ട്രൈ. ക്ലിയർ ആണോ? ഹലോ സർ, നമ്മൾ ആ യു ഈക്വൽ ടു എം ബൈ എക്സ് എന്നെടുത്ത ആ ഒരു ഏരിയ ഒന്ന് ജസ്റ്റ് പറയാമോ? എന്താ സംഭവം? ഞാൻ പെട്ടെന്ന് ഇവിടെ തന്നിട്ടുണ്ട് ലെറ്റ് യു ഈസ് ഈക്വൽ ടു എം ബൈ എക്സ് എന്ന് അവർ തന്നിട്ടുണ്ട്. ഞാൻ പുതുതായിട്ട് ഓക്കെ സർ, ഓക്കെ മനസ്സിലായി. ഇറ്റ്സ് ഗിവൺ there. കാരണം ഐ ഡിഡ്ന്റ് യൂസ് ഇറ്റ് ഫസ്റ്റ്, കാരണം അതിന്റെ ഒരു യൂസും ഇല്ല. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി, എന്നിട്ട് മുന്നോട്ട് പോകുന്നില്ല. ദെൻ ഐ തോട്ട് ഓഫ്, അപ്പോഴാണ് അവിടെ ഇത് പറഞ്ഞേക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അടുത്തത് 39. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. The average age of a teacher and 3 students is 20 years. If all the 3 students are of the same age and the difference between the age of the teacher and the student is 20, what is the age of the teacher? എങ്ങനെ? ഈസി ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ എന്ത് ചെയ്യും? ഹൗ വിൽ യു സ്റ്റാർട്ട്? ഓക്കെ, ഒന്നുമില്ല. ഞാൻ ടീച്ചറിന്റെ ഏജ് ടി എന്ന് എടുക്കുന്നു. ടീച്ചറിന്റെ ഏജ്, ഓരോ സ്റ്റുഡൻസിന്റെയും ഏജ് എക്സ് എന്ന് എടുക്കുന്നു. അപ്പൊ പറഞ്ഞിട്ടുണ്ട് ആവറേജ് ഏജ് ഓഫ് ടീച്ചർ ആൻഡ് 3 സ്റ്റുഡൻസ് 20 ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? ടി പ്ലസ് 3x, എല്ലാം കൂടെ എത്ര പേരുണ്ട്? 4 പേര്. ബൈ 4 ഈസ് ഈക്വൽ ടു 20. സോ ഐ വിൽ ഗെറ്റ് ടി പ്ലസ് 3x ഈസ് ഈക്വൽ ടു 80. അതൊരു ഇക്വേഷൻ. അടുത്തെന്താ പറഞ്ഞേക്കുന്നത്? സ്റ്റുഡൻസ് എല്ലാം സെയിം ഏജ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ 3x എന്ന് എടുത്തത്. എക്സ് പ്ലസ് എക്സ് അതെല്ലാം സെയിം 3x ആണ് എടുത്തു. ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് ദ ടീച്ചർ ആൻഡ് ഈച്ച് സ്റ്റുഡൻറ്, ഓരോ ടീച്ചറിന്റെയും ഓരോ സ്റ്റുഡന്റിന്റെ ഏജ് 20 ആണെന്ന് പറഞ്ഞു. സോ നെക്സ്റ്റ് ഇക്വേഷൻ ഈസ് ടി മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 20. യു സോൾവ് ദിസ് അല്ലേ? യു ജസ്റ്റ് സബ്ട്രാക്ട് ദീസ് ടു. ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, യു സബ്ട്രാക്ട്. ടിയും ക്യാൻസൽ ആക്കും. 4x ഈസ് ഈക്വൽ ടു 60. യു വിൽ ഗെറ്റ് x ഈസ് ഈക്വൽ ടു 15. എന്താ ചോദിച്ചേക്കുന്നത്? What is the age of the teacher എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ടി മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 20 നമുക്കുണ്ട്. ടി മൈനസ് 15 ഈസ് ഈക്വൽ ടു 20. ടി ഈസ് ഈക്വൽ ടു 35. ഈസി ക്വസ്റ്റ്യൻ. 35 വേർഡ്സ് സി. ക്ലിയർ ആണല്ലോ? ഈസിയാണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഒന്നും ഒരിക്കലും തെറ്റിക്കരുത്. ഈവൻ ഷുഡ് നോട്ട് ഡെയർ ടു ഈവൻ ലീവ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ അല്ലേ? അടുത്തിലോട്ട് പോവാം. നിങ്ങളവിടെ ഉണ്ടോ? ഐ കനോട്ട്, സെൻസ് കിട്ടുന്നില്ല. നിങ്ങളുണ്ടോ? ഓക്കെ, ഇടയ്ക്ക് കണക്ഷൻ പോകുമ്പോഴേ ആ ഇഷ്യൂ വരും, അതുകൊണ്ട് പറഞ്ഞ. ഓക്കെ, മൂവിങ് ഫോർവേഡ്. 39 അല്ലേ? 40. ഓക്കെ, another simple question. A person bought a car and sold it for 3 lakhs. If he incurred a loss of 20%, then how much did he spend to buy the car? Very simple question. എങ്ങനെ ചിന്തിക്കും? ഈസി മെത്തേഡ് പറയാം. അയാൾ സെല് ചെയ്യുന്ന പ്രൈസ് ആണ് 3 ലാക്ക്. സെല് ചെയ്യുന്ന 20%.
20% ആണ്. സോ നമുക്ക് ആദ്യത്തെ പ്രൈസ് ആണ് കണ്ടത്. സോ എക്സ് ഈസ്, അതായത് എക്സിന്റെ ഏതൊരു പ്രൈസിന്റെ ഇപ്പോൾ ഉള്ള എക്സിന്റെ എക്സ് 80% ആണ്. എക്സ് 80% ഈസ് 3 lakhs. ഇതാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. എങ്കിൽ എക്സ് കണ്ടാൽ മതി അല്ലേ. എക്സിന്റെ 80% ആണ് 3 lakhs. ഇതാണ് ഇതിന്റെ സമ്മറി. അത് കണ്ടാൽ സോ എക്സ് ഇൻറ്റു 80/100 ഈസ് ഈക്വൽ ടു 3 lakhs. You solve it, x is equal to it's like solve ചെയ്യുമ്പം 3, okay, 3 into 37.5. Okay, 37.5. Okay, 375. Okay, അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യാ, ഓക്കെ, സിമ്പിൾ. ദാറ്റ്സ് ആൻസർ. ഇതാണ് ഇതിലെത്തുക നിങ്ങൾ. അതാണ് നിങ്ങളുടെ ഒരു ചലഞ്ച്. അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു യെസ്, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ ക്രോസ് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, വിൽ ഗെറ്റ് ഇറ്റ്സ് ലൈക്ക് 5 4 കിട്ടും. സോ 15 lakh by 5 കിട്ടും. യു ഡിവൈഡ് ഇറ്റ് 15 lakhs by 4 കിട്ടും. 375,000 കിട്ടും. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചെയ്യാം. ഇത് ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഐഡന്റിഫൈങ് ദിസ് സ്റ്റെപ്പ്. ഓക്കെ, വേറെ ഒന്നുമില്ല. ഈ ഒരു സിമ്പിൾ കാര്യം ആർക്ക. ഇത് നമ്മൾ സാധാരണ അല്ലേ, നമ്മൾ കടയിൽ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങി ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യുമ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് അല്ലേ. എത്ര ഡിസ്കൗണ്ട് കിട്ടും, അല്ലെ ഇതിൽ നേരത്തെ എത്ര ആയിരുന്നു പ്രൈസ് എന്നൊക്കെ നമ്മൾ ഡെയിലി കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, അടുത്തത് 47. ഇവിടെ ഒരു ഓഫറിന്റെ കാര്യം പറഞ്ഞു. 3 ഓഫറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈസിയസ്റ്റ് വേ യു നീഡ് ടു അസ്യൂം സം വാല്യൂ. എന്നിട്ട് ഈ 1 2 3 എഴുതുക. ദെൻ ഇതിലെ ഓപ്ഷൻ ഏതാ കറക്റ്റ് എന്ന് നോക്കാം. സോ ഈസിയസ്റ്റ് മെത്തേഡ് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വാല്യൂ ഏതാ ഇവിടെ? ഞാൻ പറയാം. എ ഷോപ്പ് ഓണർ 100 ആണ്. അത് തന്നെ. എ ഷോപ്പ് ഓണർ ഓഫേഴ്സ് ദ ഫോളോയിങ് ഡിസ്കൗണ്ട്സ്. ഒരു ആർട്ടിക്കിൾ ഉണ്ട്, എന്തോ ഒരു സാധനം. അതിൽ നമ്മൾ സപ്പോസ് അതിന്റെ പ്രൈസ് 100 rupees ആണ് വെക്കുക. സോ ഫസ്റ്റ് കേസ് ഞാൻ എടുക്കുന്നു. 100 ആയിരുന്നു ആദ്യം. ഹി ഗേവ് ഡിസ്കൗണ്ട്സ് ഓഫ് 10% ആൻഡ് 20%. ആദ്യം 10% ഡിസ്കൗണ്ട് കൊടുത്തു, 90 ആയി അല്ലേ, 10 കുറച്ചു 90 ആയി. ദെൻ 20%, 90യുടെ 20% പിന്നെയും കുറച്ചപ്പോൾ -18. 90യുടെ 20% എന്ന് പറഞ്ഞാൽ 18 ആണ്. 90യുടെ 10% എന്ന് പറഞ്ഞാൽ 9, 20% എന്ന് പറഞ്ഞാൽ 18. അത് കുറച്ചപ്പം 72 കിട്ടി. ദെൻ അതിനൊരു ടാക്സ് എടുത്തു, സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ 10% എടുത്തു. അപ്പോൾ 72ന്റെ കൂട്ടത്തിൽ എന്ത് ആഡ് ചെയ്യണം? 7.2 ആഡ് ചെയ്യണം. സോ യു ഗെറ്റ് 79.2. ഇനി സെക്കൻഡ് കേസ് ഞാൻ എടുത്തു. ആദ്യം 100 രൂപ, ആദ്യം 20% ഡിസ്കൗണ്ട് കൊടുത്തു. 100ന്റെ 20% കുറച്ച് അത് 80, എല്ലാവർക്കും അറിയാം. ദെൻ 10% കൊടുത്തു. അപ്പോൾ 80യുടെ 10% പറഞ്ഞാൽ -8, 72 ആക്കി. അത് സെയിം കേസ് വന്നു അല്ലേ. അതിന് പിന്നെ 10% സർവീസ് ടാക്സ്. അപ്പോൾ അതും എന്താണ് 7.2 ആഡ് ചെയ്തു, 79.2 കിട്ടി. ഈ ഓപ്ഷൻ only 1, only 2, 3, all the options are equally good. അപ്പോൾ അത് ആയിരിക്കണം അല്ലേ. 1 2 ഒരുപോലെ, ഇനി 3 ആയിരിക്കണം. ഏതർ ഒന്നീ നിങ്ങൾക്ക് 3 is the best. 3 കൂടെ നമ്മൾ ചെയ്യണം. 3 is the best ഓപ്ഷൻ ആണെന്ന് നോക്കണം. ഓക്കെ, 3 എടുത്തു. 100. ഇവിടെ ആദ്യം സർവീസ് ടാക്സ് 10%. അപ്പോൾ 100 became 100ന്റെ 10%, 10 ആഡ് ചെയ്തു, 110. ദെൻ സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 20%. ആദ്യം 20%, 110ന്റെ 10% 11, 20% 22. 22 സബ്ട്രാക്ട് ചെയ്തു, യു ഗെറ്റ് 88. ദെൻ 88ന്റെ 10%. 88ന്റെ 10% പറയുമ്പോൾ 88 മൈനസ് 8.8, 80, 79.2. എല്ലാം 79.2 ആണ്. സോ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓൾ ദ ഓപ്ഷൻസ് ആർ ഈക്വലി ഗുഡ് ഫോർ ദ കസ്റ്റമർ. ഓക്കെ, ഡി ആണ് ഓപ്ഷൻ. സർ, ഇതില് 10 10 20 എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ ഓർഡർ മാത്രമേ മാറുന്നുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലും അത് സെയിം തന്നെ വരാ. അത് ഞാനായിരുന്നു അങ്ങനെ തന്നെ ചെയ്തേനെ. ബട്ട് ഹൗ വിൽ യു അത് ഇങ്ങനെ ആദ്യം ഒരു 10 ഞാൻ പറയട്ടെ 10 10 20 അതിന്റെ ഓർഡർ മാറി. അതാണ് ഈ ഈസിയസ്റ്റ് മെത്തേഡ്. ഐ അഗ്രി. പക്ഷെ ആദ്യം 10 കൂടി, അപ്പം 100 110 ആയി. പിന്നെ അത് കുറയുമ്പോൾ അതിന്റെ ആ ക്വാണ്ടിറ്റി അത്രയും കുറയുന്നു ചിന്തിക്കണം. അത് ഞാനിത് നിങ്ങൾക്ക് അറിയാത്തവർക്കും കൂടെ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഇത് ഞാൻ കണ്ട അപ്പോഴേ എടുത്ത് ഓൾ ദ ഓപ്ഷൻസ് ആർ ഈക്വൽ അടിക്കും. ബട്ട് ഇത് എത്ര പേർക്ക് ആദ്യം ഇത് ഐഡിയ വരും? അത് ചെയ്ത് നോക്കിയാലല്ലേ അത് കിട്ടുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, ഇഫ് യു നോ ദാറ്റ് ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, അപ്പോഴേ ചെയ്യാം, ഒന്നുമില്ല. എന്നാലും ഒരു കൺഫ്യൂഷൻ വരാം ആൾക്കാർക്ക്, മജോറിറ്റി ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരാം, അതേ ഉദ്ദേശിച്ചു. ഓക്കെ, അടുത്തത് 48. ഓക്കെ, ഒന്നുമില്ല, ഒന്ന് നോക്കാം. ദ ലെറ്റേഴ്സ് A to Z are numbered from 1 to 26 respectively. ഓക്കെ,
If GHI is 1578, DEF is 912, what is ABC എന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് നമ്പർ കോഡിങ്, നമ്പർ ലെറ്റർ കോഡിംഗ് ആണ്. അപ്പം നമുക്ക് A1 B2 അങ്ങനെ പോയിട്ട് Z is equal to 26 അതാണ് നമ്മുടെ കോഡ് വന്നേക്കുന്നത്. അപ്പം GHI ഇവർ പറഞ്ഞേക്കുന്നത് 1578 ആണ്. അപ്പം ജിയുടെ വാല്യൂ അതിനോ F6 ആണ്, അപ്പം G7 ആണ്. അപ്പം 8 9 ഇതാണ് എൻ്റെ വാല്യൂ. 789 1578. എനിക്ക് പെട്ടെന്നൊന്നും കത്തിയില്ല, ഞാൻ അടുത്ത് നോക്കുന്നു. DEF, ഡി എന്ന് പറയുമ്പോൾ 4 ആണ്, ഇത് 5 ആണ്, ഇത് 6 ആണ്. DEFിൻ്റെ വാല്യൂ 912. ഇവിടെ എനിക്ക് കാര്യം മനസ്സിലായി. 456 × 2 912 ആണ്. ഇവിടെയും കറക്റ്റ് ആണ്. ഓക്കെ, 789 × 2 1578 ആണ്. എങ്കിൽ ABC എന്താണ് ചോദിച്ചേക്കുന്നത്? ABC 1 2 3 × 2 എത്രയാണ്? 246. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓക്കെ, അടുത്തത് നോക്കാം. അഗെയിൻ ABCD ടൈപ്പ് ആണ്. ഒന്നുമില്ല, ഇതിലെ മിസ്സിങ് ഏതെന്ന് കണ്ടുപിടിക്കാം. ഒന്ന് ചിന്തിച്ച് നോക്കി. ജസ്റ്റ് തിങ്ക്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നത്. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതായത് എങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഫ്രം ദ സ്ക്രാച്ച് എങ്ങനെ ചിന്തിക്കുന്നു, ആ രീതിയിലാണ് ഞാൻ പോകുന്നത്. ഇവൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ്. ഇവിടെ നിന്ന് എനിക്ക് ഡയറക്റ്റ് അറിയാമായിരുന്നു ഇവിടെ × 2 ആണ്, ബട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ആ കണക്ഷൻ കിട്ടി കാണത്തില്ല. സോ ഐ ടുക്ക് ദ അദർ വൺ. ഓക്കെ, മജോറിറ്റി ആൾക്കാർ എല്ലാവരും ചിന്തിക്കുന്ന പറയുന്നത് മജോറിറ്റി ആൾക്കാർ. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഒന്നുമില്ല, 2 റേഷ്യോസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. സോ ACPQ ദാറ്റ് ഈസ് സിമിലർ ടു BESU. അപ്പം ഞാൻ ആ സിമിലാരിറ്റി ആദ്യം കണ്ടുപിടിക്കണം. ABI A+1, അല്ലെ, A കഴിഞ്ഞ് ഒരു തൊട്ടടുത്ത സംഖ്യയാണ്, അടുത്ത ലെറ്റർ ആണ് B. C കഴിഞ്ഞ് 2 എണ്ണം കഴിഞ്ഞാണ് CDE C+2 അല്ലേ. P കഴിഞ്ഞ് അപ്പം 3 ആയിരിക്കണം അല്ലേ. PQRS യെസ് +3 ആണ്. അതുപോലെ Q കഴിഞ്ഞിട്ട് RSTU +4 ആണ് U. അപ്പം MNGI ആണെങ്കിൽ ഇവിടെ +1, ഇവിടെ +2, ഇവിടെ +3, +4. നെക്സ്റ്റ് നമ്പേഴ്സ് M+1 N+2 NOP. ഓപ്ഷൻ നോക്കുക. NP എല്ലാവരും ഇപ്പം ഇത് മാത്രമേ പോയിട്ടുള്ളൂ. HIJ JNPJ. ഓക്കെ, 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, വെരി ട്രിക്കി വൺ. JKLM NPJ D ആണ്. ഓക്കെ, യൂഷ്വലി ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഓപ്ഷൻ നോക്കുക, ബട്ട് അവർ നമ്മളെ ലാസ്റ്റ് വരെ they made us to write right അങ്ങനെ ആക്കി. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. NPJ D ആണ് ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ യൂഷ്വലി ചോദിക്കാറുണ്ട്, എല്ലാ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസിലും വരുന്നതാണ്. ആ പാറ്റേൺ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് മാത്രം നോക്കണം. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നോക്കാം. 50, അനദർ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ among the following? നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം എന്ത് ചെയ്യും? വെരി സിമ്പിൾ. എന്ത് ചെയ്യും? What will you do? ഇങ്ങനെ കിട്ടിയാൽ ഇങ്ങനെ ഒരു ഫ്രാക്ഷനും റൈസ് ടു മൈനസ് പവർ നമുക്ക് പറ്റുന്ന രീതി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു രൂപത്തിലോട്ട് മാറ്റാം. 1/2 അങ്ങനെ ആക്കിയിട്ട് അതന്നെ ഏറ്റവും കൂടിയത്. അയ്യോ, അടിയിലത്തെ ഇത് -6 വന്നില്ലേ. 1/2 റൈസ് ടു -6 എന്ന് പറഞ്ഞാൽ ഇത് റെസിപ്രോക്കലായി മേളിൽ പോയി. അപ്പൊ 2/6 ആയി, അത്രേ ഉള്ളൂ. അതുപോലെ 1/4 അപ്പൊ 64. ഇനി 1/4 റൈസ് ടു -3 എന്ന് പറഞ്ഞാൽ സംതിങ് റൈസ് ടു ദ പവർ ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, അത്രേ ഉള്ളൂ. സോ ഇത് 4/3 ആയി. 4/3 എത്ര? അത് 64. 1/3 റൈസ് ടു -4 എന്ന് പറയുമ്പോൾ എന്താണ്? 3/4. അതെന്താണ്? 81. അടുത്തത് ഇതെന്താണ്? 1/6 റൈസ് ടു -2 എന്ന് പറഞ്ഞാൽ 6² ആണ്, 36. എന്താ ക്വസ്റ്റ്യൻ? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ? 81 ആണ് ലാർജസ്റ്റ്. സോ C ആണ് ആൻസർ. കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുന്നത് ഈ 1/2 റൈസ് ടു -6 എന്ന് പറയുമ്പോൾ എന്താണെന്ന്, അതാണ്. ഒന്നുമില്ല, 1/10⁴ ഈസ് ഈക്വൽ ടു എന്താണ്? 10⁻⁴ എന്ന് എഴുതത്തില്ലേ? ഇതിന്റെ റെസിപ്രോക്കൽ അല്ലേ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നത്. സോ ഇതും അങ്ങനെ ചിന്തിച്ചാൽ പോരെ. ക്ലിയർ ആണോ? ഈ ഐഡിയ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇത് റൈസ് ടു ദ പവർ ഓഫ് y റൈസ് ടു ദ പവർ ഓഫ് -x ഈസ് ഈക്വൽ ടു 1/y റൈസ് ടു ദ പവർ ഓഫ് x. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈസ് ഇറ്റ് ക്ലിയർ നോ? ഓക്കെ ഓക്കെ, ഇത് ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അല്ല നിങ്ങൾ അവിടെ ഇരുത്തും.
നിങ്ങളപ്പോൾ 1/2 അപ്പോൾ 1/2 ഇപ്പം നിങ്ങളിത് സപ്പോസ് നിങ്ങൾക്ക് അത് അറിയത്തില്ല. ഇഫ് യു റൈറ്റ് ഇറ്റ് ആസ് 1/2 റൈസ് ടു ദ പവർ ഓഫ് 6 എന്നോ അങ്ങനെ എന്തെങ്കിലും 1/2 റൈസ് 6 നോക്കി എഴുതിയാൽ പോയി, അവിടെ അതിൻ്റെ തീർന്നു. അപ്പം യു വിൽ ബി ഫൈൻഡിങ് ദ, നിങ്ങൾ ഇതിലോട്ട് പോകും ആൻസർ, ഏറ്റവും ചെറുതിലോട്ട് പോകും, അതാണ് പ്രശ്നം. ഓക്കെ, സോ ദിസ് ഇസ് ദ ആൻസർ. അടുത്തത് 51. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലെങ്ത് എക്സ് സച്ച് ദാറ്റ് 3.5 meter and 8 and 3/4 ആർ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ഇറ്റ്? എന്താണ് നമ്മൾ നേരത്തെ ഇതുപോലെ ഒരെണ്ണം ചെയ്തായിരുന്നു. അപ്പൊ എന്താ അപ്ലൈ ചെയ്യേണ്ട ഇവിടെ? ഗ്രേറ്റസ്റ്റ് ആയതുകൊണ്ട് LCM ആയിരിക്കൂലേ? ഗ്രേറ്റസ്റ്റ് ആയതുകൊണ്ട് LCM അങ്ങനല്ല, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ HCF തന്നെയാണ് എടുക്കേണ്ടത്, പറഞ്ഞുതരാം. ഓക്കെ, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലെന്ത്? ഗ്രേറ്റസ്റ്റ് ലെന്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് അവർ വെച്ചേക്കുന്നത്. അതിന്റെ എക്സ് എന്ന് പറഞ്ഞ സാധനം അതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കും. സോ എക്സ് എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും, അതിന്റെ ഒരു വലിയ വാല്യൂ ഇത് എക്സ് ഇസ് ലെസ്, ചെറുതാണ്. അപ്പം HCF ആയിരിക്കും, ചെറുത് HCF അല്ലേ എടുക്കുന്നത്. അത് പ്രത്യേകം ഗ്രേറ്റസ്റ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ യു ക്യാൻ സേ ലൈക്ക് കോമൺ ഫാക്ടർ, ഗ്രേറ്റസ്റ്റ് ഹയസ്റ്റ്. ഇപ്പം ഹയസ്റ്റ് HCF എന്ന് കിട്ടി, അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാം. ക്ലിയർ ആണോ? പറഞ്ഞാൽ മനസ്സിലായോ? Okay sir, okay, clear. So you need to find HCF of 3 and 1/2, 8 and 3/4. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു ഫോർമുല എഴുതാം. HCF of 7/2 ഫ്രാക്ഷൻ ആക്കുന്നു 35/4. So HCF of a fraction, ഈ ഇക്വേഷൻ അല്ല, ഇറ്റ്സ് എ സിമ്പിൾ തിങ്. HCF of a fraction is equal to HCF of numerator by HCF of denominator. So HCF of numerator അതൊക്കെയാണ് 735 by HCF of, സോറി ഇത് LCM ആണ്, ഓർത്തിരിക്കുക, എനിക്കും തെറ്റി. HCF of a fraction is equal to HCF of the numerator by LCM of denominator. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ദിസ് ഈസ് താഴെ LCM of 2 and 4. അപ്പം നോക്കാം, HCF of 7 and 35 എന്താണ്? 7 അല്ലേ? 7 into 5 35. LCM of 2 and 4, highest least common multiple, ഇതിൻ്റെ രണ്ടും കൂടെ കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? 4. സോ 7/4 യു ഗോട്ട്. സോ 7/4നെ നിങ്ങൾക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആകുമ്പോൾ 1 and 3/4 എന്ന് കിട്ടും. സോ ദാറ്റ്സ് ദ ആൻസർ. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് എഴുതി വെച്ചേക്കുക. HCF of a fraction is equal to HCF of numerator by LCM of denominator. 7/4നെ 1 and 3/4 ആക്കാൻ അറിയാത്തവർക്ക് ഞാൻ കാണിച്ചാൽ ഇത്രയേ ഉള്ളൂ. യു ജസ്റ്റ് ഡിവൈഡ് 7/4, 1 4 3. സോ 1 and 3/4 അതാണ്. എന്താ ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് ഒരു വലിയ ടേബിൾ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വെച്ചേക്കുന്നത് വാട്ട് വാസ് ദ നാച്ചുറൽ ഫോർ വിച്ച് പീരീഡ് വാസ് ദ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് മാക്സിമം? എന്ത് ചെയ്യും? വാട്ട് വിൽ യു ഡു? ഇന്നത്തെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതാ, ഉള്ള കാര്യം പറയാം. വാട്ട് വിൽ യു ഡു? It might seem like a difficult one, but it's very simple. അത്രേ ഉള്ളൂ, അത് തന്നെ. നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ഡിഫറൻസ് അത് തന്നെ. നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും UPSC ജനറൽ സ്റ്റഡീസ് പഠിക്കുന്ന ആൾക്ക് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്താണ്? ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ്. ഇവിടെ ബർത്ത് റേറ്റ് തന്നിട്ടുണ്ട്, ഡെത്ത് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട എല്ലാം ഒന്നും എന്താണ് സബ്ട്രാക്ട് ചെയ്ത് നോക്കണ്ട. നിങ്ങളൊന്ന് നോക്കിയേ, 48 35 46 36 ഇങ്ങനെ കുറഞ്ഞു വരികയാണ് അല്ലേ? സോ ഒന്നേ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ മാത്രം നോക്കാം. ഞാൻ നോക്കുമ്പം ഈ ലാസ്റ്റ് രണ്ടെണ്ണം കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ? ലാസ്റ്റ് രണ്ടെണ്ണം എനിക്ക് ഏകദേശം എബോവ് 20 ആണ് കിട്ടി. ഇവിടെ വരെ ബിലോ 20 ആണ്, ഇവിടെ എബോവ് 20 ആണ്. സോ ഞാൻ 1961 എടുത്ത ഓപ്ഷനിലുണ്ട്. അപ്പോൾ 41.1 മൈനസ് 18.9 ഇറ്റ്സ് ലൈക്ക് 22.2. ദെൻ സോറി ഇതെടുത്തു 37.1 മൈനസ് 14.8 22.3. സി ദിസ് ആൻസർ. ഇത്രേ ഉള്ളൂ കാര്യം. ഇവിടെ ഒരേ ഒരു കാര്യം, യു ഷുഡ് നോ വാട്ട് ഇസ് മെൻ ബൈ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. അത് ആ ഡിഫറൻസ് ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റ് അത് മാക്സിമം ഏതാണെന്ന് ചോദിക്കുന്നത്. ആ ഡിഫറൻസ് മാക്സിമം ഇവിടെ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തലോട്ട് പോകാമല്ലോ. അവർക്ക് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഹലോ, ഐ ആം മൂവിങ് ഫോർവേഡ്. 53. ഓക്കെ, ഇത് ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ബട്ട് യു ഷുഡ് നോ ഹൗ ടു ഡു ദിസ്. അത്രേ ഉള്ളൂ. ഇത് എങ്ങനെ ചെയ്യണം എന്നറിയാമെങ്കിൽ എളുപ്പമായി.
അത് മേ ബി നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. എനിവേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് റെക്കറിംഗ് ഡെസിമൽസ് എന്നാണ് പറയുന്നതിന്. അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് അസ്യൂം കോമൺ എല്ലാം ഇങ്ങനെ എടുക്കുക. ഓക്കെ, ജസ്റ്റ് അസ്യൂം എക്സ് ഈസ് ഈക്വൽ ടു 1.272727. നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.27. ഈ ഒരു ബാർ ഇങ്ങനെ വരയ്ക്കും. സോ ഒന്ന്. സോ ബിക്കോസ് ഇവിടെ 2 ഡെസിമൽ കഴിഞ്ഞ് 2 പോയിന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അതിനൊരു ഒരു എന്താ പറയുന്നത് ആ ഒരു ടെക്നിക്കാണ്. ഓക്കെ, 2 ഡെസിമൽ റിപ്പീറ്റ് ചെയ്യുമെങ്കിൽ യു മൾട്ടിപ്ലൈ ഈച്ച് സൈഡ് ബൈ 100. സോ 100x ഈസ് ഈക്വൽ ടു 127.27 ഇങ്ങനെ പോകും. സോ യു ഹാവ് 2 ഇക്വേഷൻസ് അല്ലേ. ഇതിനെ ഞാൻ 1 എന്ന് വിളിക്കുന്നു, ഇതിനെ 2 എന്ന് വിളിക്കുന്നു. Then you subtract 1 from 2. 2 minus 1. Then you get 100x minus x. 99x is equal to 127.27 minus 1.27. You get 126. കാരണം എനിക്ക് ഡെസിമൽ കളയാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. So you get like x is equal to 126 by 99. If you divide it by 9, yeah, if you divide it by 9, you get 14 and 11. 14 by 11 option undo? Yes, option undo. 14 by, if you divide 14 by 11, you will get like this 1.272727. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ 3 എണ്ണമാണ്. ഇപ്പോൾ 1.273 അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാണെങ്കിൽ യു മൾട്ടിപ്ലൈ ഈ സൈഡ് ബൈ 1000. ഇപ്പോൾ അല്ലെങ്കിൽ 1.111 ആണെങ്കിൽ യു മൾട്ടിപ്ലൈ ഈ സൈഡ് ബൈ 10. ക്ലിയർ ആണോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത 54 ചെയ്തോളൂ. Okay, simple. What is the least 4-digit number when divided by 3, 4, 5, 6 leaves a remainder 2 in each case? എങ്ങനെ ചെയ്തു ഒന്ന് ചിന്തിക്കുക, എന്നിട്ടൊന്ന് പറയുക. 54 പല രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇഫ് ഞാനാണ് ഈ ക്വസ്റ്റ്യൻ കാണുന്നെങ്കിൽ പറഞ്ഞ ലീസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ലീസ്റ്റ് നമ്പർ. ഓക്കെ, ഒന്നുമില്ല, ലാസ്റ്റ് വിത്ത് ദ ലീസ്റ്റ് നമ്പർ. ആൻഡ് ഇറ്റ് ഈസ് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഷുഡ് ഇതിൽ 3, 4, 5 ഡിവൈഡ് ചെയ്താൽ ഇറ്റ് ഷുഡ് റിമൈൻഡർ ഓഫ് 2. പക്ഷെ എനിക്കൊരു കാര്യമാണ് 10, 12 അല്ലെ, 1012 ഡിവൈഡ് ബൈ 4 റിമൈൻഡർ എന്താണ്? 0 ആണ്. 1000 ഈസ് divided by divisible by 4 and 12 is also divisible by 4. അതല്ല. Then next list number എടുത്തു 1022. 1022 ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. യെസ്, 1020 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്, 2 റിമൈൻഡർ കിട്ടും. 3 കൊണ്ട് ശരിയായി. 1022 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ശരിയാണ്. 1020 is divisible by 4. This also leaves a remainder. 1022 leaves a remainder 2. 1022 divisible by 5 അല്ലേ, ഉറപ്പായിട്ടും leaves a remainder 2. Then 1022 divided by 6 എന്ത് ചെയ്യും? യെസ്, ഇതും എന്താണ്? divisible by 1020 is divisible by 1020 is divisible by 6. So 1022 also leaves a remainder 2. ഞാൻ ജസ്റ്റ് ഓപ്ഷനിൽ നിന്ന് എടുത്തു, എനിക്ക് ആൻസർ പെട്ടെന്ന് കിട്ടി. ദിസ് ഈസ് എ കോമൺ മെത്തേഡ്. ഇത് ഞാനായിരുന്നാലും ഇങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് ഇനി അല്ലാതെ ഇതിൻ്റെ ഒരു മെയിൻ ഒരു മെത്തേഡ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു LCM യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. വേണേ അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഈ മെത്തേഡ് ആയിരിക്കും LCM. അതെങ്കിൽ ഇത് വരണം, ലൈക്ക് 4 നമ്പർ ഉണ്ട്, അപ്പം അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. ഈ 4 നമ്പറിൻ്റെ മൾട്ടിപ്പിൾ വരണം അല്ലേ, അതിൻ്റെ കൂടെ ഒരു റിമൈൻഡറും കൂടെ. സോ വി നീഡ് ടു ഫൈൻഡ് ദ മൾട്ടിപ്പിൾ ഫസ്റ്റ്. അപ്പം സോ LCM ഓഫ് 3, 4, 5, 6. സോ കോമൺ നമ്പർ, ലാർജസ്റ്റ് നമ്പർ, ലീസ്റ്റ് നമ്പർ ഡിവിസിബിൾ ബൈ, ഇപ്പം 20 അല്ല, 30 അല്ല, 60 ആണ് ഇതിൻ്റെ LCM. സോ ഫൈൻഡ് ദ ലീസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 60. ഈ 4 നമ്പറിൻ്റെ എന്താ പറയുന്നത് അടുത്ത് വരുന്ന ലീസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 60 കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം എനിക്കറിയാം 60 into 10 600. പിന്നെ 60 into 5 15 ആണെങ്കിൽ ലൈക്ക് 900 ആഡ് ചെയ്യുന്നു, 900. ദെൻ 960,020. ഓക്കെ, ഞാൻ അങ്ങനെ പോയത്, ലൈക്ക് ഞാൻ ഇങ്ങനെ പോയത് 600 എന്ന് പറയുമ്പോൾ ഞാൻ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഒരു 300 ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയി. സോ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 300 5 കൊണ്ട് മൾട്ടിപ്ലൈ പോയി. ദെൻ ഒരു 60, അപ്പോൾ 960 ആയി 1. ദെൻ ഒരു 60 കൂടെ ആഡ് ചെയ്തു 1. അപ്പോൾ എനിക്ക് കിട്ടിയത്, ഞാൻ ഈ 60 into 17 is equal to 1020. ഇതിനു വേണ്ടിയാണ് ഞാൻ ചിന്തിച്ചത്. ദാറ്റ്സ് ഇറ്റ്. അപ്പം all these 120 is divisible by all these numbers. So ഇവിടെ തന്നേക്കുന്ന 120 അല്ല 1020. Then 1022 റിമൈൻഡർ എന്തായിരിക്കും? ഈ നമ്പർ കൊണ്ടെല്ലാം ഡിവൈഡ് ചെയ്യുമ്പോൾ 2 തരും. ദിസ് ഇസ് ദ LCM മെത്തേഡ്.
This is a complicated method. If you are okay with easy with this method, you can apply this. Otherwise, go with the options. Okay. അടുത്തത് ഓക്കെ ഒരു ബ്രേക്ക് എടുത്തോളൂ. ഓക്കെ 3:53 ആയി. 3:58 വരെ ഒരു ബ്രേക്ക് എടുത്തോളൂ. മേ ബി യു ക്യാൻ. ഓക്കെ, ഞാൻ ടേക്ക് 5 minutes ബ്രേക്ക്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 55. ഓക്കെ വായിക്കുക. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സിറ്റിയിലെ അഡൽട്ട് പോപ്പുലേഷൻ്റെ നമ്പറാണ് തന്നേക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ട് 40% men and 30% women are married. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് മാരീഡ് അഡൽട്ട് പോപ്പുലേഷൻ. അതായത് ഇൻഡിവിജ്വലായിട്ട് വന്നിട്ടുണ്ട് 40% മെന്നും 30% വുമൻ്റെ. ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ പെർസെൻറ്റേജ് മാരീഡ് അഡൽട്ട് പോപ്പുലേഷൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് മാരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് കണ്ടീഷൻ നോ മാൻ മാരീസ് നോട്ട് മോർ ദാൻ 1 woman ആൻഡ് നോ വുമൺ മാരീസ് നോട്ട് മോർ ദാൻ 1 man ആൻഡ് ദെയർ ആർ നോ വിഡോ ആൻഡ് വിഡോവേഴ്സ്. അതായത് ഒരാളെ കല്യാണം കഴിച്ചിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് 40% ഓഫ് മെൻ. ഇത് ഈ ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമായി. ദാറ്റ്സ് ഇറ്റ്. 40% ഓഫ് ദ മെൻ ആൻഡ് 30% ഓഫ് വുമൺ മാരീഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ പ്രത്യേകം പറഞ്ഞു നോ മാൻ മാരീസ് മോർ ദാൻ 1 woman ആൻഡ് നോ വുമൺ മാരീസ് മോർ ദാൻ 1 woman. നമുക്ക് പെർസെൻറ്റേജ് അത് എഴുതാം. മെൻ വുമൺ 40%, 30%. സോ ഇവിടെ നോക്കുക, ഇവിടെ കല്യാണം കഴിച്ചേക്കുന്ന മെൻ ആണേലും വുമൺ ആണേലും ഈക്വൽ ആയിരിക്കും. ഒരു സ്ഥലത്തെ അഡൽസിനെ എടുത്ത് പ്രത്യേകം പറഞ്ഞു നോ മാൻ മാരീസ് മോർ ദാൻ 1 woman ആൻഡ് നോ വുമൺ മാരീസ് മോർ ദാൻ. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് മെൻ ആൻഡ് വുമൺ ഹു ആർ മാരീഡ് ആർ ഈക്വൽ. സോ ദിസ് 40% ആൻഡ് 30% ആർ ഈക്വൽ. സോ അവരുടെ ആ നമ്പർ, അപ്പോൾ റേഷ്യോ ഏതായിരിക്കും? ആ നമ്പറിൻ്റെ റേഷ്യോ എന്തായിരിക്കും എന്ന് പറഞ്ഞേ. ഇത് 40 ആണ് 30 ആണ്. ദെൻ നമ്പർ ഈക്വൽ ആയിരിക്കും. പിന്നെ നമ്പറിൻ്റെ റേഷ്യോ എങ്ങനെ വരും? പെർസെൻറ്റേജ് മാരീഡ് ആൾക്കാരുടെ പെർസെൻറ്റേജ്. ക്യാൻ യു ഗസ്? അല്ല പറയോ, ഇതിന്ന് പറയാൻ പറ്റുമോ? ദ നമ്പേഴ്സ് ആർ ഈക്വൽ. എങ്ങനെ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? ആ നമ്പറിൻ്റെ 40% മാരീഡ് മെൻ ഈക്വൽ ആയിരിക്കണം. 30% മാരീഡ് വുമൺ അതിനകത്ത് കാണണം. ഒന്നുമില്ല, 30:40. 30:40. ഇപ്പോൾ 30യുടെ 40%, 40യുടെ 30% ഈക്വൽ ആയിരിക്കണം. അതാണ് ഇവിടെ റിവേഴ്സ് റേഷ്യോ. അതാണ് റിവേഴ്സ് റേഷ്യോ എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. റിവേഴ്സ് റേഷ്യോ. ഇത് രണ്ട് ക്വാണ്ടിറ്റി, രണ്ട് റേഷ്യോ ഏതെങ്കിലും 2% ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഈക്വൽ ആണെന്ന് പറഞ്ഞാണെങ്കിൽ തിരിച്ചിടുക, അത്രേ ഉള്ളൂ. സിമ്പിൾ. സോ യു ഗെറ്റ് ലൈക്ക് മാൻ ബൈ വുമൺ നമ്പറാണേ. നമ്പർ ഈസ് ഈക്വൽ ടു 30/40. അപ്പോൾ എന്നാലും നമുക്ക് കിട്ടില്ല. എന്താ ചോദിച്ചേക്കുന്നത്? ഇവർ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് മാരീഡ് അഡൽട്ട് പോപ്പുലേഷൻ. അതാണ്. അപ്പോൾ ഇനി നമുക്കൊരു നമ്പറിലോട്ട് എത്തണം. സോ ഐ ആം അസ്യൂമിങ്. ഓക്കെ, ഇത്രയും കഴിഞ്ഞു. മാൻ ബൈ വുമൺ 30/40. അവിടെ വരെ മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ മുന്നോട്ട് പോകണം. ഐ എം ജസ്റ്റ് റബ്ബിങ് ദിസ്. ഐ ആം അസ്യൂമിങ് സേ ലെറ്റ് 30:40 നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ലീസ്റ്റ് വാല്യൂ അങ്ങ് എടുക്കാം. ലെസ് നമ്പർ ഓഫ് men is equal to 30, number of women is equal to 40 എടുത്തു. നിങ്ങളൊന്ന് കൂടെ വേണേൽ എഴുതി പോവാം. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പെർസെൻറ്റേജ് മാരീഡ്. ക്യൂ എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? പെർസെൻറ്റേജ് മാരീഡ് അഡൽട്ട് പോപ്പുലേഷൻ. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുണ്ട്. ഓൾറെഡി തന്നിരിക്കുന്ന കാര്യം എന്താണ്? ഇനി 40% ഓഫ് male population married. So 40% of 30 is equal to 12. അത് മാരീഡ് ആണ്. അതുപോലെ 30% of 40 that is equal to 12. അത് ഈക്വൽ എന്ന് ഓൾറെഡി പറഞ്ഞു. ഇതാണ് that is equal to. ഇത് രണ്ടും കൂടെ സം ചെയ്ത് 24 ആർ മാരീഡ്. 26 മാരീഡ് ആൾക്കാരുണ്ട്. ഈ 26 എത്രയാണ് മാരീഡ്? നമ്മൾ 40 30 എടുത്തത്. സോ 24 ഔട്ട് ഓഫ് 70 ആർ മാരീഡ്. എന്ത് ചോദിച്ചേക്കണേ? വാട്ട് പെർസെൻറ്റേജ്? സോ 24 into 100/70. So 240/7, you divide it, you will get like 247, 3, 21, 30, 28, 34. Okay, so 34 and 2/7. 34 and 2/7. Option നോക്കിക്കേ. Yes, C, 34 and 2/7. കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, ഐ വുഡ് സേ നോട്ട് കോംപ്ലിക്കേറ്റഡ്, ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ഇതേ രക്ഷയുള്ളൂ. നിങ്ങൾ മിക്ക ആൾക്കാരും ചിലപ്പോൾ പെട്ടെന്ന് ജമ്പ് ചെയ്ത ആൻസറിലോട്ട് പോകും, പറ്റത്തില്ല, നമ്മൾ ഇങ്ങനെ ചെയ്ത പോലെ കിട്ടുള്ളൂ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്യുക, പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്യുക, എങ്ങനെയാണ് ഇതിലെത്തി, അതിലാണ് കാര്യം. മുന്നോട്ട് പോകാമല്ലോ. ഹലോ. ഓക്കെ സാർ, ഇതിൽ 100 വർക്ക് ആവുന്നില്ല അല്ലേ? അപ്പൊ നമുക്ക് ഇല്ല, ഇവിടെ 100 വർക്ക് ആകത്തില്ല. 100 നമ്മളത് 30-40 അതുകൊണ്ട് എടുത്ത് 100 ടോട്ടൽ നമ്മൾ 100 എടുത്തു, അതുകൊണ്ട് അങ്ങനെ എടുത്തു പോയതാണ്. ഓക്കെ, ദിസ് ഇസ് കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ട്. ഈവൻ ഐ ടുക്ക് സം, എനിക്ക് ഇത്ര സമയം എടുത്തു ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇതൊക്കെ ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, it's a above average question from averages, right? That kind of a question. അടുത്ത് നോക്കാം. Okay, simple question അല്ലേ? What is the remainder when something is divided by 100? അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്തായിരിക്കും റിമൈൻഡർ? എങ്ങനെ പറയാൻ പറ്റും? What is the remainder when ഒരു ലോങ് സ്ട്രിങ് ഓഫ് നമ്പർ തന്നേക്കാണ്. അപ്പൊ ഇവിടെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്താണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഇഫ് യു ഡിവൈഡ് എ നമ്പർ ബൈ 100 എങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആയിരിക്കും റിമൈൻഡർ അല്ലേ? ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതായത് യു ഷുഡ് നോട്ട് മൾട്ടിപ്ലൈ ദീസ് ആൻഡ് ഡിവൈഡ് ബൈ 100, ഭയങ്കര ഒത്തിരി സമയം എടുക്കും. സോ ഇവിടെ ഒരു കൺസെപ്റ്റ്, ജസ്റ്റ് ഇഫ് യു ഡിവൈഡ് a number by 100, then last 2 digits ആയിരിക്കും റിമൈൻഡർ അല്ലേ? എല്ലാവർക്കും അറിയാം. You divide 148 by 100, you get 48. You divide 1028 by 100, remainder you get 28. That's it. അപ്പോൾ ഇത് നോക്കാം, ഞാനാണ് എന്ത് ചെയ്യും, ഞാൻ തിങ്കിങ്. അപ്പം എൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഈ മൾട്ടിപ്ലൈ ചെയ്ത് ലാസ്റ്റ് 2 ഡിജിറ്റ്. അപ്പം എനിക്ക് മൾട്ടിപ്ലൈ ഉണ്ട്, 51 ഇൻറ്റു എല്ലാം മൾട്ടിപ്ലൈ ആണ്, 27 ഇൻറ്റു 35 ഇൻറ്റു 62 ഇൻറ്റു 75. ഞാൻ നോക്കാം എന്തെങ്കിലും എനിക്ക് എളുപ്പമാർഗം കിട്ടുമെന്ന് നോക്കാം. സി ലാസ്റ്റ് 2 digits, 2 into 5. ഈ ലാസ്റ്റ് നമ്പർ നോക്കിയേ, ഐ ഹാവ് 2 into 5. വാട്ട് ഈസ് 2 into 5? വാട്ട് ഈസ് 2 into 5? 10. അപ്പോൾ എൻ്റെ ടോട്ടൽ മൾട്ടിപ്ലൈ കിട്ടുന്നതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്, പിന്നെ സംതിങ് x അല്ലേ? അപ്പോൾ എൻ്റെ റിമൈൻഡർ എന്തായിരിക്കും? സം x0 ആയിരിക്കും എൻ്റെ റിമൈൻഡർ. അങ്ങനെ ഓപ്ഷനോട്ടൊന്ന് നോക്കിക്കേ, ഒരൊറ്റ ഓപ്ഷനുള്ളൂ ആ രീതി വരുന്നത്, 50. ഇതാണ് ട്രിക്ക്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ മൾട്ടിപ്ലൈ ഒന്നും പോകരുത്, ഇറ്റ് വിൽ ടേക്ക് യുവർ ടൈം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂ കാണും. ഞാൻ ഓൾറെഡി 2ഉം 5ഉം കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ഈ ടെക്നിക്ക് യൂസ് ചെയ്തത്. ഓക്കെ, അതർവൈസ് ഈ 35 60 ഈ 2ഉം 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0. അതാണ്. ഓക്കെ ആണോ? മുന്നോട്ട് പോവാം. അടുത്തയാ. ഓക്കെ, അടുത്തത്. ഓക്കെ 57. ഇതും ഈസിയാണ്, നോക്കാം. എ സം ഓഫ് 2500 ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് among x, y and z. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക, എല്ലാ തവണ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എ സം ഓഫ് ₹2500 ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് among x, y and z in the ratio 1/2:4, 3/4:5/6. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ഷെയർ ആൻഡ് ദ മിനിമം ഷെയർ? ഇതിലെ മാക്സിമം ഷെയർ മിനിമം ഷെയർ കണ്ടുപിടിക്കുക, അതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഓക്കെ, അപ്പം ഈ ഇൻഡിജേഴ്സിനെ നമുക്കൊരു നമ്പേഴ്സിലോട്ട്, ഇതിനെ ഫ്രാക്ഷൻസ് നമ്മൾ ഇൻഡിജർ ആക്കണം. എന്ത് ചെയ്യും? ഇങ്ങനെ 3 ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്, നിങ്ങൾ ഇൻഡിജർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈസിയസ്റ്റ് മെത്തേഡ് എന്താണ്? പ്ലീസ് സജസ്റ്റ്. കേട്ടില്ല, രണ്ടുപേരുടെ സൗണ്ട് മിക്സ് ആയി പോയി, ആരും പറഞ്ഞു കേട്ടില്ല. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇത് റേഷ്യോ ആണ്, ദീസ് ആർ ഇൻഡിവിജ്വൽ റേഷ്യോസ്. ഒരു കോമൺ നമ്പറിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്താൽ പോലെ. അതെ, കോമൺ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ വാട്ട് ഷുഡ് ബി ദ കോമൺ നമ്പർ? നമ്മുടെ ഈ ഡിനോമിനേറ്റർ അല്ല, ഫ്രാക്ഷനിലെ ഡിനോമിനേറ്റർ എല്ലാം ക്യാൻസൽ ആയി പോകണം. സോ ഈ ഡിനോമിനേറ്റർ LCM, ഡിനോമിനേറ്ററിന്റെ LCM എടുത്താൽ മതി, LCM ഓഫ് ഡിനോമിനേറ്റർ. അപ്പം LCM ഓഫ് 2, 4, 6 എത്രയാണ്? 12 ആണ്. സോ യു മൾട്ടിപ്ലൈ ഡിനോമിനേറ്റർ, multiply this number, the whole fractions by 12. So you will get like 12/2 അല്ലേ? ഓരോന്നും 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. but 12/2, 6:2,
12 into 3 by 4, 36 by 4, 9 is to 12 into 5 by 6, 60 by 6 is equal to 10. So, ഇതെന്താണ് 2500-നെ നിങ്ങൾ ഇങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും? You add these things. If you add 6 and 9 and 10, you will get 25, right? So, ഈ 2500-നെ 25 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തർക്കും 100 രൂപയുടെ ഓരോന്നും 100 പാർട്സ് ആണ് അല്ലേ? അപ്പം ഒരാൾക്ക് 600 കിട്ടി, അടുത്താൾക്ക് 900 കിട്ടി, അടുത്താൾക്ക് 1000 കിട്ടി. ഇത് മനസ്സിലായല്ലോ? ഇതിന്റെ ഇത് 25 ആണെങ്കിൽ ഈസിയാണ്. ഇതിന്റെ നമ്മൾ 25 ആണെങ്കിൽ ഞാൻ ഡിവൈഡ് ചെയ്ത് എന്താണ് പറഞ്ഞിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ഷെയർ ആൻഡ് മിനിമം ഷെയർ? മാക്സിമം എത്രയാണ്? 1000, മിനിമം എത്രയാണ്? 600. വാട്ട് ഈസ് ദ ഡിഫറൻസ്? 400. ഓപ്ഷൻ സി. വെരി സിമ്പിൾ. ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഫ്രാക്ഷൻ ഇട്ട് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം, ബട്ട് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തതിലോട്ട് പോവാം. അടുത്തത്, ഓക്കെ, ദിസ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ബട്ട് സിമ്പിൾ വൺ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n? For what value of n the sum of digits in the number 10 raised to n plus 1, so 10 raised to n plus 1 is 2. So ഈ n ന് നിങ്ങൾ ഓരോ വാല്യൂ കൊടുത്താൽ മതി, ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, കാരണം ഇവിടെ n ന് ഓരോ കാര്യം n ഈസ് ഈക്വൽ ടു 0 ഓൺലി, ഓൾ നമ്പർ, പോസിറ്റീവ്. അപ്പോൾ നമുക്ക് n ന് ഓരോ വാല്യൂ കൊടുത്ത് മുന്നോട്ട് പോകാം. ഞാൻ കാണിക്കുക എന്ത് ഒരു ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇഫ് യു പുട്ട് n ഈസ് ഈക്വൽ ടു 0, നമുക്ക് ഓരോ കേസ് എടുക്കാം. അത് ഇങ്ങനെ എഴുതാം. ഇതാണ് നമ്മുടെ മെയിൻ ഇത്. ഇവിടെ n ന് 0 കൊടുക്കുക. അപ്പോൾ അതിന്റെ സം ഓഫ് ദ ഡിജിറ്റ്സ് 2 ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം n ഈസ് ഈക്വൽ ടു 0 കൊടുത്തു. അപ്പം 10 റൈസ് ടു 0 പ്ലസ് 1, എനി നമ്പർ റൈസ് ടു 0 എത്രയാണ്? 1 ആണ് അല്ലേ? അപ്പം 1 പ്ലസ് 1 അത് 2 ആണ്, കിട്ടി. n ഈസ് ഈക്വൽ ടു 1 കൊടുത്തു. 10 റൈസ് ടു 1 പ്ലസ് 1, 10 പ്ലസ് 1 എത്രയാണ്? 11. 11ന്റെ ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്താൽ എന്താണ് കിട്ടുന്നത്? 2 ആണ്. n ഈസ് ഈക്വൽ ടു 2, അതായത് 10 റൈസ് ടു 2 പ്ലസ് 1, 10 റൈസ് ടു എത്രയാണ്? 100. 100 പ്ലസ് 1 101. അതിന്റെ ഡിജിറ്റ്സ് സം ചെയ്താൽ നിങ്ങൾക്ക് 2 കിട്ടും. n ഈസ് ഈക്വൽ ടു 3, 10 റൈസ് ടു 3 പ്ലസ് 1, 1000 പ്ലസ് 1 1001. അതിന്റെ ഡിജിറ്റ്സ് സം ചെയ്താൽ 2. സോ അങ്ങോട്ട് എന്ത് നിങ്ങൾ ആഡ് ചെയ്താലും 2 ആണ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് യു സ്റ്റാർട്ടഡ് ഫ്രം 0. ഓക്കെ, n ഈസ് ഈക്വൽ ടു 0 ഉള്ളി അല്ല. ഫോർ എനി ഹോൾ നമ്പർ, യെസ്, 0 1 2 3 അത് ഹോൾ നമ്പറിന്റെ ഇതാണ്. യെസ്, ശരിയാണ്. ഇനി പോസിറ്റീവ് ഇന്റർ എന്ന് പറഞ്ഞാൽ 1 സ്റ്റാർട്ട് ചെയ്യേണ്ട, അതല്ല, റിയൽ നമ്പർ അല്ല. ഇതാണ് ഓപ്ഷൻ ബി. ഇങ്ങനെ തന്നെ ചെയ്യാം, ഇതൊരു മെത്തേഡ് ഇല്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓൾ നമ്പേഴ്സ് എന്താ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എളുപ്പമാണ്. ഓക്കെ, മുന്നോട്ട് പോവാം. ഓക്കെ, ഷാൽ ഐ ഡു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇത് നിങ്ങൾ മനസ്സിലായല്ലോ അല്ലേ ഈ പറഞ്ഞ കാര്യം? സംബഡി പ്ലീസ് റിപ്ലൈ, അതർവൈസ്. ഓക്കെ, 59 ഒന്ന് വായിച്ചു നോക്കിയേ. In a class there are 1 2 3 അങ്ങനെ ജസ്റ്റ് കൊടുത്തു നോക്കുക, എന്നിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. സാറ്റിസ്ഫൈ നമ്മൾ ഇവിടെ നിങ്ങൾ അത് എന്തുകൊണ്ട് ഞാൻ 1 2 3 എടുത്തു അതാണ് ചോദിക്കേണ്ടത്. ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്തുകൊണ്ട് 1 2 3 എടുത്തു? ഇവിടെ പറഞ്ഞിട്ടത് n ഈസ് ഈക്വൽ ടു 0 ഉള്ളി എന്ന് പറഞ്ഞിട്ട് എനി ഹോൾ നമ്പർ എനി പോസിറ്റീവ്. അപ്പം ഞാൻ അതെല്ലാം കൊടുക്കുക 0 1 2 3 കൊടുക്കുകയാണ്. നമുക്കറിയാം റിയൽ നമ്പർ ഇപ്പോൾ ഒരു ഫ്രാക്ഷനും എല്ലാം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല കിട്ടുന്നത്, അങ്ങനെ അല്ലായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇതിനകത്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞത് എന്നോ എക്സോ വൈ ഉണ്ടെങ്കിൽ ഒരു വാല്യൂ ഇവിടെ കൊടുത്തേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ദ ഈസിയസ്റ്റ് മെത്തേഡ്. ഓക്കെ, അടുത്ത ഇവിടെ പറഞ്ഞേക്കുന്നത് ഇൻ എ ക്ലാസ് there are 3 groups A, B and C. If one student from group A and 2 students from group B are shifted to group C, then what happens to the average weight of the students in the class? എന്ന് പറഞ്ഞേ, എളുപ്പമല്ലേ? ഒരു ക്ലാസ്സിൽ 3 ഗ്രൂപ്പ് ഉണ്ട്, എ ബി സി. അതിൽ എയിലെ ഒരാളെ സിയിലോട്ട് വെച്ചെന്നും ബിയിലെ 2 പേരെ എടുത്ത് സിയിലോട്ട് വെച്ചു എങ്കിൽ ആ ടോട്ടൽ ക്ലാസിന്റെ ആവറേജ് വെയിറ്റ് എത്ര? എന്ത് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ക്ലാസ്. ക്ലാസ്സിന് പുറത്തോട്ട് ആരും പോകുന്നില്ല. എവരിതിങ് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ക്ലാസ്. സോ ഇറ്റ് റിമൈൻസ് ദ സെയിം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വെരി സിമ്പിൾ. അടുത്തത് 60. How many different sums can be formed with denominations 50, 100, 200, 500? Okay, taking at least 3 denominations. Okay, നിങ്ങളുടെ കുറേ നോട്ട് തന്നിട്ടുണ്ട്. എങ്കിൽ എത്ര ഡിഫറെൻറ്റ് സം ഫോം ചെയ്യാമെന്നാണ് പറ്റുന്നത്? അറ്റ്ലീസ്റ്റ് 3, ടേക്കിംഗ് അറ്റ്ലീസ്റ്റ് 3 അറ്റ് എ ടൈം. ഓക്കെ, എങ്ങനെയും ഒന്ന് ചിന്തിച്ചേ. ഇത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന ചാപ്റ്റർ ആണ്.
അതിലെ കോമ്പിനേഷനാണ് യൂസ് ചെയ്യുന്നത് നമ്മളിവിടെ. അപ്പോൾ എങ്ങനെ ചെയ്യും? ടോട്ടൽ സം ഏതൊക്കെ രീതി ഫോം ചെയ്യാം? ഏതൊക്കെ രീതിയിൽ? പെർമ്യൂട്ടേഷൻ ഇപ്പം പണ്ട് നമ്മൾ പഠിച്ചതാണ്, +1 +2 പഠിച്ചിട്ടുണ്ട്, ഇവൻ 10th പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, അതായത് നിങ്ങൾക്ക് 5 ഡിഫറെൻറ്റ് നോട്ടുണ്ട് അല്ലേ? അതിൽ 3 എടുത്തിട്ട് അറേഞ്ച് ചെയ്ത് അറ്റ്ലീസ്റ്റ് 3 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 5 ആദ്യം നിങ്ങൾക്ക് 3 എടുത്ത് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം, പിന്നെ ഒരു 4 എടുത്ത് അറേഞ്ച് ചെയ്യാം, പിന്നെ 5 എടുത്ത് അറേഞ്ച് ചെയ്യാം. സം ചെയ്യാം. അറേഞ്ച് ചെയ്യുന്ന ആഡ് ചെയ്തൊരു വാല്യൂ കിട്ടും. ഡിഫറെൻറ്റ് സംസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ കോമ്പിനേഷൻ പഠിക്കുന്നതാണ് 5 NCR. ഓക്കെ, ആ ഫോം അതാണ് ഫോർമുല യൂസ് NCR. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 5C3 ഒരു കോമ്പിനേഷൻ. 5 3 എടുത്ത് ആഡ് ചെയ്യുന്ന കോമ്പിനേഷൻ. 4 എടുക്കുന്നതിന് 5C4. 5 എടുക്കാൻ 5C5. 5C3 നിങ്ങൾക്ക് n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ആ ഇക്വേഷനൊക്കെ അറിയത്തില്ലേ? NPRും NCRും ഒക്കെ അപ്ലൈ ചെയ്യുക. ഇത് 10 ആണ്, 5C4 5 ആണ്, 5C5 NCN എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 16 കിട്ടും. സോ യു വിൽ ഗെറ്റ് 16 ഡിഫറെൻറ്റ് വേസ്. ഇത് എളുപ്പമാണ്, only if you know permutation and combination. ഒരു കോമ്പിനേഷൻ്റെ ഇക്വേഷൻ NCR. ഈസ് ഇറ്റ് ക്ലിയർ? ഈ പോർഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്യാം. ഓക്കെ ഓക്കെ. അടുത്തത് again permutation combination. Okay, how many different 5-letter words with or without meaning can be constructed using all the letters of the word Delhi, so that each word has to start with D and end with I? Okay, D dash 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 I. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ E ഉണ്ട്, ഡൽഹി എന്നല്ല പറയുന്നത്, E ഉണ്ട്, L ഉണ്ട്, H ഉണ്ട്. ഇത് എത്ര രീതി നിങ്ങൾക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാം ഈ 3 സ്ഥലത്ത്? In how many ways you can arrange these? 3 factorial. Yes, that's it. 3 factorial, that is 6. ഇനി അത് 3 factorial അറിയാത്തവർക്ക് നിങ്ങൾ ഓരോന്ന് എടുക്കുക, ELH എടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഇത് അറിയത്തില്ലെങ്കിൽ ELH എടുക്കുക, EHL ഒന്ന്, പിന്നെ H സ്റ്റാർട്ട് ചെയ്യുക, HEL, HLE, then start with L, LEH, LHE. ഈ ഇത്രേ ഉള്ളൂ, 6 way. ഇതാണ് ഈസി. 3 factorial. 3 ഉണ്ട്. 3 എത്ര രീതി തിരിച്ച് മറിച്ച് അറേഞ്ച് ചെയ്യുന്നത്? 3 factorial. ഈ 3 factorial കിട്ടുന്നത് പെർമ്യൂട്ടേഷൻ ആണ്. 3 നമ്പേഴ്സിനെ എത്ര രീതിയിൽ മൊത്തം എടുത്ത് പെർമ്യൂട്ടേറ്റ് ചെയ്യാം? 3p3 എന്ന് പറയും. സോ 3 factorial by 3 minus 3 factorial. 3 factorial by 0 factorial. That is 3 factorial. 0 factorial 1 ആണ്. 3 factorial അതാണ് 6. ക്ലിയർ ആണല്ലോ? അടുത്ത ചെയ്യാം. ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്തത് okay, this kind of difficult, but if you visualize and start using your pen and paper, easy to get. A bottle contains 20 liters of liquid. Liquid ഒരു ബോട്ടിൽ ലിക്വിഡ് 20 ലിറ്റർ ഉണ്ട്. ശരി, 20 ലിറ്റർ ഉണ്ട്. Let me read. 4 liters of liquid A is taken out and replaced by some quantity of liquid B. Again 4 liters of mixture is taken out. Okay, ആ പ്രോസസ് പിന്നെ റിപ്പീറ്റ് ചെയ്തു. എന്നിട്ട് ഫിൽ ചെയ്ത് സെയിം ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ബി ഇസ് ആഡഡ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് എ ടു ലിക്വിഡ് ബി ഇൻ ദാറ്റ് മിക്സർ? ഓക്കെ, ആദ്യം 20 ലിറ്റർ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് 20 ലിറ്റർ ഉണ്ട്. എ ആണ്, എ എന്ന് പറഞ്ഞ ലിക്വിഡ് 20 ലിറ്റർ ഉണ്ട്. ആദ്യം അതിൽ നിന്ന് എത്രയാണ്? 4 ലിറ്റർ ഓഫ് ലിക്വിഡ് എ ഇസ് ടേക്കൺ ഔട്ട്. അപ്പോൾ 4 ലിറ്റർ എ ടേക്കൺ ഔട്ട് ചെയ്തു. They took out 4 liters of A. എന്നിട്ട് അതിനകത്ത് 4 ലിറ്റർ ബി ആഡ് ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ അത് ചെയ്ത് കഴിയുമ്പം ഇതെങ്ങനാവും? നൗ ഇറ്റ് ഹാസ് 20 minus 4. എന്ന് 20 ലിറ്റർ ഓഫ് എ ഉണ്ടായിരുന്നു, അതിന് 4 ലിറ്റർ ലിക്വിഡ് എ മാത്രമേ ഉള്ളൂ, അതങ്ങ് എടുത്തു. അപ്പോൾ 16 ലിറ്റർ ഓഫ് എ ആണ്, പ്ലസ് ഇറ്റ് ഈസ് ഹാവിങ് 4 ലിറ്റർ ഓഫ് ബി. ഓക്കെ, അഗെയിൻ ദേ ഡിഡ് ദ സെയിം തിങ്. ഇവിടെ എന്താ ചെയ്തത്? അഗെയിൻ ഇവിടുന്ന് 4 ലിറ്റർ എടുത്തു. പക്ഷെ ഇവിടെ ഇനിയും 4 ലിറ്റർ എടുക്കുമ്പം ഇവിടെ 4 ലിറ്റർ എടുക്കുമ്പം എയും കുറച്ച് പോവും, ബിയും കുറച്ച് പോവും. അവിടെയാണ് ടെക്നിക്ക്. സോ പ്രസന്റ്ലി ഇപ്പം എയും ബിയും എത്ര റേഷ്യോയിലാണുള്ളത്? 16A and 4B. സോ A is to B യുടെ റേഷ്യോ എന്ന് പറയുന്നത് 4:1 ആണ്. സോ 4 ലിറ്റർ നിങ്ങൾ അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ എന്നും ബിയിൽ നിന്ന് എത്ര പോവും? You have A is to B as 4:1. So if you take out 4 liters of that, then A and B എത്ര വെച്ച് പോകും?
എത്ര പോവും? ഇറ്റ്സ് ലൈക്ക് 3.2 ഫ്രം എ ആൻഡ് 0.8 ഫ്രം ബി. അപ്പം പിന്നെ കിട്ടുന്ന നെക്സ്റ്റ് നിങ്ങൾക്ക് എത്ര കാണും? 16 മൈനസ് 3.2 എത്രയാണ്? 12.8 എ. ദെൻ ഇപ്പം കിട്ടുന്നതിനകത്ത് 4 മൈനസ് 0.8 3.2. ദെൻ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ബി ഈസ് ആഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ 3.2ന്റെ കൂട്ടത്തിൽ 4 ആഡ് ചെയ്തു. അപ്പം ടോട്ടൽ നമുക്ക് എപ്പോഴും 20 വേണം. സോ യു ഹാവ് എ എന്ന് പറയുന്നത് 12.8ഉം ബി എന്ന് പറയുന്നത് 7.2 ആണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ലിക്വിഡ് എ ടു ദാറ്റ് ഓഫ് ലിക്വിഡ് ബി. അപ്പോൾ എ ബൈ ബി 12.8 by 7.2, that is 128 by 72. 8 വെച്ച് ചെയ്താൽ 9 16 by 9 കിട്ടും. ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ, ഇതാണ് ഈസിയസ്റ്റ് മെത്തേഡ്. നിങ്ങൾ വേറെ ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട. ഇവിടെ ആ കൂടെ ഒരു കാര്യം, A:B 4:1 ആണെന്നും അതിൽ നിന്ന് പിന്നെ 4 ലിറ്റർ എടുക്കുമ്പം 3.2 ലിറ്ററും 0.8ഉം പോകുന്നു ചിന്തിക്കുക. ക്ലിയർ ആയോ? അടുത്ത പോവാം. ഓക്കെ അല്ലേ? ഓക്കെ. സി, നമ്മളിവിടെ ഇപ്പോൾ ചെയ്ത 90% ക്വസ്റ്റ്യൻ, ഐ വുഡ് സേ മോർ ദാൻ 90% ക്വസ്റ്റ്യൻ ഇക്വേഷനും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. വി ജസ്റ്റ് അപ്ലൈഡ് സം കോമൺ സെൻസ്. കുറേ ഫിഗർ വരച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഇങ്ങനെ തന്നെയാണ് UPSC ചെയ്യേണ്ടത്. ആ ചെന്നിരിക്കുമ്പോൾ എക്സാമിൽ യു ഷുഡ് ഹാവിങ് എന്തൊരു കൂൾ ഹെഡ് ആയിരിക്കണം. കൂളായിട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന ഓൾറെഡി പോവുക. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അടുത്തത്. ഇത് സിമ്പിളാണ്. ക്രിക്കറ്റ് കളിക്കാൻ അറിയാവുന്നവർക്കൊക്കെ ചെയ്യാം അല്ലേ? ആവറേജ് സ്കോർ ഓഫ് എ ബാറ്റ്സ്മാൻ ആഫ്റ്റർ 50th innings ഈസ് 46.4. 50 innings കഴിഞ്ഞപ്പം ആവറേജ് 46.4. 60 innings കഴിഞ്ഞപ്പം ആവറേജ് ഇൻക്രീസ്, ദാറ്റ് ആവറേജ് 46.4 ഇൻക്രീസ് ബൈ 2.6. വാട്ട് വാസ് ഹിസ് ആവറേജ് സ്കോർ ഇൻ ദ ലാസ്റ്റ് 10 innings? എന്ത് ചെയ്യും? എളുപ്പമാണ്. എങ്ങനെയും സജഷൻ വല്ലതും ഉണ്ടോ? How will you go with the question? Any suggestions? എന്ത് ചെയ്യും? ഒന്ന് പറയാമോ? നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന്, എങ്ങനെ ചിന്തിച്ച് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആർക്കും ഐഡിയ ഇല്ല. ഓക്കെ, സിമ്പിൾ. 50 ഇന്നിങ്സിന്റെ ഓക്കെ, അല്ല സമയം കളയണ്ട സാർ. ഞാൻ ജസ്റ്റ് പറഞ്ഞു 50 ഇന്നിങ്സിൽ 46.4 അല്ലേ? പ്ലസ് 10 ഇന്നിങ്സിൽ നമുക്ക് അറിയത്തില്ല എത്ര കൂടി, അത് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഇത് രണ്ടും സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് അവസാനം 60 ഇന്നിങ്സിന് 49 എന്ന് പറഞ്ഞ ഒരു ആവറേജ് ആണ് കിട്ടുന്നത്. സോ അത് വെച്ച് ഇക്വേറ്റ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ മൾട്ടിപ്ലൈ സബ്ട്രാക്ട് ചെയ്യാം. അതെ. സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് 50 innings. ഫസ്റ്റ് 50 ഇന്നിങ്സിന്റെ ആവറേജ് 46.4 ആണെന്ന് പറഞ്ഞെങ്കിൽ 50 ഇന്നിങ്സിന്റെ സം എത്ര ആയിരിക്കും? 50 × 46.4 എത്രയാണ്? 2320. 60 ഇന്നിങ്സ്. ഇനി 60 ഇന്നിങ്സിൽ ആ ആവറേജ് 60 ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ ആവറേജ് 46.4 2.6 ആഡ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയാണ് ആവറേജ്? 49 കിട്ടി. സോ 60 ഇന്നിങ്സിന്റെ സ്കോർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 × 49, ദാറ്റ് ഈസ് ഈക്വൽ ടു 294 അല്ലേ? 2940. അപ്പം 50 ഇന്നിങ്സിൽ 60 ഇന്നിങ്സിൽ ഇത്രയും, 50 ഇന്നിങ്സിൽ ഇത്. അപ്പം ഞാൻ 10 ഇന്നിങ്സിൽ എത്ര ആയിരിക്കും? ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 620. എങ്കിൽ ആവറേജ് എത്ര ആയിരിക്കും? 620/10 എത്രയാണ്? 62. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇത്രേ ഉള്ളൂ. കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണ്ട. ഇങ്ങനെ ഈ ടൈപ്പ് ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവന് ഒന്നീ ബാറ്റ്സ്മാൻ്റെ സ്കോർ അല്ലെങ്കിൽ ടെമ്പറേച്ചറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആവറേജിന്റെ ക്വസ്റ്റ്യൻ അവർ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കാം. 70. As a result of 25% hike in the price of rice per kg, a person is able to purchase 6 kg less. Simple ആയി. റൈസ് ഫോർ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കി പറഞ്ഞുതരാം. പ്രൈസ് കൂടി. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം ഓൾറെഡി വാങ്ങിച്ചുകൊണ്ടിരുന്ന 1200 രൂപയ്ക്ക് തന്നെയാണ്. ഇപ്പോഴും 1200 രൂപയ്ക്കാണ് വാങ്ങുന്നത്. പക്ഷെ പ്രൈസ് കൂടിയുണ്ട്. നിങ്ങൾക്ക് 6 കിലോ റൈസ് കുറച്ചേ കിട്ടിയുള്ളൂ. എങ്കിൽ 1 കിലോ റൈസിന്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഒന്നുമില്ല. നമ്മൾ ആദ്യം 25%
ആദ്യം നിങ്ങൾ കൊടുത്തോണ്ടിരുന്ന 1200 ഇപ്പം 1200 25% ആണ് കൂടിയെന്ന് പറഞ്ഞല്ലേ, അതിന് 6% ലെസ് ആയിരുന്നു. അപ്പോൾ 25% ഓഫ് 1200 കണ്ടുപിടിക്കുക. 25% ഓഫ് 1200 എന്താണ്? 1200/4 300. So earlier the quantity which was available for 1200 is now available for എത്രയാണ്? 1500. 1200 പ്ലസ് 300. ഓർക്കുക 300 കിട്ടുന്നതൊക്കെ മനസ്സിലായി. സോ earlier the quantity which was available for 1200 is now available for 1500. അതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം. So it's like if I pay 1200 rupees means I pay 300 rupees less. 1500 ആണ് ശരിക്കും, പക്ഷെ 300 rupees ലെസ് ആയിരിക്കും ഞാൻ പേ ചെയ്യേണ്ടത്. ആ 300 rupees ഇപ്പം ഞാൻ 1200 കൊടുക്കുന്നുള്ളൂ. ആ 300 rupees, ആ 300 rupees എന്ന് പറഞ്ഞാൽ എത്ര കിലോയുടെ പ്രൈസ് ആണ്? 6 കിലോയുടെ പ്രൈസ്. സിമ്പിൾ. സോ ഈ 300 rupees എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് 6 kg ആണ്. സോ ഒരു കിലോയുടെ പ്രൈസ് എത്രയാണ്? 300/6, ദാറ്റ് ഈസ് ഈക്വൽ ടു 50 kg. എന്താണ് ചോദിച്ചേക്കുന്നത്? വാട്ട് വാസ് ദ ഒറിജിനൽ പ്രൈസ്? സോ ദേ ആർ ആസ്കിംഗ് ദ ഒറിജിനൽ പ്രൈസ്. സോ ഇപ്പോഴത്തെ പ്രൈസ് എത്ര ആയിരിക്കും? ഇപ്പോഴത്തെ പ്രൈസ് ഒറിജിനൽ പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസ് ഏതല്ലേ? 300 ആഡ് ചെയ്തു, ഇപ്പോഴത്തെ പ്രൈസാണ് കിട്ടിയത്. അപ്പം ഏതോ ഒരു പ്രൈസിന്റെ ഇപ്പോഴത്തെ പ്രൈസ് 50 എന്ന് പറയുന്നത് ടുഡേസ് പ്രൈസ് ഈസ് 125% ഓഫ് ദ ഒറിജിനൽ പ്രൈസ്. ടുഡേസ് പ്രൈസ് ഈസ് 125% ഓഫ് ദ ഒറിജിനൽ പ്രൈസ്. സോ നിങ്ങൾക്ക് എക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, എളുപ്പമാണ് അല്ലേ? 40 ആണ് ആൻസർ. ഏതോ ഒരെണ്ണത്തിന്റെ എക്സിന്റെ 125% 50 ആണെങ്കിൽ എക്സ് എന്താണ്? 125/100 into x. സോറി തിരിഞ്ഞുപോയി. എക്സിന്റെ 125% 50 ആണെങ്കിൽ 50 ഈസ് ഈക്വൽ ടു 125/100 into x. 40 കിട്ടും. യു സോൾവ് യു വിൽ ഗെറ്റ് 40. ഓക്കെ, 40 ആണ് ആൻസർ. ഇതിൽ ഒരേ ഒരു പ്രശ്നം നിങ്ങൾ ആലോചിക്കേണ്ട, ആ 25% ഹൈക്ക് 6 kg ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ആ 25% 1200 എത്രയാണെന്നും കൂടെ ആലോചിക്കുക. ദാറ്റ് ഈസ് 300. അത് ഇക്വേറ്റ് ചെയ്ത് ആ ഇപ്പോഴത്തെ പ്രൈസ് 350 per kg എന്ന് കിട്ടുക, എങ്കിലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ എവിടെ നിന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറയാം. സാർ 50 kg കിട്ടിയതിന് ശേഷം പറയാം. ഓക്കെ, 50 kg കിട്ടി. ഈ 50 kg per kilo, 50 kg അല്ല 50 rupees per kg ആണ്. ഓക്കെ, 50 kg അല്ല 50 rupees. 1 kgയുടെ പ്രൈസ് ആണ് 50 rupees per kg. ഓക്കെ, 50 rupees per kg. സോ 1 കിലോയുടെ പ്രൈസ് ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് വാസ് ദ ഒറിജിനൽ പ്രൈസ് ഓഫ് റൈസ് പെർ kg ചോദിച്ചേക്കുന്നത്. ഇപ്പോഴത്തെ പ്രൈസ് ഒരു നമ്പർ ഉണ്ടായിരുന്നു, അതിന്റെ 25% ഇൻക്രീസ് ചെയ്തു. അതിന്റെ 125 എക്സിന്റെ 125% ആണ് 50 എന്ന്. എങ്കിൽ എക്സ് എത്രയാണ് ചോദിച്ചേക്കുന്നത്. സോ ഇതാണ് ഇക്വേഷൻ. ഇപ്പൊ ക്ലിയർ ആയോ? ഒന്നുമില്ല, ഏതൊരു നമ്പറിന്റെ 125% ആണ് 50. അപ്പം 25 25 25 10 10 10 ഡിവൈഡ് ചെയ്യുക. 10 into 5 അതിൽ ഒരെണ്ണം കളഞ്ഞാൽ മതി. ഓക്കെ, 50 - 10 40 അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ ആണ്? അപ്പം ഓക്കെ ഓക്കെ. ഇനി 10 ക്വസ്റ്റ്യൻ ഉണ്ട്, പെട്ടെന്ന് ചെയ്യാം. 5 മണിയാകുമ്പോഴത്തേക്കും തീർക്കണം. ഓക്കെ, ദിസ് ഇസ് ഒരു നോർമൽ ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ പല രീതിയിൽ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു മെത്തേഡ്, അതായത് വിത്തൗട്ട് യൂസിങ് എൻ ഇക്വേഷൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ പേഴ്സൺ എക്സ് ക്യാൻ കംപ്ലീറ്റ് 20% ഓഫ് വർക്ക് ഇൻ നെക്സ്റ്റ് ഡേയ്സ്. ഒരു വർക്ക് ഉണ്ട്. ഓക്കെ, വലിയൊരു വർക്ക് ഉണ്ട്. അതിന്റെ 20% അദ്ദേഹത്തിന് 8 ദിവസം കൊണ്ട് ചെയ്യാം. അനദർ പേഴ്സൺ വൈ ക്യാൻ കംപ്ലീറ്റ് 25% ഓഫ് ദ സെയിം വർക്ക് ഇൻ 6 days. എങ്കിൽ ഇഫ് ദേ വർക്ക് ടുഗദർ ഇൻ ഹൗ മെനി വേസ് വിൽ 40% ഓഫ് ദ വർക്ക് ബി കംപ്ലീറ്റഡ്? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നിങ്ങളോട് ചോദിച്ചിരിക്കും. അപ്പം ഒരു ഈസിയസ്റ്റ് മെത്തേഡ് പറഞ്ഞുതരാം. അപ്പം എയുടെ കാര്യം എടുക്കാം. അല്ല, എ അല്ല, എക്സ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഓക്കെ, എക്സിന്റെ കാര്യം എടുത്തു. എക്സ് 20% ഓഫ് ദ വർക്ക് 8 days കൊണ്ട് ചെയ്യുമെന്ന്. എങ്കിൽ ടോട്ടൽ വർക്ക് ചെയ്യാൻ എത്ര ആയിരിക്കും? 8 into 5. 20% എന്ന് പറയുമ്പോൾ 100% ആവാൻ 20 into 5 ആണ്. അപ്പം 8 into 5 40 days എടുക്കും എക്സിന് ഫുൾ വർക്ക് ചെയ്യാൻ. അതുപോലെ വൈ എടുത്തേ. വൈ 25% ഓഫ് വർക്ക് ഇൻ 6 days എന്നാണ് പറയുന്നത്. 25% 100% ആവാൻ into 4. അപ്പം 6 days into 4 ടോട്ടൽ ഫുൾ വർക്ക് ചെയ്യാൻ വൈക്ക് 24 days വേണം. ഇത്രയും ക്ലിയർ ആണല്ലോ? ഇനി നോക്കാം.
ഇത് ടുഗദർ കണ്ടുപിടിക്കണമെങ്കിൽ ഒരാൾക്ക് എടുക്കാൻ 40, മറ്റൊരാൾക്ക് 24 ആണ് എങ്കിൽ ടുഗദർ അവർക്ക്, അപ്പോൾ നമുക്കൊരു കോമൺ വാല്യൂയിൽ എത്തണം. അപ്പോൾ ഈസിയസ്റ്റ് മെത്തേഡ് ടുഗദർ അവർ വർക്ക് ചെയ്യുന്ന ഒരു വാല്യൂയിൽ എത്താൻ വേണ്ടി, അതായത് ഒരു വർക്കുണ്ട്, ഒരു വർക്ക് എക്സ് 40 ഡേയ്സിൽ തീർക്കുമെന്നാണ് പറയുന്നത്, വൈ 24 ഡേയ്സിൽ തീർക്കുമെന്നാണ് പറയുന്നത്, എങ്കിൽ ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് വർക്ക്, ആ യൂണിറ്റ്സ് ഓഫ് വർക്ക് ഈസ് ഓൾവേസ് LCM ഓഫ് നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിൻ്റെ വൈയുടെ LCM ആണ്. സോ LCM ഓഫ് 40 24 എത്രയാണ്? 80 വരില്ല, 120 ആണ്. അപ്പോൾ സോ ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഈ ഫോർമുല യൂസ് ചെയ്യുക, LCM ആണ്, ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു 120 യൂണിറ്റ്സ്. അതാണ് ടോട്ടൽ വർക്ക്. സോ ഇനി ചിന്തിക്കേണ്ടത്, സോ എക്സ് ഈസ് ഡൂയിങ്, ടോട്ടൽ യൂണിറ്റ്സ് 120 ആണ്. സോ എക്സ് ഈസ് ഡൂയിങ് this 120 units of work in 40 days അല്ലേ? സോ പെർ ഡേ എക്സ് എത്ര വർക്ക് ചെയ്യും? 120/40, ദാറ്റ് ഈസ് 3 യൂണിറ്റ്സ് പെർ ഡേ. അതാണ് എക്സ് ചെയ്യുന്നത്. അതുപോലെ വൈ എത്രയാണ്? വൈ പെർ ഡേ എത്രയാണ്? വൈ പെർ ഡേ എത്ര യൂണിറ്റ്സ് ഓഫ് വർക്ക് ചെയ്യും? 120/24. അതാകുമ്പോൾ 5 യൂണിറ്റ്സ് ഓഫ് വർക്കാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. എക്സ് ഒരു ദിവസം 3 യൂണിറ്റ്സ് ചെയ്യുന്നു, വൈ ഒരു ദിവസം 5 യൂണിറ്റ്സ് ചെയ്യുന്നു. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഇഫ് ദേ വർക്ക് ടുഗദർ, ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പം എക്സ് പ്ലസ് 5 ഒരു ദിവസം എത്ര ചെയ്യും? 3 + 5 അല്ലേ? 8 യൂണിറ്റ്സ് ഓഫ് വർക്ക് ചെയ്യും. ഓക്കെ, ഇവർ ചോദിച്ചേക്കുന്നത് 40% ഓഫ് വർക്ക് ചെയ്യുന്ന എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇതൊന്ന് വായിക്കുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്ന ടോട്ടൽ വർക്ക് 120. 120യുടെ 40% എത്രയാണ്? 48. ഈ 48 യൂണിറ്റ്സ് ഓഫ് വർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണമെന്ന് ചോദിച്ചിരിക്കുന്നത്? 2 പേർക്കും കൂടെ ടുഗദർ they take only 8. So 48 units by 8 units per day. 48/8 എത്രയാണ്? 6 days. ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, 48 യൂണിറ്റ്സ് ബൈ 8 യൂണിറ്റ്സ് പെർ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡേ ന്യൂമറേറ്റർ ചില യൂണിറ്റ്സ് ക്യാൻസൽ ആയി പോയി, എൻ്റെ യൂണിറ്റും ഡേ ആയിട്ട് കിട്ടി. ക്ലിയർ ആയോ? ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുക, LCM എടുത്തിട്ട് മുന്നോട്ട് പോകുന്ന മെത്തേഡ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലെങ്കിൽ വേറെ കാര്യം പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഒരു 3-4 ടൈപ്പ് ഉണ്ട്, അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, മൂവിങ് ഫോർവേഡ്. ഓക്കെ, നോക്കാം. എ കാർ ട്രാവൽസ് ഫ്രം പ്ലേസ് X to place Y at an average speed of V km/h. Y to X at an average speed of ആദ്യം X to Y, then Y to X at an average speed of 2 km/h, 2V km/h. Then again from X to Y average speed 3V km. Then again from Y to X at average speed of 4. Okay, അപ്പോൾ ഇതെന്താണ്? ഇതാണ് എക്സ് വൈ. ഓക്കെ, എക്സ് വൈ എന്ന സ്ഥലമുണ്ട്. അപ്പോൾ ആദ്യം ഇങ്ങോട്ട് V km/h പോയി, പിന്നെ ഇങ്ങോട്ട് 2Vയിൽ വന്നു, ഇങ്ങോട്ട് 3Vയിൽ പോയി, പിന്നെ ഇങ്ങോട്ട് 4Vയിൽ. ഇതാണ് അവരുടെ സ്പീഡ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പോഴും ഈ വാല്യൂ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അതാണ് എളുപ്പം. സോ ഐ ആം അസ്യൂമിങ് V is equal to 1. I am assuming V is equal to 1. So I can say ഓക്കെ, V തന്നെ എഴുതാം, കൺഫ്യൂഷൻ വരും. V അങ്ങോട്ട് പോയി, 2V ഇങ്ങോട്ട് വന്നു, 3V ഇങ്ങോട്ട് പോയി, 4V തിരിച്ച് ഇങ്ങോട്ട് വന്നു. സോ ദ സ്പീഡ്സ് ആർ 1. Vക്ക് ഞാൻ 1 കൊടുത്തു. സോ 1, 2, 3 and 4. ഓക്കെ, ഐ നീഡ് ടു ഫൈൻഡ് ദ LCM. എന്തിനാണ് ഞാൻ പറഞ്ഞുതരാം. നോക്കാം, ഞാൻ അതിൻ്റെ LCM ഒന്ന് എടുത്തു. എന്തിനാണ് നോക്കാം. LCM 1, 2, 3, 4 LCM 12 ആണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടേ, ഓക്കെ, എന്ത് ചോദിച്ചേക്കുന്നത്? ദെൻ ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ തന്നെയാണ്. അപ്പം ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സോ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഓരോ ജേർണിയിലും ഇതിന് എത്ര സമയം എടുത്തെന്ന് നോക്കാം. സോ ഈ 12 ഞാൻ LCM എടുത്തത് എന്തിനാന്ന് പറഞ്ഞാൽ, ഐ എം അസ്യൂമിങ് ദാറ്റ് 12 kilometers is the distance between X and Y. So assume distance between X and Y
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ആസ് 12. സോ V1 ആവുന്ന കേസിൽ V1 ആണ് ഞാൻ ഓൾറെഡി എടുത്തു. സോ ഫസ്റ്റ് കേസിൽ V1 ആണ്. ഫസ്റ്റ് കേസിൽ എത്ര സമയം എടുക്കും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ, 12/1, 12 hours എടുക്കും. സെക്കൻഡ് കേസിൽ 2V ആവുന്ന സമയം V1 ആണ്, 12/2, 6 hours. മൂന്നാമത്തെ കേസിൽ 3V, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ ചെയ്യാതെ 3V, 12/3, 4 hours. ഫോർത്ത് കേസിൽ Y ഇങ്ങോട്ട് അവസാനം 12/4, 3 hours. സോ നമുക്ക് ടോട്ടൽ ടൈം കിട്ടി. ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? 12 + 12 + 12 + 12. സോ average speed total distance by total time ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് 48 ആണ് by total time. 12 + 6 + 4 + 3, 25. ഓപ്ഷൻ നോക്കിയേ, ഈസ് ലെസ് ദാൻ V. ഇപ്പോൾ ഈ 48/25 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ലൈക്ക് 2-നേക്കാളും ചെറുതായിരിക്കും അല്ലേ, 2-നേക്കാളും കുറച്ച് ചെറുതായിരിക്കും, 1.9 ഒക്കെ വരും. ലൈസ് ബിറ്റ്വീൻ V and 2V. ഞാൻ V ഓൾറെഡി 1 എന്നെടുത്തു. ഇഫ് V കൺവേർട്ട് V ആണെങ്കിൽ 1.9 V എന്ന് കിട്ടും ഏകദേശം. ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അത് മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായോ? 1. 2, ഡിസ്റ്റൻസ് ഈക്വൽ സ്പീഡ് ടു ടൈം. ഈ ഒരൊറ്റ ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ലേ? സർ നമ്മൾ LCM എടുക്കുന്നത് ഒന്നുകൂടി പറയാമോ? ജസ്റ്റ് LCM എടുക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ നമ്മളെ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ഞാൻ പറഞ്ഞു ഡിസ്റ്റൻസ് ഈക്വൽ സ്പീഡ് ടു ടൈം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ, കാരണം ഇത് ഈ 2, 3, 4 1, 2, 3, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ വേണമല്ലോ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ റോൾ എടുത്താണ്. ഓക്കെ, ഐ ക്യാൻ ഓൾസോ എനിക്ക് അവർ 24 എടുക്കാൻ വേണേൽ 40 എടുക്കാം. ഈസി ആയിട്ട് യൂസ്ഫുൾ ഒരു നമ്പർ എടുത്താൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ഇനി വന്നാലും ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കൊടുത്താൽ മതിയല്ലേ? പക്ഷെ ഞാൻ പറയാം, ഇങ്ങനെ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് കുറവ്. ഇപ്പൊ ഈ വർക്കിന്റെ ഈ ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനത്തെ ടൈം തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ബട്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കുറവാണ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു ടൈം, ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഈ രണ്ട് കാര്യവും. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ആ ടോട്ടൽ ഡിസ്റ്റൻസ് നിങ്ങൾ കഴിവതും കാണുന്നത് അതിനകത്ത് 2-3 സ്പീഡ് ഉണ്ടെങ്കിൽ അതിന്റെ LCM എടുത്തിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് കാണാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത്. ഓക്കെ സർ. 73rd. ഓക്കെ, 73rd. ഓക്കെ, ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുക. ദ മിനിമം നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എ സ്ക്വയർ ആൻഡ് എ സർക്കിൾ ഈസ് 2. വിൽ യു അഗ്രി വിത്ത് ദാറ്റ്? മിനിമം നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് സ്ക്വയർ ആൻഡ് എ സർക്കിൾ വരച്ച് നോക്കുക. എനിക്ക് ഇങ്ങനെ വരയ്ക്കാമല്ലോ, ഒരു സ്ക്വയറും സർക്കിളും എനിക്ക് ഇങ്ങനെ വരയ്ക്കാമല്ലോ. അപ്പോൾ മിനിമം നമ്പർ ഓഫ് ഇന്റർസെക്ഷൻ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ് അല്ലേ? ദ മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എ സ്ക്വയർ ആൻഡ് സർക്കിൾ ഈസ് 8. ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, തെറ്റിപ്പോയി, വരച്ചു തെറ്റി. 8 ആണത്. നമുക്കത് ജസ്റ്റ് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന മൈ സ്ക്വയർ. ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചാൽ സർക്കിൾ ചെറുതാക്കട്ടെ. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദാറ്റ്സ് ഇറ്റ്. ഒരു സ്ക്വയർ, ഒരു സർക്കിൾ വരയ്ക്കും. അപ്പം എത്ര ഇന്റർസെക്ഷൻ പോയിന്റ്സ് ഉണ്ട്? 1, 2, 3, 4, 5. 1, 2, okay. 1, 2, 3, 4, 5, 6, 7. Confusion. Wait. It's 8. Okay. It's correct. 1, 2, 3, 4, 5, 6, 7, 8. Okay, that's it. അതാണ് മാക്സിമം. വേറൊരു രീതി ഇതിൽ കൂടുതൽ കിട്ടത്തില്ല. ദിസ് എ മാക്സിമം നമ്പർ ഓഫ് ഇന്റർസെക്ഷൻ. മിനിമം ഇന്റർസെക്ഷൻ 1 ആണ്. 2, only 2 ആണ് ആൻസർ. ആൻസർ ബി അല്ലേ? only 2. ഈസി ക്വസ്റ്റ്യൻ. 74 ചെയ്തേ. 74 എന്ന് പറഞ്ഞാൽ ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ബോട്ട്സ് ആൻഡ് സ്ട്രീംസ്. ഓക്കെ, നിങ്ങൾ അറിയത്തില്ലെങ്കിൽ ഞാൻ ഇതിനകത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പറഞ്ഞുതരാം. എ മാൻ ടേക്സ് ഹാഫ് ടൈം ഇൻ ഡ്രോയിങ് എ സർട്ടൻ ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം ദാൻ അപ് സ്ട്രീം. ഓക്കെ, പകുതി സമയം. ഓക്കെ, ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒരു റിവർ ഉണ്ടെന്ന് നോക്കുക. അതിങ്ങനെ ഒരു മലയെന്ന് ഉത്ഭവിച്ച് താഴോട്ട് പോകണല്ലോ. അപ്പോൾ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ, അപ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ. സോ ഡൗൺ സ്ട്രീം ഈസ് ലൈക്ക് വിത്ത് ദ ഫ്ലോ ഓഫ് ദ റിവർ. ഇതാണ് ഡൗൺ സ്ട്രീം. അപ് സ്ട്രീം ഈസ് അഗെയിൻസ്റ്റ് ദ ഫ്ലോ ഓഫ് ദ റിവർ.
ദാറ്റ്സ് ഇറ്റ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. 2, അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഡൗൺ സ്ട്രീം ആ ഒരു പുഷ് കിട്ടും അല്ലേ, റിവറിൻ്റെ ആ പുഷും കൂടെ കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും എ മാൻ ടേക്സ് ഹാഫ് ദ ടൈം ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം പോകാൻ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ ടു ദ സ്പീഡ് ഓഫ് ദാറ്റ് കറണ്ട്. കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് റിവറിൻ്റെ ഫ്ലോ ആണ്. സോ ക്വസ്റ്റ്യൻ ഈസ് റേഷ്യോ വെച്ചിരിക്കുന്നത് സ്പീഡ് ഓഫ് ബോട്ട് ബൈ സ്പീഡ് ഓഫ് കറണ്ട്. കറണ്ട് ഉദ്ദേശിക്കുന്നത് റിവർ. ഓക്കെ, ആ റിവറിൻ്റെ ഒരു സ്പീഡുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, മുകളിലോട്ട് ഈ സാധനം പോകണമല്ലോ, അപ്പ് സ്ട്രീം അതിന് പോയേ പറ്റുള്ളൂ. അപ്പ് സ്ട്രീം പോകണമെങ്കിൽ the speed of boat will always be more than the speed of the speed of the current അല്ലേ. അപ്സ്ട്രീം പോയേ പറ്റൂ. ഇഫ് ദ സ്പീഡ് ഓഫ് ബോട്ട് ഈസ് ലെസ് ദാൻ സ്പീഡ് ഓഫ് ദ കറണ്ട്, താഴോട്ട് അത് ഒരിക്കലും മേളോട്ട് കയറത്തില്ല. സോ സ്പീഡ് ഓഫ് ബോട്ട് ബൈ സ്പീഡ് ഓഫ് കറണ്ട് അല്ല, ന്യൂമറേറ്റർ എപ്പോഴും ഗ്രേറ്റർ ആയിരിക്കും ഡിനോമിനേറ്ററേക്കാളും അല്ലേ. ഓപ്ഷൻ നോക്കിയേ, ഇവിടെ ആദ്യത്തെ ഇത് 1:2 1:3 ഒരിക്കലും വരത്തില്ല. ന്യൂമറേറ്റർ ഷുഡ് ബി ഗ്രേറ്റർ. സോ എയും സി ഞാൻ ഓൾറെഡി എടുത്ത് കളഞ്ഞു. പിന്നെ ഇനി കൺഫ്യൂഷൻ ആയി, 2:1 3:1 അത് നമുക്ക് ഇനി കണ്ടുപിടിക്കാം. ഓക്കെ, ഇത്ര എഴുതുക. സ്പീഡ് ഓഫ് ബോട്ട് ബൈ സ്പീഡ് ഓഫ് സ്ട്രീം ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെ എയും സി എടുത്ത് കളഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡൗൺ സ്ട്രീമിൻ്റെ കാര്യമാണ്. ഡൗൺ സ്ട്രീമിൽ സ്പീഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ബോട്ടിൻ്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിൻ്റെ അല്ല കറണ്ടിൻ്റെ സ്പീഡ്. ബോട്ടിൻ്റെ സ്ട്രീം എന്നല്ലേ പറഞ്ഞത്, സ്ട്രീം അല്ല കറണ്ടിൻ്റെ സ്പീഡ്. ഞാൻ എസ് എന്ന് എടുത്തു. അപ്പ് സ്ട്രീമിൽ ബോട്ടിൻ്റെ സ്പീഡ് എപ്പോഴും സ്ട്രീമിനേക്കാളും കൂടുതൽ, ബട്ട് അതിനെ ഒപ്പോസിയാണ് സ്ട്രീമിൻ്റെ ഫ്ലോ അല്ലേ. ബോട്ടിൻ്റെ സ്പീഡ് മൈനസ് സ്ട്രീമിൻ്റെ സ്പീഡ്. ഇതാണ് നമുക്ക് വേണ്ട സ്പീഡ്സ് രണ്ടെണ്ണം. ഈ സ്പീഡ്സ് തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് വേണ്ടത് അല്ലേ. ഓക്കെ, നമുക്കപ്പം ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ബോട്ട് ബൈ സ്പീഡ് ഓഫ് സ്ട്രീം ആണ് വേണ്ടത് അല്ലേ. ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് ഡൗൺ സ്ട്രീം സ്പീഡും അപ്പ് സ്ട്രീം സ്പീഡുമാണ്. എളുപ്പമാണ്. ബിയും ഡിയും നമുക്ക് ഓപ്ഷൻ ഇട്ട് കൊടുത്താൽ മതി. ബിയും ഡിയും ഞാൻ ബി ഇട്ട് കൊടുത്തു. ബി എന്താണ്, ഇതാണ് നമുക്ക് ഇവിടെ വേണ്ടത്. B/S ഇവിടെ ആദ്യത്തെ കേസ് ഇട്ട് കൊടുത്തു, ബി എടുത്തു. ബി മീൻസ് ഓപ്ഷൻ ബി എടുത്തു. 2:1. സോ B+S ബൈ B-S ഞാൻ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/1. അപ്പോൾ ഇതാണ് സ്പീഡ് ആൻഡ് റേഷ്യോ. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്, മാൻ ടേക്സ്. ഓക്കെ, മുന്നോട്ട് പോകണം, കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. 3:1 പോരാ, നമുക്ക് എന്താണ് 2:1 കിട്ടിയാലേ കാര്യമുള്ളൂ. ഹാഫ് ദ ടൈം അല്ലേ പറഞ്ഞേക്കുന്നത്. അത് പറഞ്ഞുതരാം. സ്പീഡും ടൈമും ഇൻവേഴ്സ് റേഷ്യോ. അതെ, സ്പീഡ് കൂടുമ്പോൾ ടൈം കുറയും. സോ ഇറ്റ് ഈസ് ഇൻവേഴ്സ് റേഷ്യോ. നമുക്ക് കോമൺ സെൻസ് ആണ് അല്ലേ. സ്പീഡ് ഈസ് ഇൻവേഴ്സ് ടു ടൈം, നമുക്കതറിയാം. അപ്പം 1 ഉം 3 വന്നിട്ട് കാര്യമല്ലോ. ഒന്നേ നമുക്ക് 1 ഉം 2 അല്ലെങ്കിൽ 2 ഉം 4 അങ്ങനെയൊക്കെ വരണം. അപ്പം സെക്കൻഡ് ഓപ്ഷൻ 3:1 എടുത്തു. സോ അവിടെ B/S ഈസ് ഈക്വൽ ടു 3:1 കൊടുത്തു. സോ B+S ബൈ B-S ഈസ് ഈക്വൽ ടു 4/2 ഈസ് ഈക്വൽ ടു 2/1. സോ ഇത് പറഞ്ഞാൽ സ്പീഡിൻ്റെ റേഷ്യോ ആണ്. അതായത് അയാൾ അങ്ങോട്ട് പോയ ടോട്ടൽ സ്പീഡിൻ്റെ താഴോട്ടും മുകളിലോട്ടുള്ള റേഷ്യോ ആണ്. ദെൻ ടൈമിൻ്റെ റേഷ്യോ എന്താ ഞാൻ പറഞ്ഞത്, ഇൻവേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇൻവേഴ്സ് റേഷ്യോ ആണ്. അപ്പോൾ എന്താണ് 1/2, 1:2. ആൻസർ 1:2 ആണ് നമുക്ക് കിട്ടേണ്ടത്. ബട്ട് എന്ത് ചെയ്തപ്പോഴാണ് B/S 3:1 എടുത്തപ്പോഴാണ് നമുക്ക് കിട്ടിയത്. സോ ആൻസർ ഈസ് 3:1. ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. വേറെ ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്, ബട്ട് ദിസ് ഇസ് ദ ഈസിയസ്റ്റ് വേ. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടുന്നല്ലേ അല്ലേ? ഇതിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടുന്നല്ലേ? ഹലോ, കഴിഞ്ഞത് വന്നിട്ടുണ്ടായിരുന്നു. ഇതും തരും. പിന്നെ റെക്കോർഡ് ക്ലാസ് എങ്ങനെയാണെന്ന് തരും. അപ്പൊ ഇങ്ങനത്തെ ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതൊന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ റെക്കോർഡ് ക്ലാസ്സിന്റെ ആ പോർഷൻ മാത്രം ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് വരുന്ന നിങ്ങൾക്ക് ഒരേ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ബോട്ട് ആൻഡ് സ്ട്രിങ്സ് പറഞ്ഞ ആ ടൈപ്പ് പ്രോബ്ലം അറിയത്തില്ലാത്തവർക്കാണ് ഈ ഒരു ഡൗട്ട് വരുന്നത്. സോ ഇന്ന് തന്നെ ഞാൻ ഇപ്പം ടൈം മാർക്ക് അറിയത്തില്ലെങ്കിൽ ആ പോർഷൻ പഠിക്കുക. ജസ്റ്റ് വളരെ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ബേസിക് ഇക്വേഷൻ 1-2 പ്രോബ്ലം ചെയ്യുക, അത്രയും മതി. ഇങ്ങനത്തെ ടഫ് ഏരിയാസിൽ നിന്ന് ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് പേപ്പർ 2 വേണ്ടി ഒന്ന് ബേസിക് ഇക്വേഷൻ ഇങ്ങനത്തെ 1-2 പ്രോബ്ലം ചെയ്താൽ മാത്രം മതി. കാരണം ഈ ടൈപ്പ് ഉറപ്പായിട്ട് ചോദിക്കും ഇങ്ങനൊരു പ്രോബ്ലം. ഓക്കെ, എങ്ങനെയാലും നിങ്ങൾ പഠിപ്പിച്ചാണല്ലോ. നിങ്ങൾ എവിടെയാലും നിങ്ങളെ ഇവിടുന്ന് തന്നെ Civils360 തന്നെ പഠിപ്പിച്ചാണോ, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അടുത്തത് 75th ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? ഹൗ മെനി പെയർസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആർ ദെയർ സച്ച് ദാറ്റ് ദ ഡിഫറൻസ് ഓഫ് ഹു സ്ക്വയേഴ്സ് ഈസ്
63. ഒന്നുമില്ല. നിങ്ങൾ എനി സജഷൻ അത് നിങ്ങളുടെ സജഷൻ ചോദിക്കുക. എനി സജഷൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഒന്നുമില്ല. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? രണ്ട് നാച്ചുറൽ നമ്പേഴ്സാണ് നമുക്ക് വേണ്ടത് അല്ലേ, 2 പേഴ്സ്. അപ്പം ഞാൻ അതിനെ എ എന്നും ബി എന്നും എടുക്കുന്നു. അപ്പോൾ ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി. എൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 63 ആണ്. അപ്പോൾ ഞാൻ ആ നമ്പറിനെ എ പ്ലസ് ബി എന്നും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി. ദാറ്റ് ഈസ് 63. So 63 as a product of 2 numbers. നമുക്ക് ആദ്യം വേണം 63 as a product of 2 numbers ആദ്യം വേണം. So 63യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1 obviously, 3, 9 into 7, so 7 and 9, 21, 63. So ഇതിനെ 63 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന 3 പേഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റും അല്ലേ? എന്തൊക്കെ എത്ര പേഴ്സ് ആയിട്ട് നോക്കാം? ഐ തിങ്ക് യു ഗെറ്റ് 3 ലൈക്ക് 1 into 63 ഒരു പെയർ, 3 into 21 അടുത്ത പെയർ, obviously 7 into 9 അടുത്ത പെയർ. സി ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് 3 ആൻസറിലോട്ട് പോവാം. ബട്ട് സ്റ്റിൽ ആ പേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പർ അല്ല നമുക്ക് കിട്ടിയ ആ 63യുടെ ഫാക്ടേഴ്സ്. ശരിക്കും പറഞ്ഞാൽ അത് അവിടെ ഇട്ട് കൊടുത്താൽ മതി. കാര്യം മനസ്സിലായോ? ശരിക്കും ആൻസർ 3 ആണ്. ഞാനായിരുന്നു ഇവിടെ വെച്ച് നിർത്തും. ബട്ട് ഫോർ ക്ലാരിഫിക്കേഷൻ ഞാൻ മുന്നോട്ട് പോവാണ്. ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആദ്യത്തെ എടുത്തു, 1 into 63 എടുത്തു. സോ ഒബ്വിയസ്ലി വലിയ നമ്പർ ആയിരിക്കും എ പ്ലസ് ബി, അത് 63. എ മൈനസ് ബി എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ യു സോൾവ്, യു ഗെറ്റ് എയും ബി ആയിട്ട് എ ഇസ് ഈക്വൽ ടു 32 എന്നും 31 എന്നും കിട്ടും ബി. അതുപോലെ ജസ്റ്റ് ഗീവ് വാല്യൂസ്. എന്താണ്? 3 21ൻ്റെ വാല്യൂ കൊടുത്താലും എയ്ക്കും ബിക്കും ഓരോ വാല്യൂ കിട്ടും. അതുപോലെ 7 and 9 കൊടുത്താലും എയ്ക്കും ബിക്കും ഓരോ വാല്യൂ കിട്ടും. സോ യു ഗെറ്റ് 3 പേഴ്സ് ഓഫ് വാല്യൂസ്. സോ 3 ആണ് ആൻസർ. ക്ലിയർ ആണോ? ഞാൻ ബാക്കി ചെയ്യണ്ടല്ലോ. നിങ്ങൾ ആ വാല്യൂ ഇവിടെ കൊടുത്തിട്ട് എയ്ക്കും ബിക്കും 2 ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഈസി അല്ലേ? എന്നോട് പോട്ടെ. നിങ്ങൾ പറയുന്ന പോലെ ചെയ്യും. അതായത് ഇപ്പം നമ്മളിപ്പം ഫാക്ടറൈസ് ചെയ്ത് നമുക്ക് വാല്യൂസ് കിട്ടി. Then you give this. Okay. എന്നിട്ട് പിന്നെ നമ്മൾ ഇവര് ഏതൊക്കെ നമ്പർ ആണെന്ന് എത്ര പേരുണ്ടെന്ന് ചോദിച്ചുള്ളൂ. സോ ഈവൻ ഇഫ് യു ഗീവ് ഈ 3 പേർ കൊടുത്താൽ നിങ്ങൾക്ക് 3 ആൻസർ കിട്ടും. അവിടെ ഇറവലന്റ് ആണ് എയുടെയും ബിയുടെയും വാല്യൂസ്. ഓക്കെ ദാറ്റ്സ് ഇറ്റ്. അതായത് ആദ്യം നമുക്കിതാണ് മെയിൻ ഇക്വേഷൻ. ഇവിടെ 63 കിട്ടണം. നമുക്ക് ഒടത്ത് ഞാൻ ആദ്യത്തേൽ 1 into 63 എന്ന് എഴുതി, രണ്ടാമത്തേൽ 3 into 21 എഴുതി. അപ്പോൾ എയ്ക്കും ബിക്കും വേറൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ 3 വാല്യൂ കിട്ടും. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ ഇവിടെ 6 എന്നൊരു വാല്യൂ ഇവിടെ കൊടുത്തിട്ടുമില്ല, മനസ്സിലാക്കുക. ഓക്കെ, പേഴ്സ് തന്നെ അയച്ചേക്കുന്നത്. ഓക്കെ, അടുത്ത 76th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. 76. Which one of the following will have the minimum change if its value change in its value if 5 is added to both numerator and denominator of the. ഓക്കെ, 4 ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും നിങ്ങളോട് 5 ആഡ് ചെയ്യാൻ പറയുന്നു. എങ്കിൽ അവിടെ ചേഞ്ച് എന്തുമാത്രമാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ എന്താ മിനിമം ചേഞ്ച് ഇതിൽ ഏതാർക്കാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ആദ്യം പറഞ്ഞേക്കുന്നത് 2/3, രണ്ടാമത് പറഞ്ഞേക്കുന്നത് 3/4, അടുത്ത് പറയുന്നത് 4/5, നെക്സ്റ്റ് 5/6. ഇതിൻ്റെ വാല്യൂ എല്ലാം നമുക്കറിയാവുന്നതാണ്. നമുക്കറിയാവുന്ന ഫ്രാക്ഷൻ. നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഫ്രാക്ഷൻസിൻ്റെ വാല്യൂ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, 2/3 നമുക്കറിയാം 0.666 അങ്ങനെ പോകും. 3/4 0.75 ആണ്. 4/5 8×5 40, 0.8. 5/6 0.8333 എന്ന് പോകും. Now you are adding. Okay, adding എന്താണ് 5 to numerator and denominator. ഓക്കെ, അപ്പം 2/3യുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും 5 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്ക് 7/8 കിട്ടും. അതിൻ്റെ വാല്യൂ എത്രയാണ്? 0.875. അടുത്തത് 3/4ൻ്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലും പറഞ്ഞിട്ടുണ്ട് 5, ബോത്ത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ പറഞ്ഞിട്ടുണ്ട്. 3/4ൽ ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് 8/9. അതിൻ്റെ വാല്യൂ 8/9 എന്ന് പറഞ്ഞാൽ 0.8888 ആണ്. അടുത്തത് 4/5ൽ യു ആർ ആഡിങ്, ദെൻ യു വിൽ ഗെറ്റ് 9/10. അതിൻ്റെ വാല്യൂ 0.9 ആണ്. 5/6ൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലും 5 ആഡ് ചെയ്യുമ്പോൾ 10/11 കിട്ടും. ദാറ്റ് ഈസ് 0.909 എന്ന് പറഞ്ഞു പോകും. ഇവിടെ ചോദിച്ചേക്കുന്നത് ഇത് 0.8333 ആണ്. 0.8333 ആണ് മിനിമം ചേഞ്ച്. മിനിമം ചേഞ്ച് നോക്കാം.
0.66, 0.875, ഓൾമോസ്റ്റ് ഒരു 0.11 ഇൻക്രീസ് അല്ലേ, 0.11 ഏകദേശം. 0.75 to 0.8 ഇവിടെ ഏകദേശം ഒരു 0.11 വരുന്നുണ്ട്. 0.8 0.9 0.1, പിന്നെ താഴോട്ട് നോക്കിയാൽ 0.83 to 0.9 ഏകദേശം ഒരു 0.8. അപ്പോൾ മിനിമം ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് 5/6 ഓപ്ഷൻ ഡി. ഇതേ മാർഗ്ഗമുള്ളൂ. നിങ്ങൾ ഓരോ ഇവിടെ ഈസി ആക്കുന്നത്, ഇഫ് യു നോ ദ വാല്യൂസ് ഓഫ് ഫ്രാക്ഷൻസ്, ഡെസിമൽസിന് അറിയാമെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. മെയിൻ ഫ്രാക്ഷൻസിൻ്റെ വാല്യൂ നിങ്ങൾ ഈസി ആയിട്ട് പഠിച്ചു വെക്കണം. അത് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അറിയത്തില്ലെങ്കിൽ ഇന്ന് തന്നെ മെയിൻ ഫ്രാക്ഷൻസിൻ്റെ ഇങ്ങനെ 1/2, 2/3, 3/4 മെയിൻ ഇതിൻ്റെയൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ഗൂഗിൾ സെർച്ച് ചെയ്യുക, ഫ്രാക്ഷൻസ് ടു ഡെസിമൽസ്, മെയിൻ ഫ്രാക്ഷൻസ് ടു ഡെസിമൽസ്. നിങ്ങൾക്ക് ഒരു ചാർട്ട് കിട്ടും, ഒരു 20 നമ്പർ, അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. സോ ക്ലിയർലി ഇത് 5/6 ആണ്. ഓക്കെ, സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് 77. എന്താണ് ചോദിച്ചേക്കുന്നത്? എ ഡിജിറ്റ് n greater than 3 is divisible by 3 but not divisible by 6. Which one of the following is divisible by 4 എന്നാണ്. എന്ത് ചെയ്യും? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്ത് ചെയ്യും? എ ഡിജിറ്റ് വാല്യൂ ഇട്ട് കൊടുക്കുക അല്ലേ, സിമ്പിൾ അല്ലേ. അപ്പം 3 കൊണ്ട് ഡിവിസിബിൾ ആണ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 0 to 9 ഡിജിറ്റ്സ് എന്നാൽ അതായത് ഡിജിറ്റ്സ് 0 to 9. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3 ആൻഡ് നോട്ട് ഡിവിസിബിൾ ബൈ 9. അപ്പോൾ ഏതൊക്കെയായിരിക്കും? 6ഉം 9ഉം കഴിഞ്ഞു. Which one of the following is divisible by 9? So I am just assuming എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. n greater than 3 is divisible by 3 but not divisible by 9. അപ്പം 6 ഇല്ല, 6 പോയി. സോ 9 മാത്രമേ ഉള്ളൂ അല്ലേ. n greater than 3 എന്ന് പറയുമ്പം 6 9ഉം, ബട്ട് ഇറ്റ്സ് 6 and it is not divisible by 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 9 is the only number. So I am assuming n is equal to 9. ഇനി ഏത് ഇട്ട് കൊടുത്താൽ മതി ഈ വാല്യൂസ്. 2n is equal to 18 ആണ്. അപ്പോൾ എന്താണ്? Which of the following is divisible by 4? 18 is not divisible by 4. അടുത്ത 3n എത്രയാണ്? 27. ക്ലിയർലി നോട്ട് divisible by 4. അടുത്ത 2n plus 4 എത്രയാണ്? 22. നോട്ട് divisible by 4. അടുത്തത് 3n plus 1. 27 plus 1 is equal to 28 is divisible by 4. So answer 3n plus 1. ഓക്കെ, ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് അവർ ഇങ്ങോട്ട് പറയുന്ന കാര്യം അതുപോലെ അങ്ങോട്ട് ആ വാല്യൂ ഇട്ട് കൊടുക്കുക, വേറെ ഒന്നുമില്ല. ഈ 9 അറൈവ് ചെയ്യാനാണ് എളുപ്പമാണ്, അതും എളുപ്പമാണ്. ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ? സർ 9 വരുന്ന കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? 9 വരുന്ന കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സി ഇവർ പറഞ്ഞു എ ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ 3. ഓക്കെ, n ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ ഡിജിറ്റ് n ഗ്രേറ്റർ ദാൻ 3 ഏതൊക്കെയുണ്ട്? 4, 5, 6, 7, 8, 9 ഈസ് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ ഏതൊക്കെയുണ്ട്? 6ഉം 9ഉമേ ഉള്ളൂ. ബട്ട് നോട്ട് ഡിവിസിബിൾ ബൈ 6. 6 ഈസ് ഡിവിസിബിൾ ബൈ 6. 9 മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. 9 മാത്രം എടുത്തു. ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ. അടുത്തത് തീർന്നു. 3 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ, പെട്ടെന്ന് തീർക്കാം. യാ, ഇഫ് 1 liter of water weighs 1 kg, then how many cubic milliliters of water will weigh 0.1 gram? എങ്ങനെ? If 1 liter of water weighs 1 kg, then how many cubic milliliters of water will weigh 0.1 gram? ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. ജസ്റ്റ് ലൈക്ക് 1000 millimeter ആണ് ഒരു മീറ്റർ എന്നറിയാമല്ലോ, അതുപോലെ വോളിയത്തിൻ്റെ ഒരു കണക്കാണ് 1 liter ഈസ് ഈക്വൽ ടു 10⁻⁶ cubic milliliters. ഇതറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് മെയിൻ ഇക്വേഷൻ. 1 liter ഈസ് ഈക്വൽ ടു 10⁻⁶ cubic. നമുക്ക് എല്ലാവർക്കും അറിയാം 100 centimeter 1 meter ആണ്, 1000 millimeter 1 meter. അതുപോലെ ലിറ്ററിൻ്റെ കേസിൽ 1 liter ഈസ് ഈക്വൽ ടു 10⁻⁶ cubic millimeter. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 liter of water weighs 1 kg. 1 kg is equal to 10⁻⁶ cubic milliliter. 1 kg എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ഗ്രാമിലാണ് ചോദിച്ചേക്കുന്നത്. 1 kg എന്ന് പറയുമ്പം 10⁻³ kg is equal to 10⁻⁶ cubic milliliters. So you get 1 gram is equal to 10⁻³ cancel ചെയ്തു. 10⁻³ അപ്പുറത്ത് പോകും. So 1 gram is 10⁻³ cubic milliliters. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? 0.1 gram ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 0.1 gram ഈസ് ഈക്വൽ ടു 10⁻³ രണ്ടിടത്തും 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ.
cubic milliliters. So 10 raised to 3 divided by 10, 10 raised to 2 cubic milliliters. Then how many cubic milliliters of water will be? 10 raised to 2, 100. Clear ആണോ? ഇതറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എളുപ്പം. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? സർ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യൂ, നെറ്റ് കുറച്ച് കട്ടായിരുന്നു. ഓ ശരി, പറഞ്ഞുതരാം. ഓക്കെ, ഒരു ബേസിക് ഇക്വേഷൻ നിങ്ങൾ അറിയേണ്ടത് 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 10 റൈസ് ടു 6 ക്യൂബിക് മില്ലിലിറ്റർ ആണ്. ഓക്കെ, 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 10 റൈസ് ടു 6 ക്യൂബിക് മില്ലിമീറ്റർ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 ലിറ്റർ ഓഫ് വാട്ടർ വെയ്സ് 1 kg എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ 1 kg. സോ 1 kg ഈസ് ഈക്വൽ ടു 10 റൈസ് ടു 6 ക്യൂബിക് മില്ലിലിറ്റർ. ഓൾറെഡി പറഞ്ഞു 1 ലിറ്റർ ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 10 raised to 6 cubic millimeter. എങ്കിൽ if 1 liter of water weighs 1 kg ആണെങ്കിൽ 10 raised to 6 cubic millimeter will also weighs 1 kg. 1 kg നമുക്ക് ഗ്രാം, ഇവിടെ ഗ്രാമിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ഗ്രാമിലോട്ട് ആക്കുന്നു. 1000 ഗ്രാം ആണ് 1 കിലോ, എല്ലാവർക്കും അറിയാം. 10 raised to 3 just like meter and millimeter. So 10 raised to 3 grams is equal to 10 raised to 6 cubic milliliter. ക്യൂബിക് CML എന്ന് ഉദ്ദേശിക്കുന്നത് ക്യൂബിക് മില്ലിലിറ്റർ ആണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും 10 raised to കട്ട് ചെയ്താൽ 1 gram ഈസ് ഈക്വൽ ടു 10 raised to 3 ക്യൂബിക് മില്ലിലിറ്റർ എന്ന് കിട്ടി. ഇവരെന്ത് ചോദിച്ചേക്കുന്നത്? 0.1 gram ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ബൈ 10 എടുത്തു, ഇവിടെ ബൈ 10 എടുത്തു. അപ്പോൾ 10 raised to 3 by 10 എത്രയാണ്? 10 square. ദാറ്റ് ഈസ് 100 ക്യൂബിക് മില്ലിലിറ്റർ. ഇപ്പോൾ ക്ലിയർ ആയോ? ഓക്കെ, ഹലോ, ആർക്കാണ് നെറ്റ് കട്ടാ? ഓക്കെ, അടുത്തത് 79. A vessel full of water weighs 40 kg. ഒരു പാത്രം ഉണ്ടായിരുന്നു. A vessel full of water weighs 40 kg. If its 1/3 is filled, its weight becomes 20 kg. Okay, what is the weight of the empty vessel? ഒന്നുമില്ല. ഓക്കെ, നമുക്കൊരു വെസൽ ഉണ്ട്, വാട്ടർ ഉണ്ട്. അപ്പം ഞാൻ വെസലിൻ്റെ വെയിറ്റ് V എന്ന് എടുക്കുന്നു, വാട്ടറിൻ്റെ വെയിറ്റ് W എന്ന് എടുക്കുന്നു. സോ ആദ്യം പറഞ്ഞു വെസൽ ഫുൾ ഓഫ് വാട്ടർ വെയ്സ് എത്രയാണ്? 40 kg. അടുത്തെന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ്സ് 1/3 is filled, അപ്പം വാട്ടർ ആണ് ഫില്ല് ചെയ്യുന്നത്. വെസലിൻ്റെ വെയിറ്റ് അങ്ങനെ നിൽക്കും, വാട്ടർ ബൈ 3. അപ്പോൾ വെസൽ വാട്ടർ 1/3 ഫില്ല് ചെയ്യുമ്പോൾ എത്രയാണ്? 20 kg എന്ന് പറഞ്ഞു. 20 എന്തുവാണ്? എം ടി വെസലിൻ്റെ V ആണ്. V നമ്മൾ എടുക്കുന്നത് എം ടി വെസലിൻ്റെ വെയിറ്റും W വാട്ടറിൻ്റെ വെയിറ്റുമാണ്. W കണ്ടാൽ എന്താണ്? V കണ്ടാൽ പോരെ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ W minus W by 3, 2W by 3 is equal to 20, W is equal to 60 by 2 is equal to 20 എന്ന് കിട്ടും. ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പം V plus W, so 60 by 2 30, V plus W 40 എന്ന് കിട്ടി. You get V is equal to 40 minus 30, 10. Very simple question. കൺഫ്യൂഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ. Vessel full of water weighs 40 kg, V plus W 40. 1/3 ആകുമ്പോൾ വാട്ടറിന്റെ വെയിറ്റ് 1/3 ആയിട്ട് കുറഞ്ഞു. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എ ഫ്രോഗ് ട്രൈസ് ടു കം ഔട്ട് ഓഫ് എ ഡ്രൈഡ് വെൽ 4.5 meter deep with slippery walls. Every time the frog jumps 30 centimeter, then slides down 15 meter. What is the number of jumps required for the frog to come out of the well? Okay, ഒരു കിണറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് ഇവിടെ സെൻറ്റിമീറ്ററാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഈ 4.5 മീറ്ററിനെ 450 സെൻറ്റിമീറ്റർ എടുക്കുക. ഈ വെല്ലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 450 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു തവളയുണ്ട്, സപ്പോസ് ഇത് 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യം ഒന്ന് ചാടി, പക്ഷെ അത് സ്ലിപ്പായി. എന്ത് 30 സെൻറ്റിമീറ്റർ ചാടുന്ന് പറഞ്ഞു, പക്ഷെ സ്ലിപ്പായിട്ടത് 15 സെൻറ്റിമീറ്റർ താഴോട്ട് വന്നു. സോ ഇൻ എഫക്റ്റ് ഒരു 30 സെൻറ്റിമീറ്റർ ചാടിയാൽ അത് ഇൻ എഫക്റ്റ് ഒരു 15 സെൻറ്റിമീറ്റർ വന്ന് നിൽക്കും. ഓക്കെ, ഇവിടെ നിങ്ങളപ്പം യൂസ് ചെയ്യും. അപ്പം ഈ 15 പിന്നെയും ചാടി, പക്ഷെ അപ്പോൾ 30 വന്ന് നിൽക്കും. ഈ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക് എന്നുള്ള കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി, പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, സോ 450 സെൻറ്റിമീറ്റർ ആണ്. സോ പോസിറ്റീവ് വർക്ക്, ഇവിടുത്തെ പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ, നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ. സോ എഫക്റ്റീവ് വർക്ക് എന്ന് എത്രയാണ്? 30 minus 15 സെൻറ്റിമീറ്റർ. സോ ഒരു തവള ഒരു ചാട്ടം ചാടിയാൽ ഒറ്റ ടൈം 15, ഒരു ജമ്പ്. എഫക്റ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ 1 ജമ്പ് ആണല്ലേ. ഇവിടെ 1 ജമ്പ് എത്ര വരുന്നുണ്ട്? 15 സെൻറ്റിമീറ്ററേ വരുന്നുള്ളൂ. സോ അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന ടോട്ടൽ പോസിറ്റീവ് വർക്ക് കണ്ടുപിടിക്കണം. ഫസ്റ്റ് യു നീഡ് ടു ഫൈൻഡ് ടോട്ടൽ പോസിറ്റീവ് വർക്ക്. എന്തുകൊണ്ടെന്നാൽ
ലാസ്റ്റ് ചാട്ടം ചാടുമ്പോൾ അങ്ങ് കയറി പോയാൽ പിന്നെ നെഗറ്റീവ് വർക്ക് വരത്തില്ല, സ്ലിപ്പറി അല്ലല്ലോ, ലാസ്റ്റ് ചാട്ടത്തിൽ ചാടി കയറി അങ്ങ് പോയി. അപ്പം സോ ഫസ്റ്റ് ഫൈൻഡ് ദിസ് ടോട്ടൽ മൈനസ് പോസിറ്റീവ് വർക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയാണ് പറഞ്ഞേക്കുന്നത്? വി നീഡ് ടു ഫൈൻഡ് ടോട്ടൽ മൈനസ് പോസിറ്റീവ് വർക്കാണ്. കാരണം ലാസ്റ്റിൽ ചാട്ടത്തിൽ നെഗറ്റീവ് വർക്ക് വരത്തില്ല, അതാണ് കോൺസെപ്റ്റ്. നോക്കാം, തവള ദിസ് ഫ്രോഗ് ചാടി സ്ലിപ്പായി അങ്ങനെ ലാസ്റ്റ് ചാട്ടത്തിൽ ചാടിയും കയറി പോകും, പിന്നെ അവിടെ സ്ലിപ്പ് ആവത്തില്ല. അതുവേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. സോ അവിടെ വരെയുള്ളതെന്ന് പറയുമ്പോൾ ലാസ്റ്റ് ചാട്ടം തൊട്ട് മുമ്പ് വരെ അത് എത്ര പോകും? 450 മൈനസ് പോസിറ്റീവ് വർക്ക് 30 എന്ന് പറഞ്ഞു, 30 ദാറ്റ് ഈസ് 420 സെൻറ്റിമീറ്റർ. അപ്പോൾ ആ 420 ഇതിന് ചാടാൻ എത്ര ജമ്പ് വേണം? 420 സെൻറ്റിമീറ്റർ ചാടാൻ ഒരു എഫക്റ്റീവ് ജമ്പ് എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. 420/15 യു വിൽ ഗെറ്റ് 28. ദെൻ ആ 28 അപ്പോൾ 420 സെൻറ്റിമീറ്റർ ആയി. പിന്നെ ഒരു ചാട്ടം ഒരു എഫക്റ്റീവ് പോസിറ്റീവ് വർക്ക് വന്ന് എത്രയാണ്? 450. അത് വെല്ലിന് പുറത്തായി, പ്ലസ് 1 ജമ്പ് അല്ലേ. ഇപ്പോൾ 28 + 1 29 ജംപ്സ് ആണ് വേണ്ടത്. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ആ പിക്ചറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മനസ്സിലാവും. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയാമോ? പറയാം, ഒന്നുകൂടെ പറയാം. എവിടെ മുതലാ പറയണ്ടേ? നമ്മൾ കൺസെപ്റ്റ് ഒക്കെ ഓക്കെയാണ്, പോസിറ്റീവ് പറഞ്ഞു. പിന്നെ 30 നമ്മൾ പറഞ്ഞു. ഓക്കെ, അതായത് ഇവിടെ വരെ 450 ആണ്. ഓക്കെ, ലാസ്റ്റ് ഒരു പോസിറ്റീവ് വർക്ക് ആയിരിക്കും, ലാസ്റ്റ് അത് ചാടി അങ്ങ് കിടക്കുകയാണ് അല്ലേ. ആ പോസിറ്റീവ് വർക്ക് എത്ര ആയിരിക്കും? 30 സെൻറ്റിമീറ്റർ ആണ് ചാടേണ്ടത്. അപ്പം ഇത് -30 എടുത്ത് ഞാൻ -30, അത് 420 വന്നു. ഈ 420 ഒരു ചാട്ടം ചാടിയത് വെളിയിലായി, അതുകൊണ്ടാണ് ഞാൻ 30 കുറച്ച് 420 എടുത്തത്. അപ്പോൾ 420 വരെ അത് ഇൻഎഫക്റ്റീവ് വർക്ക് എത്രയാണ്? 15 വെച്ചേ പോവുള്ളൂ. അപ്പോൾ 420/15 എത്ര ചാട്ടം ചാടി? 420/15 28 ജംപ്സ്. ഇപ്പോൾ ക്ലിയർ ആയോ? എന്നിട്ട് ലാസ്റ്റ് ഒരു ചാട്ടത്തിൽ ആ 420 + 30 450 ചാടി പുറത്തു പോയി, ഇപ്പോൾ 29. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, അപ്പം ക്ലാസ് കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ലാസ്റ്റ് ഒരു ജമ്പ് 28 ജംപ്സ് വരെ ചാടിയപ്പം 420 ആയുള്ളൂ. ദെൻ 450 ആണ് നമുക്ക് വേണ്ടത്. 4.5 മീറ്റർ എന്ന് പറഞ്ഞു, 450 ആണ് വേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഒരു 420 + 450 30 ആണല്ലോ പോസിറ്റീവ് വർക്ക്. സ്ലൈഡ് ചെയ്യുന്നില്ല, കണ്ണറിന് വെളിയിലായി. ഓക്കെ സോ ബൈ ഓൾ ദി ബെസ്റ്റ് ഫോർ പ്രിലിംസ്. ഓക്കെ, നിങ്ങൾക്ക് ഇതായിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് ക്ലാസ് അല്ലേ? ഡിസ്കഷൻ എല്ലാം ബാക്കി കഴിഞ്ഞല്ലേ? ഓക്കെ, പ്രിലിംസ് നല്ലതായിട്ട് എഴുതുക. സീ യു.